നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. പിന്നെ ഗുരുവായൂരപ്പ സർവേശ്വര, ശ്രീധർമ്മശാസ്താവേ ഭഗവാനെ, വടക്കുന്നാഥ ഭഗവതിമാരെ, നിങ്ങളെല്ലാവരെയും പൊന്നു ഗുരുവായൂരപ്പനായിട്ട് കണ്ട് മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ഇന്നേക്ക് ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ പ്രദേശത്ത് അനവധി മാസങ്ങളെന്നല്ല, ശരിക്കും പറഞ്ഞാൽ 2 വർഷം താമസിച്ച് മിക്ക ദിവസവും വൈകുന്നേരം ഞാൻ വന്ന് തൊഴുതിരുന്ന ഭഗവാനാണ്. ഇവിടെ അടുത്ത് അച്യുതം എന്ന് പറഞ്ഞിട്ടൊരു വീടുണ്ട്. ആ വീട്ടിൽ ഒരുപക്ഷെ നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെട്ട ആ അതിരാത്രം എന്നുള്ള വിശേഷമായിട്ടുള്ള വൈദിക ക്രിയയുടെ ഒരുപക്ഷെ കേരളത്തിലുണ്ടായ ഏറ്റവും സമ്പൂർണമായിട്ടുള്ള ഒരു വീഡിയോ കവറേജ്. ആ വീഡിയോ കവറേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രിപ്പറേഷൻ, മുഖാസംഭാരം എന്ന് പറയും. ഇതിന് വേണ്ട മെറ്റീരിയലൊക്കെ കളക്ട് ചെയ്യുക. അത് നമ്മൾ സീതാറാമിൻ്റെ ഒരു ടൈൽ ഫാക്ടറിയിലാണ് അത് ചെയ്തുകൊണ്ടിരുന്നതൊക്കെ. മണലരിച്ച് ഇഷ്ടിക ഉണ്ടാക്കി മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രിപ്പറേഷനാണ്. അതിന് വേണ്ട കലശപാത്രങ്ങൾ ഉണ്ടാക്കി മണ്ണുകൊണ്ട്, നമ്മൾ രുദ്രമൊക്കെ കേൾക്കുമ്പോൾ ദ്രോണകലശ ചമയെന്ന് കേൾക്കില്ലേ, ആ ദ്രോണകലശം ഉണ്ടാക്കും. ആ ദ്രോണകലശം ഉണ്ടാക്കുന്നത് അങ്ങനെ അനവധി പ്രിപ്പറേഷൻസ് കഴിഞ്ഞ് വെറും 12 ദിവസത്തേക്കാണ് ഈ പ്രിപ്പറേഷൻസ് മുഴുവൻ. അതിൽ 8ാമത്തെ ദിവസം വരെയും സന്ധ്യയോടുകൂടി, രാത്രി വീഴുന്നതോട് കൂടിയിട്ട് ക്രിയകൾ കഴിയും. പക്ഷെ 9ാമത്തെ ദിവസം തൊട്ടിട്ട് രാത്രി അതിക്രമിക്കാൻ തുടങ്ങും. അതുകൊണ്ട് അതിരാത്രം. സോമയാഗാവുമ്പോൾ 6 ദിവസമേ ഉള്ളൂ. 9ാം ദിവസം തൊട്ടിട്ട് അതിക്രമിക്കുമ്പോൾ അപ്പോൾ വിശേഷമായിട്ടുള്ളൊരു ക്രിയയുണ്ട്, ഷോഡശി എന്ന് പറയും. ആ ഷോഡശി ജപിക്കുന്ന സമയത്ത് ഒരു കറുത്ത കുതിരയും വെളുത്ത കുതിരയും ശാലയിൽ കൊണ്ട് കെട്ടും. അത് കാണേണ്ട ചടങ്ങുകളാണ്. തൃശ്ശൂരിനൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. 2000-ൻ്റെ തുടക്കകാലങ്ങളിൽ, അല്ല 1990-കളുടെ തുടക്കകാലത്ത് സോമയാഗം നടന്നിട്ടുണ്ട് ഇവിടെ. പുത്തിലത്തക്കിതരായിരുന്നു അതിൻ്റെ സോമയാജിപ്പാട്. അതിനുശേഷം കാപ്ര ശങ്കരനാരായണ കിതിരിപ്പാട്, അദ്ദേഹം യജമാനനായിട്ടുള്ള 2006 വടക്കഞ്ചേരിയുടെ അടുത്ത് കിഴക്കഞ്ചേരി പ്രദേശത്ത് തൃശ്ശൂർ തന്നെ ആസ്ഥാനമായിട്ടുണ്ടായിരുന്ന ഒരു വലിയ ബിൽഡറുടെ, അദ്ദേഹത്തിൻ്റെ ഒരു ഉത്സാഹത്തിൽ മറ്റുമായിട്ട് നടന്നതായിരുന്നു ഈ മൂലംകോട് അതിരാത്രം. വേദത്തിൻ്റെ എന്താ പറയുക, ആഴക്കയങ്ങൾ എന്താണെന്ന് ശരിക്കും ഭഗവാൻ മനസ്സിലാക്കി തന്ന കാലങ്ങളാണ്. ഇത്രയധികം ഒരു സമ്പത്തുള്ളൊരു ഭൂമിയിൽ നമ്മൾ പുഴുക്കളെ പോലെ ജീവിക്കണമല്ലോ എന്ന് ആദ്യം മനസ്സിലാക്കിയത് ആ കാലത്താണ്. ഇവിടെ ഇപ്പോൾ ഗോപാലകടപാടികളെ കുറിച്ച് പറഞ്ഞു. കാഞ്ചി പെരിയവ പ്രദക്ഷിണം വെച്ച കുട്ടികളിൽ ഒരാളാണ്. ഇവരെ പോലുള്ളവരൊക്കെ ഉള്ളതാണ് നമ്മുടെയൊക്കെ ഭാഗ്യം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ഇന്ന് വേദത്തിനെ വളരെ ജാതീയമായിട്ടൊരു കണ്ണിൽ കാണാൻ മനഃപൂർവ്വം ഒരു പ്രവണത ഉണ്ടാക്കുന്ന കാലത്ത് നമ്മളൊക്കെ വളരെ ശക്തമായിട്ട് തന്നെ വേദത്തിൻ്റെ സാർവലൗകികത്വം, അതിൻ്റെ ശക്തിയെയും പറ്റുന്നത്ര ആൾക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കാനും വരുന്ന തലമുറകൾക്ക് മനസ്സിലാക്കി കൊടുക്കാനും ശ്രമിക്കേണ്ടതാണ്. ഞാനൊരു ചെറിയ കഥ പറഞ്ഞിട്ട് ഈ പ്രഭാഷണത്തിൻ്റെ അകത്തേക്ക് കടക്കാം. വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു താളിയോല ഗ്രന്ഥമുണ്ട് ഋഗ്വേദ മന്ത്രങ്ങളെക്കുറിച്ച്. അതിൻ്റെ പേര് ഋഗ്വിധാനം എന്നാണ്. ഈ ഋഗ്വിധാനത്തിൽ പറയുന്നുണ്ട് വെച്ചാൽ, ഇപ്പോൾ നമ്മൾക്ക് ഇന്നിന്ന മന്ത്രം ജപിച്ചാൽ ഇന്നിന്നത് കിട്ടും എന്ന് ഫലസിദ്ധി അനുസരിച്ചിട്ട് നമ്മൾ താന്ത്രിക മന്ത്രങ്ങളുണ്ട്. അതുപോലെ ഋക്കുകൾക്ക് ഇന്നിന്ന ഋക്കുകൾ ചൊല്ലിയാൽ ഇന്നിന്ന ഫലങ്ങൾ കിട്ടും എന്ന് പറയുന്ന ഗ്രന്ഥം ഋഗ്വിധാനം. ആ ഋഗ്വിധാന ഗ്രന്ഥത്തിൻ്റെ ഒരു മലയാള പരിഭാഷ കുറേയേറെ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ അച്ചടിക്കുകയുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു കോപ്പി ബ്രഹ്മസമ്മടത്തിൻ്റെ ലൈബ്രറിയിൽ നിന്ന് എൻ്റെ ഈ താമസക്കാലത്ത് എനിക്ക് കിട്ടിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു എക്സ്ട്രാ പേജായിട്ടൊരു നോട്ട് പോലെ ആരോ എഴുതി വെച്ചൊരു സംഭവമാണ്. നമ്മളിരിക്കുന്ന ഈ മണ്ണിലുണ്ടായ സംഭവം. ഏകദേശം 1950-കളുടെ ആ സമയത്ത് തമിഴ്നാട്ടിൽ ഒരു കച്ചവടക്കാരൻ, നല്ല പൈസയുള്ള വ്യവസായി, കൃഷിയുണ്ട്. തമിഴിൽ വ്യവസായം എന്ന് പറഞ്ഞാൽ കൃഷിയാണ്. വ്യവസായിയുമാണ് വ്യാപാരിയുമാണ്, രണ്ടുമുണ്ട്.
അങ്ങനെ ഇരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് പൊടുന്നനെ ഒരു വലിയ ഫൈനാൻഷ്യൽ ഡെബക്കിൾ സംഭവിച്ചു. ഒന്നുമില്ലാണ്ടായി, കയ്യിലുള്ള സകലതും നഷ്ടപ്പെട്ടു. അങ്ങനെ കഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം കാഞ്ചി മഹാപരിവെ പോയി കണ്ടു. നമസ്കരിച്ചപ്പോൾ പറഞ്ഞു, കാ എന്ന അക്ഷരത്തിൽ തുടങ്ങുകയും ഹാ എന്ന അക്ഷരത്തിൽ അവസാനിക്കുകയും ചെയ്യണ മന്ത്രം അക്ഷരലക്ഷം പ്രാവശ്യം കേൾക്കാൻ, ശ്രവണം ചെയ്യാൻ. കാരണം അദ്ദേഹം വേദാധികാരമുള്ള ആളല്ല, കൊടുത്തോ ഉപദേശമാണ്. അന്ന് ആ പ്രദേശങ്ങളിൽ മുഴുവൻ അനവധി വേദപണ്ഡിതന്മാരുടെ അടുത്ത് പോയിട്ട് ചോദിച്ചിരുന്നു അത്ര, ഈ കായിൽ തുടങ്ങി ഹായിൽ അവസാനിക്കണ ഒരു ഋക്ക് എന്താണ്, അതൊന്ന് പറഞ്ഞു തരുമോ എന്ന്. അത് എത്ര വേണമെങ്കിലും ഞാൻ ദക്ഷിണ തരാം, ജപിക്കണം പറഞ്ഞു. ആർക്കും ഇത് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ആരോ പറഞ്ഞത് കേട്ടിട്ട് ഈ ബ്രഹ്മസമ്മേളനത്തിൽ വന്നു അദ്ദേഹം. ഒരു ദിവസം വൈകുന്നേരം അദ്ദേഹം ഇവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. കുളത്തിൽ കുളിച്ചു, ആ വിഷ്ണുവിൻ്റെ അമ്പലത്തിൻ്റെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആരെങ്കിലും വരണമെന്ന് നോക്കിയിട്ട്. അപ്പോൾ ഇവിടുത്തെ ആചാര്യന്മാരാരോ കണ്ടപ്പോൾ ഞാനിങ്ങനെ ഒരു നിർദ്ദേശം കിട്ടിയിട്ട് വന്നിട്ടുള്ളതാണ്, ഒന്ന് പറഞ്ഞു തരണം. അപ്പോൾ അത്രയേ ഉള്ളൂ ചോദിച്ചു. ഒന്ന് കതൂന്യസ്യാകൃതം ഇന്ദ്രസ്യാസ്തി പൗസ്യം കേനോനുമം ശ്രോതേന ശുശ്രൂ ജനുഷ പരിവൃത്ര. ഇതാണ് മന്ത്രം. ഇതിൻ്റെ ദേവത ഇന്ദ്രനാണ്. കായിൽ തുടങ്ങി ഹായിൽ അവസാനിക്കണം. കതൂന്യസ്യാകൃത അവസാനം ജനുഷ പരിവൃത്ര അവസാനിക്കും. ഉടനെ തന്നെ ഇദ്ദേഹത്തിന് സന്തോഷമായി. ഇദ്ദേഹം ഉടനെ പറഞ്ഞു, ഞാൻ എത്ര അച്ഛൻ ദക്ഷിണ ചെയ്യാം, എനിക്ക് അക്ഷരലക്ഷം കേട്ടാൽ മതി എന്ന് പറഞ്ഞു. അദ്ദേഹം ബ്രഹ്മസമ്മേളനത്തിലേക്ക് ഇങ്ങോട്ട് ഒരു ദാനം കൊടുത്തിട്ട് ദിവസം രാവിലെ പുലർച്ചെ അവിടെ ഒന്ന് കുളിച്ചിട്ട് അങ്ങോട്ട് ഇരിക്കും. നമസ്കാര മണ്ഡപത്തിൽ ഇരുന്നിട്ട് ഇവിടെ പഠിക്കുന്ന കുട്ടികളാണ് ചെല്ലണത്. ഈ കുട്ടികൾ അക്ഷരലക്ഷം തവണ, ഇതിൽ എത്ര അക്ഷരമുണ്ടോ അത്രയും ലക്ഷം തവണ ഈ മന്ത്രം ഉരുക്കഴിച്ച് തീർക്കെ ആദ്യത്തെ ആഴ്ച കഴിഞ്ഞപ്പോൾ മകൻ വന്നു അത്ര ഇവിടേക്ക്, അച്ഛാ കിട്ടാനുള്ള കുറച്ച് പൈസ കിട്ടിയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ ഇതേ തട്ടിക്കൊണ്ട് പോയി എന്ന് വിചാരിച്ച സാധനമൊക്കെ തിരിച്ചു വരുന്നു. ഇങ്ങനെ ഈ അക്ഷരലക്ഷവും ഉരുക്കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ നഷ്ടപ്പെട്ട സമ്പത്തിനും ഇരട്ടിയായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് അദ്ദേഹത്തിന് വന്ന് അദ്ദേഹം വീണ്ടും വളരെയധികം കാലം ബ്രഹ്മസമ്മേളനത്തിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തിരുന്നു, തൻ്റെ ശരീരം വിടുന്നത് വരെ എന്നാണ് പറഞ്ഞത്. അപ്പം മഹാത്മാക്കൾ എപ്പോഴും പോയിന്റ് ചെയ്ത് വിടും, ഇന്നിവിടെ പോയാൽ കിട്ടും, അല്ലെങ്കിൽ അന്വേഷിക്കുക എന്ന് പറയും. കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അദ്ദേഹം കണ്ടുപിടിച്ചു. ഞാൻ എന്തിനാ ഈ കഥ ആദ്യം തന്നെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഇത് എവിടെയോ നടന്ന ഒരു കഥയല്ല. ഈ മണ്ണിൽ ഇതവിടെ കുറച്ചപ്പുറത്ത് ഇവിടെയൊക്കെ അദ്ദേഹം നടന്നിട്ടുണ്ടാവും, ഇത് ജപിച്ച കുട്ടികളും നടന്നിട്ടുണ്ടാവും, ഇത് അന്വേഷിച്ച് വന്ന ആ വ്യാപാരിയും നടന്നിട്ടുണ്ടാവും. അപ്പോൾ വേദശ്രവണത്തിൻ്റെ വളരെ രസകരമായ ഒരു കഥയാണ്. ശ്രവിച്ചാൽ എന്തുണ്ടാവും എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥയായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ഇവിടെ എന്താ പറയുക, പ്രാർത്ഥന ആയിട്ട് ഇപ്പോൾ ചൊല്ലി മനോഹരമായിട്ടുള്ള ആ ശാന്തി കഴിഞ്ഞിട്ട് സഹനാവവതു എന്ന് പറഞ്ഞിട്ട് ഗുരു പറയണതിനെ ശിഷ്യൻ എങ്ങനെ എടുക്കണമെന്നും ഗുരുവിനോട് ചേർന്നിട്ട് അതിനെ എങ്ങനെ സ്വീകരിക്കണമെന്നും പഠിപ്പിക്കണം മനോഹരമായിട്ടുള്ള മന്ത്രമാണ്. നമ്മൾ സാധാരണ ഉപനിഷത്തുകളിൽ എന്താ പറയുക, ഈ മാണ്ഡൂക്യ മുണ്ഡക പ്രശ്നോപനിഷത്തുകളിൽ പ്രത്യേകിച്ചും ശാന്തിപാഠമായിട്ട് ജപിക്കും ഒരു മന്ത്രം കൂടി ഉണ്ട്, പ്രസിദ്ധമായിട്ടുള്ള മന്ത്രം. ഓം ഭദ്രം കർണേ വിശ്രുണിയാമദേവ ഭദ്രം പശ്യേമാക്ഷരജത്ര സ്ഥിരേരംഗേ സുഷ്ടുവാംഗഹസ്തനൂതി വിഷേമദേവഹിതം വെതായു. അങ്ങനെ പോവത്. ആ ഭദ്രം കർണേഭി എന്ന് പറഞ്ഞതിൽ കിടക്കുന്നുണ്ട് ഈ ടോപ്പിക്കിൻ്റെ ശക്തി. ഞാൻ സാധാരണ എൻ്റെ അടുത്ത് ഇപ്പോൾ പലരും വേദത്തിൻ്റെ മഹാത്മ്യം പറയും, കടലാണ് നമ്മളെ കൊണ്ടാവില്ല. ആദ്യമായിട്ടാണ് വേദശ്രവണത്തിൻ്റെ മഹാത്മ്യം പറയാൻ ഒരു അവസരം വരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പൊതുവേദിയിൽ ഗുരുവായൂരപ്പൻ നിശ്ചയിച്ച പ്രഭാഷണമെന്ന് പറയും ഞാനിത്. അത് നേരത്തെ സാറത് എലോബറേറ്റ് ചെയ്തില്ല, അത് അദ്ദേഹത്തിൻ്റെ മഹിമ. അതുണ്ടായത് വളരെ രസമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭഗവാൻ അനുഗ്രഹിച്ചിട്ട് എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും കയറി ചെല്ലാനുള്ളൊരു സൗകര്യം തന്നിട്ടുണ്ടെങ്കിലും ഞാൻ 1000 രൂപ ടിക്കറ്റ് എടുത്ത് തൊഴാറുണ്ട്. ആ തൊഴുന്ന സമയത്ത് ആ ടിക്കറ്റിൻ്റെ ആ ക്യൂവിൽ കയറി നിന്നപ്പോൾ ക്യൂ വളരെ വലിപ്പം കൂടിയത് കൊണ്ട് ഒരു സെക്യൂരിറ്റിക്കാരൻ, എനിക്കറിയുന്ന ഒരാളാണ്, അയാൾ പൊടുന്നനെ വന്നിട്ട് പറയണത്, ഇങ്ങനെ നിൽക്കുന്ന പോലെ എല്ലാവരും ഒന്ന് വളഞ്ഞു നിൽക്കൂ, ഇങ്ങോട്ട് കയറി നിൽക്കൂ എന്ന് പറഞ്ഞു. ആ കയറി നിന്നതിൽ സാർ എൻ്റെ അടുത്ത് വന്ന് നിന്നു. സാർ എന്നോട് ചോദിച്ചു, ഇന്ന ആളല്ലേ എന്ന് ചോദിച്ചു. ഞാനിങ്ങനെ പേർഡ്യൂ യൂണിവേഴ്സിറ്റിയിൽ കെമിസ്ട്രിയുടെ പ്രൊഫസറാണ്, എൻ്റെ പേര് ഇതാണ് എന്ന് പറഞ്ഞിട്ട് സാറും പത്നിയും അവരുടെ പുത്രനും ഉണ്ടായിരുന്നു.
ഞങ്ങളങ്ങനെ സംസാരിച്ചുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ ചെല്ലണു, ഒന്നിച്ച് തൊഴണു. തൊഴുത് പുറത്ത് വന്ന ഉടനെ സാർ എൻ്റെ അടുത്ത് പറയണം, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്, ഞാൻ വിളിക്കും. അന്ന് ഗുരുവായൂരപ്പൻ നിശ്ചയിച്ച പ്രഭാഷണം ശരി. ഈ പ്രഭാഷണം ഉണ്ടായതുകൊണ്ട് ഇന്ന് രാവിലെ ഇപ്പോൾ പൂങ്കുന്നത്തും ഇവിടെ പ്രഭാഷണം ഉണ്ടായത്. കാരണം അല്ലെങ്കിൽ തൃശ്ശൂർ സത്യം പറഞ്ഞാൽ മുതുവറയാണ് എൻ്റെ സ്ഥിരം കേന്ദ്രം. അവിടെ ഞാൻ വരും 11 ദിവസം, 12 ദിവസം, 7 ദിവസം, 8 ദിവസം ഇങ്ങനെയൊക്കെ പ്രഭാഷണം നടത്തി പോക്കാൻ പതിവ്. അല്ലെങ്കിൽ ചൂരക്കോട്ടുകാവിൽ വരും. പക്ഷെ നഗരത്തിൻ്റെ അകത്ത്, അതും വേദം ഉരുവിടുന്നൊരു സ്ഥലത്ത് വേദമൂർത്തിയായിട്ടുള്ള ശാസ്താവിൻ്റെ സാന്നിധ്യത്തിൽ, ഇപ്പോൾ സെക്രട്ടറി സാറ് പറഞ്ഞു സ്വാമിയുടെ നിശ്ചയിരിക്കുന്നത് സത്യമാണ്. സ്വാമിയാണ് ആ കണ്ണൂർ മഴ പെയ്യിച്ചതും ആ ട്രക്കിനെ ഇവിടെ കൊണ്ടുവന്നിട്ടതും. എന്നാലേ സ്വാമിയുടെ അടുത്ത് എന്നെ പിടിച്ചിരുത്തിയിട്ട് സ്വാമിക്ക് ഇവൻ എന്താ അബദ്ധം പറയണതെന്ന് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. സ്വാമിയുടെ താന്ത്രിക മന്ത്രങ്ങളിലെ ഒരു വിശേഷ രഹസ്യ മന്ത്രം തന്നെ വേദാത്മനെ എന്നൊരു വാക്കുണ്ട്. അത് വേദം ജപിക്കുന്നതിൽ നിഷ്കർഷം ഉണ്ടാവാനും ഉറയ്ക്കാനും വേണ്ടി ജപിക്കേണ്ടതാണ്. ഹരിഹരപുത്ര സ്വാമിയുടെ തന്ത്രങ്ങളിൽ, ശാസ്താകൽപദ്രുമം പോലുള്ള ഗ്രന്ഥങ്ങളിൽ പോലും പറയാത്ത വളരെ രഹസ്യമായിട്ട് തമിഴ്നാട്ടിൽ സ്വാമിയെ പരദേവതമായിട്ട് ആരാധിക്കുന്ന തമിഴ് ബ്രാഹ്മണ കുടുംബങ്ങളിൽ പലർക്കും രഹസ്യമായിട്ട് അറിയാവുന്ന ഒരു മന്ത്രമാണ്. അത് വേദം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സ്വാമി വേദമൂർത്തി. അപ്പോൾ ഭഗവാന്റെ അടുത്ത് തന്നെ ഇരുന്നിട്ട് അത് പറയാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷം. അപ്പോൾ ഭദ്രം കർണാവിയാണ് പറഞ്ഞു വന്നത്, അല്ലയോ ദേവന്മാരെ, കാതുകൾ കൊണ്ട് ഞങ്ങൾക്ക് മംഗളമായത് കേൾക്കുമാറാകട്ടെ എന്നാണ് പറഞ്ഞത്. ഭദ്രം കർണേവി ശൃണിയാമദേവ, ഭദ്രം പശ്യേമ. അല്ല, കാണിച്ചു തരണേന്ന് പിന്നെ പറഞ്ഞിട്ടുള്ളൂ. ആദ്യം കേൾപ്പിച്ചു തരണേന്നാണ് പറഞ്ഞത്. കർണങ്ങളെ കൊണ്ട് കേൾപ്പിച്ചു തരിക, പിന്നെയാണ് കാണിച്ചു തരാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഭാഗവതമൊക്കെ പരിചയിച്ചിട്ടുള്ള ആൾക്കാരാണ്. എല്ലാവർക്കും നവതാഭക്തി എന്താണെന്നറിയാം. എങ്ങനെയാണ് നവതാഭക്തി തുടങ്ങണേ? ശ്രവണം കീർത്തനം വിഷ്ണു എന്ന് പറഞ്ഞിട്ടാണ്. കേട്ടിട്ടാണ് തുടക്കം. ഗർഭാവസ്ഥയെ കിടക്കുമ്പോൾ പ്രഹ്ലാദം കേൾക്കണം, എവിടെയോ ഇരുന്ന രുക്മിണി ഭഗവാനെ കുറിച്ച് കേൾക്കണം. കേട്ട് 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 സാക്ഷാത്കാരം കിട്ടിയ ആൾക്കാരവരൊക്കെ വെറുതെ കേട്ടിട്ട്. ഞാൻ പലപ്പോഴും രുക്മിണിയെക്കുറിച്ച് പറയാറുണ്ട്. രുക്മിണി കേട്ടിട്ട് സാക്ഷാത്കാരം കിട്ടും. അത് തേരിൽ വലിച്ചു കയറ്റുമ്പോഴാളെ കാണുന്നത്. നമ്മളെ മാതിരി ഇങ്ങനെ ഒരാളുണ്ടോ എന്ന് സംശയിച്ചില്ല. സാക്ഷാത്കാരം കിട്ടുന്ന നിമിഷത്തിൽ കാണുകയും ചെയ്യും. അല്ലാണ്ട് കണ്ടിട്ട് സ്വീകരിച്ചിട്ടുള്ളതല്ല. അതാണ് ശ്രവണത്തിൻ്റെ ശക്തി. ഈ വേദശ്രവണത്തിൻ്റെ ശക്തി തന്നെയാണ് പുരാണങ്ങളിലും ഉപനിഷത്തുകളിലും മുഴുവൻ കേൾക്ക് 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 എന്ന് ഗീതയിൽ അത് ശ്രദ്ധയോടെ കേൾക്കുക എന്നും പറഞ്ഞ് അടിച്ച് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ പുരാണത്തിൽ പറയുന്നത് വേറെ, വേദം വേറെ, അത് വേറെ അല്ല. വേദമാണ് ധർമ്മമൂലം, ഒരു സംശയമില്ല. അതിൻ്റെ മുകളിൽ പണിതുയർത്തിയ വലിയ കെട്ടിടങ്ങളിൽ ഓരോ മുറിയിൽ ഇരുന്നിട്ട് എൻ്റെ മുറി മാത്രം ശരി, എൻ്റെ മുറി മാത്രം നല്ലതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അടിത്തറ വേദമാണ്. വേദത്തിൻ്റെ മുകളിൽ ചവിട്ടി നിന്നിട്ടാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. സൂക്ഷിക്കണം. എന്നാൽ പോലും പറയട്ടെ, അതിൽ ചവിട്ടി നിന്നിട്ടാണ് ഈ ധർമ്മം നിലനിൽക്കുന്നത്. അതിൻ്റെ തോളത്തിരുന്നിട്ട് ആ വലിയ ചക്രവാളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കാഴ്ചയ്ക്ക് മുൻപ് കേൾവിയാണെന്നുള്ള സൂക്ഷ്മ വസ്തുത ഉപനിഷത്ത് ചൂണ്ടിക്കാണിച്ചിട്ട് നമുക്ക് പ്രാർത്ഥനയിൽ വരുമ്പോൾ തന്നെ അതങ്ങനെ വരുന്നു. ഭദ്രം കർണേവി ആദ്യവും ഭദ്രം പശ്യമാന്ന് പിന്നീട്. അപ്പോൾ വേദപാരമ്പര്യത്തിൽ ജ്ഞാനത്തിൻ്റെ പ്രഥമദ്വാരം, പ്രവേശനദ്വാരം എന്ന് പറയുന്നത് കാതാണ്, ചെവിയാണ്. നമ്മളെ ആദ്യം വഴിതെറ്റിക്കുന്നത് നമ്മുടെ കണ്ണാണ്. നമ്മളെ ആദ്യം രക്ഷിക്കുന്നത് നമ്മുടെ കാതാണ്. ഞാൻ പലപ്പോഴും പ്രഭാഷണങ്ങളിൽ പറയാറില്ലേ, ഒരാൾ വന്നിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് ഇതിൽ കൂടെ ഒന്ന് പോയാൽ മതി, എല്ലാവരുടെയും തല അങ്ങോട്ട് തിരിയും, ശ്രദ്ധ മാറും. കണ്ണിനെ നിയന്ത്രിക്കാൻ നമുക്കറിയില്ല. കുറച്ചുകൂടെ ഉയർച്ചയുള്ള ശബ്ദം വന്നാലൊന്നും തിരിഞ്ഞു നോക്കാം. പക്ഷെ ഒരു ഇലയിലക്കം വന്നാൽ മതി, നമ്മുടെ കണ്ണങ്ങോട്ട് മാറും. ഇന്ദ്രിയ നിയന്ത്രണത്തിൽ ആദ്യം വരേണ്ടത് കണ്ണാണ്. പിന്നെ രാവിലെ കൂടെ ഞാൻ പോകുന്നത് പറഞ്ഞു, വില്ലുമംഗലം കണ്ണ് ചൂഴ്ന്നെടുത്തിട്ട് വൃന്ദാവനത്തിലേക്ക് പ്രവേശിക്കാൻ കാരണം എൻ്റെ കണ്ണാണ് പ്രശ്നം എന്ന് തിരിച്ചറിഞ്ഞോണ്ടാണ് ലീലാശുരൻ. അപ്പോൾ വേദപാരമ്പര്യത്തിൽ ജ്ഞാനം ആദ്യം കിട്ടുന്നത് കാത് വഴിയാണ്. കേട്ടിട്ട് അമ്മയുടെ ഗർഭത്തിൽ കിടക്കുമ്പോൾ നല്ല വാക്കുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ, മന്ത്രങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ, സ്തുതികൾ കേട്ടിട്ടുണ്ടെങ്കിൽ, നാമം കേട്ടിട്ടുണ്ടെങ്കിൽ അതെവിടെയോ പോയി തട്ടും. അതവിടെ ഉണ്ടാവും നമ്മുടെ ഉള്ളിൽ. അതുകൊണ്ട് സ്വയം നല്ലത് കേൾക്കാനായിട്ട് പ്രാർത്ഥിക്കണ വരികളാണ് വേദം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതാണ് ധനപാടികളുടെ മനോഹരമായിട്ടുള്ള പ്രാർത്ഥനയുടെ അന്തസ്സത്തയിൽ തന്നെ ഇരിക്കുന്നത്. അതിൽ ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു വർണ്ണനയുള്ള ശാന്തിമന്ത്രം കൂടെ ചേരുമ്പോൾ അന്തരീക്ഷം പൂർണ്ണവും.
കേൾക്കാൻ മാത്രം പഠിച്ചാൽ പോരാ, അവിടെ ഗുരുത്വം വേണം. അതുകൊണ്ടാണ് സഹനാവവതു സഹനോ ഭുനക്തു എന്ന് പറഞ്ഞിട്ട് വരുന്നല്ലേ. ഗുരുവും ശിഷ്യരുമായിട്ടുള്ള ഞങ്ങളെ ഒരുമിച്ച് രക്ഷിക്കട്ടെ. ആര്? ബ്രഹ്മം. നമുക്കതിന് വിഷ്ണുഭക്തന് ഗുരുവായൂരപ്പൻ നാരായണൻ എന്ന് പറയാം, ശിവഭക്തന് സദാശിവൻ എന്ന് പറയാം, ദേവീഭക്തന് പരാശക്തി എന്ന് പറയാം, അല്ല വേദാന്തിക്ക് ബ്രഹ്മം എന്ന് പറയാം, ബൗദ്ധന് വേണമെങ്കിൽ ശൂന്യം എന്ന് പറയാം. നമ്മൾ എന്ത് പേര് വിളിച്ചാലും എന്തോ അത് ആ വസ്തു അത് നമ്മളെ രക്ഷിക്കട്ടെ, ഒരുമിച്ച് പോഷിപ്പിക്കട്ടെ. ഞങ്ങൾ ഒരുമിച്ച് വീര്യത്തോടെ യത്നിക്കട്ടെ. ഞങ്ങൾ പഠിച്ച് തേജസ്വി ആവട്ടെ എന്നാണ് പറയുന്നത്. തേജസ്വീനാവതീതമസ്തു. അഗ്നി വർദ്ധിക്കട്ടെ എന്ന് നമ്മൾ. ഞങ്ങൾ പരസ്പരം ദ്വേഷിക്കാണ്ടിരിക്കട്ടെ എന്ന് പറയണം. മാ വിദ്വിഷാവഹൈ. ഇത് പ്രധാന പാഠം. അപ്പം നല്ലത് കേട്ട് പഠിച്ചു തുടങ്ങണ ഒരാൾക്ക് ഗുരുത്വം കൂടെ ഉണ്ടെങ്കിൽ, അവന് ശ്രദ്ധയുണ്ടെങ്കിൽ, അവനുണ്ടാവുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി അവന് ദ്വേഷവിചാരം ഉണ്ടാവില്ല. കാരണം നമ്മുടെ സകല കുഴപ്പങ്ങളിലും കാരണം ഒരു കാര്യം ഇങ്ങനെ ആവണം എന്നുള്ള നമ്മുടെ ശാഠ്യവും, ഒരു കാര്യം അങ്ങനെ നടക്കണം, എന്തിനങ്ങനെ നടക്കണം, അങ്ങനെ നടക്കാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ രാഗമാണ്. ഈ രാഗം നമ്മുടെ പിടിവാശിയാണ്. ഇത് നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന വികാരം ദ്വേഷം. ഇതാണ് രാഗവും ദ്വേഷവും. ഇത് വെച്ചിട്ടുള്ള ഗെയിമിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗെയിമാണ് ഭഗവാൻ. ഇതിനെയാണ് ഗീതയിലും കാണിച്ചു തന്നത്, സകല ശാസ്ത്രങ്ങളിലും വേദത്തിൽ മുഴുവൻ കാണിച്ചു തന്നിട്ടുള്ളത്. ഇത് ശ്രദ്ധിക്കാൻ. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെ? ആ ക്ലെൻസിങ് എവിടുന്നാണ് തുടങ്ങേണ്ടത്? ആ ശുദ്ധീകരണം കേൾവി കൂടെയാണ് തുടങ്ങേണ്ടത്. അതുകൊണ്ട് അധ്യയനമാണെങ്കിലും അധ്യാപനാണെങ്കിലും പഠിക്കലാണെങ്കിലും പഠിപ്പിക്കലാണെങ്കിലും ശ്രവണത്തിൽ കൂടെയാണ് നടക്കണമെന്നുള്ള സൂചന അടിച്ചുറപ്പിച്ചു വെച്ചിരിക്കുന്നു. ഉറപ്പിച്ചു വെച്ചിരിക്കുന്നു. കേൾക്കുക, എങ്ങനെ ശ്രദ്ധയോടെ കേൾക്കണം. അങ്ങനെയുള്ളവരെ ജ്ഞാനത്തിന് അർഹതയുള്ളൂ എന്ന് ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാത്തവന് വെറുതെ കേട്ടിട്ട് കാര്യമില്ല. നിങ്ങൾ അങ്ങനെ പറഞ്ഞോ, ഞാൻ കേട്ടില്ലല്ലോ പറയും. കേട്ടോണ്ടിരിക്കണ്ടാവും. കടന്നുപോയി, ഇങ്ങനെ കടന്നുപോയി. അപ്പം പിടിച്ചെടുക്കാനും കൂടെ സാധിക്കണം. അതുകൊണ്ട് വേദശ്രവണം എന്ന് പറഞ്ഞാൽ വേദത്തിനെ വെറുതെ കേവലം കാതുകൊണ്ട് കേൾക്കുക എന്നുള്ള ഭൗതികമായിട്ടുള്ളൊരു ഫിസിക്കൽ ആക്ടിവിറ്റി അല്ലാതെ അത് ശ്രദ്ധയോടും വിനയത്തോടും ഭക്തിയോടും കൂടിയിട്ട് സ്വീകരിക്കണം. ഗുരുവിൻ്റെ മുഖത്തുനിന്ന് പുറപ്പെടുന്ന ശബ്ദം ശിഷ്യൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്ന പവിത്രമായ ക്രിയയാണ് വേദശ്രവണം. ഈ ശ്രവണത്തിൻ്റെ ശക്തി പറയുമ്പോൾ തന്നെ ഇത് പുറപ്പെടുന്ന ശബ്ദത്തിൻ്റെ ഉടമയ്ക്കും കൂടെ ഉണ്ടാവേണ്ട ഒരു ഭാവം പറയാം. അതിന് ഞാൻ ഒരു ചരിത്ര കഥ എടുക്കാൻ ഞാൻ വേറെ ചില കോണ്ടെക്സ്റ്റിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ശ്രീരംഗം ക്ഷേത്രത്തിൽ ചൈതന്യ മഹാപ്രഭു താമസിച്ചിട്ട് തൊഴുതിരുന്നു കുറേ കാലം. ഇത് ഞാൻ പലപ്പോഴും നിങ്ങൾ സ്ഥിരം കേൾക്കണവർക്ക് ഈ കഥ കേട്ടിട്ടുണ്ട്, പക്ഷേ ഈ കോണ്ടെക്സ്റ്റിൽ ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം എപ്പോഴും ഗോപുരത്തിൽ കൂടെ, ആ തെക്ക് വശത്തെ ഗോപുരത്തിൽ കൂടെ അത്ര അകത്തേക്ക് പോവുക. അവിടെ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ആദ്യത്തെ പ്രാകാരത്തിൻ്റെ പുറത്ത് മണലിൽ, ചുട്ടുപഴുത്ത മണലിൽ ഒരു പാവം മനുഷ്യൻ ഇരുന്നിട്ട് ഗീതയിലെ ശ്ലോകങ്ങൾ കരഞ്ഞോണ്ട് ഉരുവിടുണ്ടാവും. എന്നിട്ട് അതിന് വ്യാഖ്യാനവും പറയും. കാണാനോ കേൾക്കാനോ ഒരു മനുഷ്യനില്ല. അന്തരീക്ഷത്തിലേക്കാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം നടക്കുന്നത്. പക്ഷെ പൊട്ടിക്കരയും. ചില ഭാഗങ്ങളൊക്കെ പറയുമ്പോൾ കടുത്ത ഫിലോസഫിയുടെ ഭാഗമൊക്കെ പറയുമ്പോൾ ഏതോ ഭക്തിയിൽ കുളിച്ച കഥ കേൾക്കണ മാതിരി ഇരുന്ന് പൊട്ടിക്കരയുണ്ടാവുകയാണ്. നമ്മൾ വിചാരിക്കും ഈ ഫിലോസഫി പറഞ്ഞിട്ട് എന്തിനാ ഈ മനുഷ്യൻ കരയണം? ചൈതന്യ മഹാപ്രഭു മഹാപണ്ഡിതൻ. അദ്ദേഹം ഭക്തിയിലെത്തിയത് പാണ്ഡിത്യത്തിൻ്റെ മറുകര കടന്നിട്ടാണ്. അദ്ദേഹം ഇതിങ്ങനെ കൗതുകത്തോടു കൂടി നോക്കി നിൽക്കും, പക്ഷെ ഡിസ്റ്റർബ് ചെയ്യില്ല അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട്. മഹാത്മാക്കൾ അങ്ങനെയാണ്. വേറൊരാൾ ആനന്ദത്തിന് വിഘാതം ഉണ്ടാക്കില്ല. എനിക്കും അറിയാം, ലെറ്റസ് ഡിസ്കസ് എന്ന് പറഞ്ഞിട്ട് അവർ നിന്നിട്ട് കുഴപ്പമുണ്ടാക്കില്ല. അവർ മാറി എന്ന് നോക്കിയിട്ട് ഒരു ദിവസം അദ്ദേഹം ഈ ഗീത പറച്ചിലൊക്കെ കഴിഞ്ഞിട്ട് എണീച്ചിട്ട് പൊടിയൊക്കെ തട്ടിക്കുടഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ മെല്ലെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, ഞാൻ അങ്ങേ ഏകദേശം 1 മാസമായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അങ്ങ് ആരാണ്? മാത്രമല്ല വളരെ കട്ടിയായിട്ടുള്ള വിഷയങ്ങൾ പറയുമ്പോൾ പോലും അങ്ങ് ഇങ്ങനെ കണ്ണീര് തൂവുണ്ടല്ലോ. അങ്ങേക്ക് അങ്ങ് അനുഭവിക്കണ ആനന്ദം എന്താണെന്ന് അറിയാണ്ട് എനിക്കത് വേണം എന്നുള്ളൊരു തോന്നൽ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കിൽ കിടക്കുന്നുണ്ട്, വേദം ജപിക്കുന്ന ഓരോരുത്തരുടെയും മനോനില എങ്ങനെയായിരിക്കണം എന്നുള്ളത്. അദ്ദേഹം പറയാത്രേ, ഞാൻ ഒരു പിണ്ഡം, ഒരു സാധാരണ മഹാഭാവിയായിട്ടുള്ള ഒരുത്തൻ, എൻ്റെ തൊണ്ടയെന്ന് ആ ഭഗവാന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ശ്ലോകങ്ങൾ വരുന്നല്ലോ എന്ന്. ഈ പാവിയായിട്ടുള്ള എൻ്റെ ഉള്ളിൽ നിന്ന് ഭഗവാന്റെ ഹൃദയത്തിൽ നിന്ന് സ്ഫുരിച്ച ശ്ലോകങ്ങൾ എൻ്റെ തൊണ്ടയെ കൂടെ വൈകരിയിട്ട് വരുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വിറ കൊണ്ടിട്ട് ഞാൻ കരയണം. അപ്പോൾ വേദം ജപിക്കണവന് എത്ര കരയണം? ബ്രഹ്മത്തിൻ്റെ അപൗരുഷയമായിട്ട് ആര് സൃഷ്ടിച്ചു എന്ന് പോലും അറിയാത്ത അറിവ്
ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വൈഖരിയായിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ, അത് കേൾക്കുമ്പോൾ നമ്മുടെ ഭാവം എന്തായിരിക്കണം? അപ്പോൾ വേദം പാരായണോ ജപിക്കണേൻ്റെയും മഹത്വം അവിടെ പറഞ്ഞു വെച്ചു കഴിഞ്ഞു. കേൾക്കുന്നതും പറയുന്നതും ഒരേപോലെയാണ്. കാരണം പറയണവനും കേൾക്കുന്നുണ്ട്. അവനവൻ്റെ ഉള്ളിൽ നിന്ന് വരുമ്പോൾ നമ്മൾ മാറി നിന്നിട്ട് ഭഗവാനെ എൻ്റെ ഉള്ളിൽ നിന്നാണല്ലോ ഇത് വരണത് എന്ന ആനന്ദത്തോട് കൂടിയിട്ട് ഒരു നിമിഷം ചിന്തിച്ചാൽ മതി, ഉടമസ്ഥാവകാശം പോവും, ശരണാഗതിയും. അങ്ങനെ കിട്ടുമ്പോഴാണ് പ്രഭാഷണമാണെങ്കിലും ജപമാണെങ്കിലും പാരായണമാണെങ്കിലും അത് അകത്തേക്ക് വരുള്ളൂ. നമ്മളല്ല ഇത് പറയണത് എന്ന ബോധ്യം അനുഭവിക്കുക. അപ്പോൾ ഗുരുവിൻ്റെ മുഖത്തുനിന്ന് പുറപ്പെടുന്ന ശബ്ദം ശിഷ്യൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. ഈ ക്രിയയാണ് വാസ്തവത്തിൽ ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് അച്ചടിയുടെയും എഴുത്തിൻ്റെയും ഒക്കെ ഇന്നത്തെ കാലത്ത്, നമ്മുടെ കാലത്ത് ഇന്നിപ്പോൾ നമുക്ക് റെക്കോർഡ് ചെയ്ത് വയ്ക്കാം, യൂട്യൂബിൽ കേൾക്കാം, എന്തും ചെയ്യാം. വേദം കേൾക്കണം എന്ന പാരമ്പര്യം ഇത്ര നിർബന്ധപൂർവം പറഞ്ഞ എന്തിനാണ്? വൈ ഷുഡ് ബി ലിസൺ, ലേൺ ടു ലിസൺ ടു വേദ. അതിത്രയ്ക്കും നിഷ്കർഷയോട് കൂടിയിട്ട് വേണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താ? ആ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു ഏതാനും പടവുകൾ കാണാം. ഒന്ന് വേദത്തിൻ്റെ പേരിൽ തന്നെ ഇരിക്കുന്നുണ്ട്, ശ്രുതി. ശ്രവണത്തിലാണ് അത് അധിഷ്ഠിതം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേരിൽ തന്നെ ഇരിപ്പുണ്ട്, അത് കേൾക്കാനുള്ളതാണ്. ദിസ് അപ്ലൈസ് ടു ഭാഗവതം ഓൾസോ. ഇത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ആചാര്യൻ ഇരിക്കുമ്പോൾ ഒരു പുസ്തകം കൊണ്ടേ വെച്ചിരിക്കും അമ്മമാർ, എന്നിട്ട് അങ്ങോട്ട് എന്ത് തെറ്റാ പറയണമെന്ന് നോക്കിക്കൊണ്ടിരിക്കും. ഭാഗവതം കേൾക്കാനുള്ളതാ, ഒപ്പം വായിക്കാനുള്ളതല്ല. ഭാഗവത ശ്രവണം. കാരണം ആ പാരമ്പര്യം വേദത്തിൽ നിന്ന് വരുന്നതാണ്. വേദം ആചാര്യൻ ഇരുന്നിട്ട് ജപിക്കുമ്പോൾ അവിടെ ഇരുന്നിട്ട് ഒപ്പം പുസ്തകം നോക്കിയിട്ട് ഇയാൾ എന്താ തെറ്റ് വരുത്തണം നോക്കിക്കൊണ്ടിരിക്കാനുള്ളതല്ല. അത് എൻ്റെ ബുക്കിൽ ഇങ്ങനെയല്ലല്ലോ പറയും, എന്നിട്ട് എൻ്റെ ബുക്കാണ് ശരിയെന്ന വെപ്പ്. വേദത്തിന് അങ്ങനൊന്നുമില്ല. വേദത്തിലും പാഠഭേദങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ശാഖകളുണ്ടായത്. ആ ഓരോ ശാഖയ്ക്കനുസരിച്ചിട്ടുള്ള നിയമത്തിനനുസരിച്ചിട്ട് ജപിക്കുമ്പോൾ കേൾക്കാനാണ് വിധിച്ചിട്ടുള്ളത്. കേൾക്കുക, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ശ്രുതി ശ്രവണത്തിൽ അധിഷ്ഠിതം. 2, ജ്ഞാനത്തിൻ്റെ പ്രഥമ സോപാനം, ആദ്യം കയറി നിൽക്കണം ഫസ്റ്റ് പടി ശ്രവണ. കാരണം ഇതാ എങ്ങനെയാണ് ജ്ഞാനം ഉണ്ടാവുക? ആദ്യം കേൾക്കണം, പിന്നെ മനനം ചെയ്യണം, പിന്നെ നിധിധ്യാസനം ഉണ്ടാവണം. അപ്പം 3 പടിയുണ്ട്. ഈ 3 പടിയിൽ ഫസ്റ്റ് പടി ശ്രവണ. അതുകൊണ്ട് ജ്ഞാനത്തിൻ്റെ 1ാമത്തെ പടി ശ്രവണം. പിന്നെ ഈ ശ്രവണ മഹാത്മ്യത്തിന് കുറേ പ്രമാണ പരമ്പരകളുണ്ട്. ഗുരുവായൂരപ്പ സത്യമായിട്ടും ഇനി ഒരു ദിവസവും നമുക്ക് പോരാ പ്രമാണം എടുത്താൽ. ഓരോ പ്രമാണം എടുത്താൽ നമുക്ക് ഒരു സപ്താഹോ അല്ലെങ്കിൽ നവാഹോ ഒക്കെ നടത്താനുള്ള അത്രയുണ്ട്. ഈ ശ്രവണ പാരമ്പര്യത്തിൻ്റെ ശ്രവണ മഹാത്മ്യത്തിൻ്റെ പ്രമാണം എടുത്തിട്ട് ഓരോ മന്ത്രവും എടുത്തിട്ട് നോക്കിയാൽ തന്നെ ശ്രവണത്തിൻ്റെ പ്രധാനപ്പെട്ട ഇന്ദ്രിയം, വൈദിക ദർശനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ദ്രിയം കർണം. കർണത്തിൻ്റെ ഒരു മഹാത്മ്യം, ചെവിയുടെ മഹാത്മ്യം ആരും ചിന്തിച്ചു കാണില്ല. വേണ്ടാത്ത കേൾക്കാനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. കർണത്തിനെ എങ്ങനെ ശുദ്ധാക്കാമെന്ന് മാത്രം പറയുന്ന പദ്ധതികൾ. കേൾക്കുന്നത് കൊണ്ട് എന്താണ് ഫലം? പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള ഗൃഹസ്ഥർക്ക് അതിൻ്റെ ഫലമുണ്ട്. ഈ ചക്രത്തിൽ നിന്ന് രക്ഷ കിട്ടുമോ? അതിനുള്ള മാർഗമുണ്ടോ? ഇതൊക്കെ നമുക്ക് കാണിച്ചു തരുന്നു. പിന്നെ പല പല മഹാനദി പോലെ, ഗംഗ തന്നെ എത്രയോ കൈവഴികളായിട്ട് ഒഴുകി ചേർന്നല്ലേ മഹാനദിയായിട്ടുള്ളൊരു ഗംഗയാവണത്. അതുപോലെ നമുക്ക് തമിഴ്നാട്ടിലെ പാരമ്പര്യങ്ങൾ, ആന്ധ്രയിലെ പാരമ്പര്യങ്ങൾ, കർണാടകത്തിലെ പാരമ്പര്യങ്ങൾ, കേരളത്തിലെ പാരമ്പര്യങ്ങൾ, അങ്ങനെ അനവധി പാരമ്പര്യങ്ങൾ. ഇപ്പോൾ കേരളത്തിലെ പാരമ്പര്യങ്ങളിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ച് പഠിപ്പിക്കുമ്പോൾ, വേദം പഠിപ്പിക്കുമ്പോൾ തല പിടിച്ചിട്ട് ആക്കിയിട്ടാണ് പഠിപ്പിക്കുക. വേദം കേൾക്കുന്ന വേദത്തിനെ ശരീരത്തിലേക്ക് സന്നിവേശിപ്പിക്കണ വിദ്യയാണ്. ബോഡിയിലേക്ക് എംബഡി ചെയ്യാണ് ചെയ്യുന്നത് കേരള സമ്പ്രദായത്തിൽ. ആ സമയത്ത് ഒരാൾ ശരിയാണോ തെറ്റാണോ നോക്കാൻ വേണ്ടി മുന്നിലിരിക്കുന്നുണ്ടാവും. തെറ്റായ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, കയ്യിൻ്റെ ചലനത്തിൽ മനസ്സിലാക്കിക്കൊള്ളണം. ഈ വിദ്യ പഠിപ്പിച്ചു കൊടുത്ത ആൾ ആരാണെന്ന് പുരാണ പ്രസിദ്ധമായിട്ടൊരു കഥയുണ്ട്. തിരുനാവായ വന്നിട്ട് ഘടോൽക്കചന. ആലോചിച്ച് നോക്കൂ, ഘടോൽക്കചൻ എന്ന് പറഞ്ഞ രാക്ഷസനാ. ഘടോൽക്കചൻ്റെ ഉപദേശം കിട്ടിയിട്ടാണ് അത്ര ആ സമ്പ്രദായം ഇവിടെ വന്നതെന്ന്. അപ്പം ഇവരൊക്കെ തന്നെ അവരുടെ ജന്മം എന്തോ ആയിക്കോട്ടെ, അവരൊക്കെ വേദത്തിൻ്റെ മഹിമ അതുപോലെ അറിയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ആൾക്കാരായിരുന്നിരിക്കണം. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കഥ ഉണ്ടാവില്ലല്ലോ.
വേദം എന്ന വാക്കിന് വിദ്, അറിയുക എന്ന് പറയുന്ന ധാതുവിൽ നിന്ന് ഉണ്ടാവണമെന്നാണ് സാമാന്യമായിട്ട് പറയുക. അതായത് ജ്ഞാനം. അപ്പോൾ വേദത്തിന് പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ള വേറൊരു പേരാണ് ശ്രുതി, കേൾക്കപ്പെട്ടതെന്ന്. അപ്പോൾ ആ പേരിൽ തന്നെ ഇരിപ്പുണ്ട് വേദവിജ്ഞാനത്തിൻ്റെ സ്വരൂപം എന്താണെന്നുള്ളത്. കാരണം വേദം അടിസ്ഥാനപരമായിട്ട് കേൾക്കപ്പെടേണ്ട ശബ്ദമാണ്, എഴുതപ്പെടേണ്ട അക്ഷരമല്ല. കേൾക്കപ്പെടേണ്ട ശബ്ദമാണ്, എഴുതപ്പെടേണ്ട അക്ഷരമല്ല. ഈ റൂട്ട് നമുക്ക് തന്ത്രത്തിലും കാണാൻ പറ്റും. അതുകൊണ്ട് വേദവിരുദ്ധാണ് തന്ത്രം എന്ന് പ്രചരിപ്പിക്കുന്നവരോട് പറയേണ്ടത് പോയിട്ട് ബേസിക്സ് പഠിക്കും. പ്രപഞ്ചസാരമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ശങ്കരാചാര്യസ്വാമികൾ എന്തായാലും എഴുതി വെച്ചിരിക്കണം. അപൗരുഷേയത്വം, അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വേദമന്ത്രങ്ങളൊന്നും മനുഷ്യൻ എഴുതിയതല്ല. ഋഷിമാർ അവരുടെ ധ്യാനത്തിൽ കേട്ടതാണ്, കേൾക്കുകയാണ്. എവിടുന്നോ, എവിടെയോ, ആരോ എപ്പോഴോ ഉച്ചരിച്ചത് അന്തരീക്ഷത്തിലിരിക്കുന്നു. ആരുച്ചരിച്ചു? ആർക്കും അറിഞ്ഞു. ബ്രഹ്മദേവന് പ്രജാപതിക്ക് കിട്ടിയ മന്ത്രങ്ങൾ മുഴുവൻ അദ്ദേഹം മനുഷ്യകുലത്തിന് കൊടുത്തിട്ടാണ് വേദങ്ങൾ നമുക്ക് പ്രധാനമായിട്ടുള്ള 3 വേദങ്ങളും വന്നത്. എന്ന് വെച്ചിട്ട് അത് അവസാനിച്ചു എന്ന് പറയാൻ പറ്റില്ല. അവിടെയാണ് മഹാദേവന്റെ ഗ്രേറ്റ്നെസ് വരുന്നത്. പ്രജാപതിക്ക് കിട്ടിയത് മാത്രം വേദങ്ങളെ എന്ന് നിഷ്കർഷിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ദക്ഷന്റെ രാജ്യഭരണം നടക്കുന്നത്. ദക്ഷൻ സിവിലൈസേഷൻസിൻ്റെ നാഥനായിരുന്നു. ആ കാലത്ത് ഒരു മഹർഷിക്ക്, അങ്കിരസിന്, എവിടുന്നോ ഇന്നേ വരെ താൻ പഠിക്കാത്ത മന്ത്രങ്ങൾ കേൾക്കുന്നു. അദ്ദേഹത്തിന് കിട്ടുകയാണ്. എവിടുന്നോ വരികയാണ് മന്ത്രങ്ങൾ. ഇത് എവിടുന്നാ വരണത്? അദ്ദേഹം ആദ്യം ഭയന്നു പോയി, പേടിച്ചു പോയി. എനിക്ക് വല്ല ചിത്തഭ്രമാണോ? ഞാൻ അപചാരമാണോ ചെയ്യണത്? കാരണം അഗ്നിമേള എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഋക്ക് തൊട്ടിട്ട് സാമത്തിൻ്റെ അവസാനം വരെയുള്ള മന്ത്രങ്ങളൊന്നും പെടാത്ത മന്ത്രങ്ങളാണ് കേൾക്കണത്. ഇനി കേൾക്കുന്ന വേറെ ചില മന്ത്രങ്ങൾക്ക് സ്വഭാവമുണ്ട്, യജുസ്സിലും ഋക്കിലും ഉള്ളത്, പക്ഷെ വേറൊരു മീറ്ററിൽ പദങ്ങൾ മാറിയിട്ട്. അപ്പോൾ അദ്ദേഹം വിചാരിക്കണം എനിക്ക് എന്തോ കുഴപ്പം പറ്റി. പക്ഷേ അദ്ദേഹത്തിന് തന്നെ താങ്ങാൻ സാധിക്കുന്നില്ല. അദ്ദേഹത്തിലേക്ക് ഒരു മലവെള്ളപ്പാച്ചിലുമാരി ഈ മന്ത്രങ്ങൾ വരുന്നത്. അന്ന് പ്രധാന അതോറിറ്റി, അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി പ്രപഞ്ചത്തിൽ ദക്ഷൻ്റെ അടുത്ത് പോയിട്ട് പറയും, എനിക്ക് എന്താ സംഭവിക്കണമെന്നറിയില്ല, എനിക്ക് ഇങ്ങനെ മന്ത്രങ്ങൾ കിട്ടുന്നുണ്ട്, അങ്ങത് കേൾക്കാൻ ദയവുണ്ടായിട്ട് ഇതിനൊരു ഉചിതമായിട്ടൊരു തീരുമാനം പറയണം എന്ന് പറഞ്ഞു. ദക്ഷൻ അത് കേൾക്കാൻ പോലും കൂട്ടാക്കാണ്ട് പറഞ്ഞു, എൻ്റെ അച്ഛൻ പറഞ്ഞതിൻ്റെ അപ്പുറം വേദം നീ പറയേ, കടന്നു പോകും. അഹങ്കാരം കൊണ്ട് ഇറക്കി വിടുക. അന്ന് മഹാദേവൻ സതിയെ വിവാഹം ചെയ്തിട്ടൊന്നുമില്ല. ഭഗവാൻ ഏകാഗിയായിട്ട് കൈലാസ ശൃംഗത്തിൽ ഇരിക്കുന്ന കാലത്ത് അങ്കിരസ് മനസ്സ് തകർന്ന് ഭഗവാന്റെ അടുത്ത് ചെന്നിട്ട്, ഭഗവാനെ എനിക്ക് ചിത്തഭ്രമാണോ അല്ലയോ എന്ന് അവിടുന്ന് പറയണം, എൻ്റെ ഉള്ളിൽ ഇതങ്ങനെ കുറേ മന്ത്രങ്ങൾ വരുന്നു, എവിടെ കേൾക്കട്ടെ, നീ ജപിക്കോ. അദ്ദേഹം ആ മന്ത്രങ്ങൾ മുഴുവൻ പറഞ്ഞപ്പോൾ ഇത് വേദം തന്നെ, ഞാൻ ഇതിനേതാ 4ാമത്തെ വേദമായിട്ട് പ്രഖ്യാപിക്കണു, ഇത് അഥർവം എന്ന് പറയും. അഥർവണം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അതുകൊണ്ട് അഥർവം. അങ്കിരസിൻ്റെ മറ്റൊരു നാമം അഥർവണം. അതുകൊണ്ട് അങ്ങനെയും വേദം വരാം. മഹാദേവനും അത് എപ്പോഴാണ് അതിന് വേദം എന്ന സ്റ്റാറ്റസ് കൊടുത്തത്? വേദം കേട്ടിട്ടാണ്. കേൾക്കാണ്ടല്ല പറഞ്ഞത്. എവിടെ എഴുതി വെച്ച പുസ്തകം കാണിക്കുമെന്ന് പറഞ്ഞില്ല, ചൊല്ലൂന്നാണ് പറഞ്ഞത്. ചൊല്ലിക്കേട്ടപ്പോൾ നീ ആര് ചൊല്ലിക്കേട്ടതുണ്ടോ അത് നിന്റെ മനസ്സിൽ പതിഞ്ഞിട്ടില്ലേ, അത് നീ എനിക്ക് ചൊല്ലിത്താന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാൻ ശ്രവിച്ചിട്ട് വേദ സ്റ്റാറ്റസ് കൊടുത്തതാണ് അഥർവത്തിന്. പക്ഷെ അതിന് ആ മന്ത്രങ്ങളുടെ രൂക്ഷ സ്വഭാവങ്ങൾ കൊണ്ട് അതിനെ ഒന്നും നമ്മൾ മാറ്റി പിടിക്കണമെന്ന് മാത്രം. അതിരാത്രത്തിൽ അഥർവത്തിനും പ്രതിനിധിയുണ്ട്. അഥർവത്തിനും ഋക്കിനും പ്രതിനിധിയുണ്ട്, യജുസ്സിനും പ്രതിനിധിയുണ്ട്, സാമത്തിനും പ്രതിനിധിയുണ്ട്, അഥർവത്തിനും പ്രതിനിധിയുണ്ട്. പക്ഷെ അഥർവത്തിൻ്റെ പ്രതിനിധി മിണ്ടാണ്ടിരിക്കുകയുള്ളൂ. അവിടെ യജമാനൻ്റെ കൂടെ എപ്പോഴും ഇരിക്കും. ആവശ്യം വന്നാൽ മാത്രമാണ് പുള്ളി എണീക്കുക. യജമാനൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് വേദമന്ത്രങ്ങളൊക്കെ തന്നെ അന്തർജ്ഞാനത്തിൽ ആ ശബ്ദം ആദ്യം കേട്ട് പിന്നെ കണ്ട് ശ്രവിച്ചിട്ട് മാത്രമല്ല, മന്ത്രത്തിനെ അവർക്ക് കാണാൻ സാധിച്ചിരുന്നു. അതുകൊണ്ട് അവരെ മന്ത്രം ശ്രവിച്ചവരെന്നല്ല പറയാം, മന്ത്രദ്രഷ്ടാക്കളെന്ന് പറയാം, കണ്ടവരാ. മന്ത്രം ഭഗവാന്റെ അക്ഷരരൂപത്തിലുള്ള ശരീരം തന്നെയാണ്. ആ ശരീരത്തിനെ കാണും. അങ്ങനെ ശരീരത്തിന് കണ്ട് ആ ശരീരത്തിനെ ആഗിരണം ചെയ്ത് അത് വീണ്ടും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് അത് പരമ്പരയായിട്ട് കൈമാറി വന്നു. അതുകൊണ്ട് വേദമാദ്യം നാദമായി പിന്നെ ശബ്ദമായിട്ട് നിലനിൽക്കണം. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ മന്ത്രങ്ങളും ആ ഓർമ്മ കാരണമാണ് എന്ത് മന്ത്രമാണെങ്കിലും ഓം എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. അതാ വേദത്തിനോടുള്ള ബഹുമാനം, വേദശബ്ദത്തിനോടുള്ള ബഹുമാനം. അതുകൊണ്ട് നാദരൂപം പ്രഥമം,
ലിഖിത രൂപം ദ്വിതീയമാണ്. അത് മച്ച് ലേറ്റർ വന്നിട്ടുള്ളതാണ്, എത്ര ആയിരം കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളതാണ്. ആദ്യകാലങ്ങളെന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് വർഷങ്ങൾ, ചിലപ്പോൾ ഈവൻ യുഗങ്ങൾ ഇത് എഴുതി വയ്ക്കപ്പെട്ടിട്ടുണ്ടാവില്ല. നമ്മളിന്നും നാടൻ ഭാഷയിൽ ഓത്ത് എന്നാണ് പറയുക, ഓതിക്കൊടുക്കുന്നത്. കാരണം ഓതിയാലേ കേൾക്കുള്ളൂ. കേട്ട് 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 അതുകൊണ്ടാണ് ജനിതകമായിട്ട് മെമ്മറി വളരെ പവർഫുള്ളായിരുന്നു. വേദം അഭ്യസിച്ചിരുന്ന കുലങ്ങളിൽ മെമ്മറി വളരെ ഷാർപ്പായിരിക്കും. അനവധി കാര്യങ്ങൾ അവർക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. അതിൻ്റെ തന്നെ ഹൈറ്റാണ് നമ്മൾ ശങ്കരാചാര്യ സ്വാമികളിലും കാഞ്ചി പെരുവേലൊക്കെ കാണുന്നത്. ഏതോ കാലത്തൊക്കെ കേട്ടതൊക്കെ അവർ ഓർത്ത് പറയുമായിരുന്നു, ഒരു തവണയൊക്കെ കേട്ടത്. അതാ വേദത്തിൻ്റെ അഭ്യാസത്തിൻ്റെ പവറാണ്. നമ്മളൊരു സാധാരണ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ സാധാരണ പാഠം ഒരു സസ്വരായിട്ടോ ഗുരുമുഖത്തുനിന്നോ ഒന്നും അല്ലാണ്ട് തന്നെ വിഷ്ണു സഹസ്രം വെറുതെ വായിച്ച് പഠിക്കുന്ന ഒരാൾക്ക് പോലും അയാളുടെ മെമ്മറി ഷാർപ്പാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ പിന്നെ വേദം ചിട്ടയായിട്ട് പഠിക്കുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥ എന്തായിരിക്കും ആലോചിച്ച് നോക്കണ്ടല്ലേ. അതുകൊണ്ട് ശ്രുതി എന്ന പേരിൽ കേൾക്കപ്പെട്ടത് എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ കേൾക്കപ്പെട്ടത് അപൗരുഷയമായതുകൊണ്ട് അത് സ്വയം പ്രമാണമാണ്. വേദത്തിന് സ്വയം വേറെ പ്രമാണം അന്വേഷിക്കേണ്ട. വേദത്തിൻ്റെ പ്രൂഫ് എന്താണെന്ന് ചോദിച്ചാൽ വേദം തന്നെയാണ്. വേദത്തിന് എന്താ പ്രൂഫ്? വേദം തന്നെ. ഒരു വസ്തു അതിൻ്റെ തന്നെ പ്രൂഫായിട്ട്. സൂര്യൻ എന്താ പ്രൂഫ്? സൂര്യൻ തന്നെ. സൂര്യന് വേറെ പ്രൂഫ് കൊടുക്കാൻ പറ്റുമോ? സൂര്യൻ തന്നെയാണ്. ആബ്സല്യൂട്ടായിട്ടുള്ളതാണ്. ഇത് തന്നെ ഈ വേദാധിഷ്ഠിതമായിട്ട് ധർമ്മശാസ്ത്രാദികൾ ഉണ്ടായി വന്നപ്പോൾ അത് ഓർത്ത് വെക്കണം. ശ്രുതി കേട്ട് പഠിച്ചത് അതിൽ നിന്ന് ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ സ്മൃതിയായി. അങ്ങനെയാണ് നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ മുഴുവൻ ഉണ്ടായി വരുന്നത്. കോഡ് ഓഫ് കോണ്ടക്റ്റുകളൊക്കെ, ഡിസിപ്ലിൻ, അച്ചടക്കമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും സമൂഹത്തിൻ്റെ കാര്യമാണെങ്കിലും രാഷ്ട്രത്തിൻ്റെ കാര്യമാണെങ്കിലും അതാണ് സനാതനധർമ്മത്തിൻ്റെ ഗ്രേറ്റ്നെസ്. അത് ഏതെങ്കിലും ഒരു ദേവതയെ പൂജ കഴിച്ചിട്ട് ആ ദേവതയുടെ ലോകത്ത് പോകാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതല്ല. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും അത് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് ഈ വലിയ എഡിഫിസ് തന്നെ നിൽക്കുന്നത്. ജീവിതത്തിൻ്റെ എഡിഫിസ് തന്നെ, ആ കെട്ടിടം തന്നെ നിർത്തിയിരിക്കുന്നത് വേദത്തിൻ്റെ മുകളിലാണ്. അങ്ങനെ ശ്രുതിയെ ആശ്രയിച്ച് നിൽക്കുന്നത് ഓർമ്മിക്കേണ്ടതാണ്. അത് സ്മൃതി എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ശ്രുതിക്ക് എപ്പോഴും പ്രാമാണ്യത്തിൽ പ്രഥമസ്ഥാനം കൊടുത്തിട്ടുണ്ട്. ശ്രുതിയാണ് പ്രമാണം. അതുകൊണ്ട് എപ്പോഴും സ്മൃതിയിൽ എന്തെങ്കിലും സംശയം വന്നാൽ ശ്രുതി പോയിട്ട് നോക്കണം. ധർമ്മശാസ്ത്രങ്ങളിൽ എന്തെങ്കിലും സംശയം വന്നാൽ, ഇപ്പം നമ്മുടെ കാലഘട്ടത്തിൽ അറിയില്ല, ഇപ്പോൾ തൃശ്ശൂർ പണ്ട് എങ്ങനെയായിരുന്നു ആചാര്യന്മാർ ചെയ്തിരുന്നത് നോക്കിയാൽ ഒരു സംശയം വന്നാൽ പണ്ഡിത സഭ ആദ്യം ചെയ്യാൻ, സ്മൃതിയിൽ സംശയം വന്നാൽ ഉടനെ ശ്രുതിയിൽ പോയിട്ട് നോക്കണം. ശ്രുതി എന്ത് പറയണോ അതാണ് സ്മൃതിയുടെ അടിസ്ഥാനം. ശ്രുതിയിൽ പറഞ്ഞനുസരിച്ചിട്ട് കാലികമായിട്ട് ധർമ്മത്തിന് പുതിയ നിർവചനം കൊടുക്കുകയും ചെയ്യാമെന്നുണ്ട്. ഇതൊക്കെ കിട്ടണമെങ്കിൽ വേദം ആദ്യം ശ്രദ്ധയോടെ കേൾക്കണം. അപ്പം ലോ മേക്കിങ്ങിൽ പോലും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഇതെന്നുള്ളതാണ്. വേദം അങ്ങനെ കേട്ടവരാണ് പഴയ കാലത്ത് ഈ പറയുന്ന ജീവിതക്രമങ്ങളുടെയൊക്കെ അടിത്തറ ഇട്ട് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൽ രസം എന്താ വെച്ചാൽ ഇതിൻ്റെ ഈ പഠിപ്പിക്കണ പദ്ധതികൾ കേട്ട ശബ്ദം ഒരക്ഷരവും തെറ്റാണ്ട് തലമുറകളിൽ കൂടെ കൈമാറാൻ വേണ്ടിയിട്ട് പാരമ്പര്യം വളരെ സൂക്ഷ്മമായിട്ടുള്ള പദ്ധതികൾ ഓരോ പ്രദേശങ്ങളിലും സൃഷ്ടിച്ചു. ഇത് മറന്നു വരും, ഇത് എഴുതി വയ്ക്കാനുള്ള മാർഗമില്ല. എങ്ങനെ ഇത്രയും വലിയ ലെങ്തിലുള്ള മന്ത്രങ്ങൾ, ആയിരക്കണക്കിന് മന്ത്രങ്ങൾ എങ്ങനെ ഓർത്തു വയ്ക്കും? ഇപ്പോൾ ഉദാഹരണത്തിന് അതിരാത്രത്തിൽ ഒരു ദിവസം രാത്രി അതിക്രമിച്ച് തുടങ്ങണം. ഞാൻ പറഞ്ഞല്ലോ 9-ാം ദിവസം 10-ാം ദിവസം രാത്രിയൊക്കെ ആശ്വിനം എന്ന് പറഞ്ഞ ശാസ്ത്രം തുടങ്ങും. അത് ഹോതാവിൻ്റെയാണ്. അഗ്നിയെ പ്രതിനിധീകരിക്കണ ഹോതാവാണത് ജപിക്കേണ്ടത്. 1000 ഋക്കാണ്. അദ്ദേഹം ഇരുന്ന് ചൊല്ലിക്കൊണ്ടിരിക്കേണ്ടത്. എല്ലാവരും ശാല കിടന്നുറങ്ങും. കാരണം ഉണർന്നിരിക്കാൻ പറ്റില്ല, ഇത് കഴിയില്ല. ഞങ്ങളിത് ഷൂട്ട് ചെയ്യേണ്ടവരായതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുപോയിട്ട് ടേപ്പിടും, കഴിയാറാകുമ്പോൾ എടുത്തിടും. അതുകൊണ്ട് ശാസ്ത്രം മുഴുവൻ കേട്ടു, ഇരുന്ന് ആശ്വരം കേൾക്കണം. കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ചിന്തിക്കുന്നതാണ്. പുലർച്ചെ 4 മണിയാകുമ്പോൾ ഹോതൻ അത് അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഭഗവാനെ എങ്ങനെയാണ് ഇദ്ദേഹത്തിന് അക്ഷരം തെറ്റാണ്ട് ഈ 1000 മന്ത്രങ്ങളും അദ്ദേഹത്തിൻ്റെ അകത്തിരുന്നത്? ഇത് എവിടുന്ന് ഉണർന്നു വന്നത്? ആ ദക്ഷിണാമൂർത്തിയുടെ അനുഗ്രഹമല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ വരുമോ? ഇങ്ങനെ ആയിരക്കണക്കിന് മന്ത്രങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് തലമുറകളിൽ കൂടെ കൈമാറി വരാൻ വേണ്ടിയിട്ട് സൂക്ഷ്മമായിട്ടുള്ള പദ്ധതികൾ ഓരോ സ്ഥലത്തും ഉണ്ടാക്കി വെച്ചു. അതാണ് ഈ സംഹിതാപാഠം, പദപാഠം, ക്രമപാഠം, ജഡ, ഖനം,
ഇങ്ങനെയൊക്കെ അനവധി പദ്ധതികൾ, മനോഹരമായിട്ടുള്ള പദ്ധതികൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മത്സര പരീക്ഷകൾ. അതിപ്പോൾ നമ്മളിപ്പോൾ കടവല്ലൂർ അന്യോന്യം എന്നൊക്കെ പറഞ്ഞാൽ അതല്ലേ കടന്നിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയുള്ള അനവധി എന്താ പറയുക ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള അനവധി പദ്ധതികൾ. ഇത് മുഴുവൻ ഈ കേട്ട് പഠിക്കുന്നത് ഉറപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. കേട്ട് പഠിക്കുന്നു ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഭഗീരഥ പ്രയത്നം തന്നെ പറയാം. ഒരു ജീവിതകാലം മുഴുവൻ പഠിക്കുകയാണ്. ആ പഠിച്ച അടുത്ത തലമുറയ്ക്ക് അത് കൈമാറിയിട്ടാണ് ഗുരുനാഥൻ ശരീരം കളഞ്ഞിട്ട് പോകുന്നത്. അങ്ങനെ കടന്നുപോയി. എന്തിനാ? ശ്രവണ സംരക്ഷണം. വേദസംരക്ഷണം വാസ്തവത്തിൽ ശ്രവണ സംരക്ഷണമാണ്. കേൾക്കേണ്ടത് എന്താണോ കേൾക്കേണ്ടത് അതിനെ സംരക്ഷിക്കുക. ആ വേദശ്രവണ സംരക്ഷണം തന്നെയാണ്. അതുകൊണ്ട് അതിനെ ചുരുക്കി ശ്രവണ സംരക്ഷണം എന്ന് പറഞ്ഞാൽ മതി. അതുകൊണ്ട് ശ്രവണ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ജീവിതം ആയുസ് മുഴുവൻ ഒഴിഞ്ഞു വെച്ച ആ മഹാത്മാക്കൾ അനവധി പേര് നമുക്ക് പൂർവികരുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ മുന്നിലും ഇരിക്കണം. അങ്ങനത്തെ മഹാത്മാക്കൾ ജീവിതം മുഴുവൻ അതിനു വേണ്ടിയിട്ട് ഒഴിഞ്ഞു വെക്കണവർ. യാസ്കൻ്റെ നിരുക്തത്തിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു വരിയുണ്ട്. അല്ലാണ്ട് ഡീപ്പായിട്ട് പോകുന്നില്ല, നമ്മളതിൻ്റെ ആവശ്യമില്ല. ഇതൊരു അക്കാഡമിക് സ്ഥലമല്ലല്ലോ. പക്ഷെ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടിയാൽ മതി. ഇപ്പം നമ്മളിത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുമ്പോൾ ഞാൻ പലപ്പോഴും പറയാറുള്ള മാതിരി നമ്മളാർക്കും ഇതിൻ്റെ ഒരക്ഷരം ഓർമ്മയുണ്ടാവില്ല, ഒന്നും ഓർമ്മയുണ്ടാവില്ല. പക്ഷെ നമ്മുടെ ഉള്ളിലൊരു ഊർജ്ജം നിറഞ്ഞു നിൽക്കും, ഒരു എനർജി ഉണ്ടാവും. ആ വേദത്തിൻ്റെ മഹിമ. ഇപ്പം ഞാൻ നേരത്തെ പരിപാടികൾ മനോഹരമായിട്ട് ആ ശാന്തി ചെല്ലുമ്പോൾ ആലോചിച്ചു, ഈശ്വര എന്തിനാ വെറുതെ എൻ്റെ പ്രഭാഷണം? ആ വേദം കുറച്ച് നേരം നിന്ന് കേട്ടിട്ട് എല്ലാവരും വീടുകളിലേക്ക് പോയാൽ മതി. വേദശ്രവണ മാഹാത്മ്യം അനുഭവിച്ചറിയാം, രുചിച്ചറിയാം. ഞാൻ പഞ്ചസാര മധുരത്തിനെ കുറിച്ചിട്ട് 1 മണിക്കൂർ പ്രസംഗിക്കണേക്കാട്ടിലും നല്ലതല്ലേ അത് കേട്ടിട്ട് ആ മധുരം രുചിച്ചിട്ട് എല്ലാവരും വീട്ടിൽ പോകണമെന്ന് വിചാരിച്ചു. പക്ഷെ എന്നാലും ചെയ്യേണ്ട കർത്തവ്യം ഇതായതുകൊണ്ട്. അപ്പോൾ ഇവിടെ യാസ്കൻ പറയുന്നുണ്ട്, സ്ഥാണുരയം ഭാരഹാര, ഭാരം ചുമക്കണ തൂണ് പോലെയാണ് അർത്ഥമറിയാണ്ട് വേദം കേവലത്തിൽ ഉരുവിട്ടുകൊണ്ടിരിക്കണവൻ. സ്ഥാണു വെച്ചാൽ തൂണ്. സ്ഥാണുരയം ഭാരഹാര, ഭാരം ചുമക്കുക. തൂണ് എങ്ങനെ ഭാരം ചുമന്ന് നിൽക്കണത്? അതുപോലെയാണെന്ന്. അർത്ഥം അറിയാണ്ട് ശ്രവണം വെറുതെ ഉണ്ടായാൽ പോരാ, അത് അർത്ഥഗ്രഹണത്തോടുകൂടി ഉണ്ടായാലേ അടുത്ത പടി ചവിട്ടുള്ളൂ ജ്ഞാനത്തിൻ്റെ മനനത്തിലേക്ക്. അവിടെ ആ അർത്ഥം നമ്മുടെ അകത്തേക്ക് കയറിയാലേ അത് അസിമിലേറ്റ് ആവുള്ളൂ, നിധ്യാസനം സംഭവിക്കുള്ളൂ. ഇത് മൂന്നും ഇല്ലാണ്ട് സാക്ഷാത്കാരമില്ല. അപ്പോൾ ഇതിലേക്ക് വളർത്താനുള്ള അടുത്ത ഖണ്ഡത്തിലേക്കുള്ള പാലമിട്ട് തരുന്ന എപ്പോഴും അപ്പുറത്ത് പാലുണ്ട്, പക്ഷേ എന്താ ചെയ്യുക, ഇവിടുന്ന് അങ്ങോട്ട് കിടക്കാൻ പാലില്ല, അവർക്ക് കാര്യമില്ല. ഇവിടുന്ന് അങ്ങോട്ട് കിടക്കാനുള്ള പീസാണ് ആദ്യം ഇടേണ്ടത്. അത് ശ്രവണ. അതുകൊണ്ട് കേൾക്കാൻ പഠിക്കുക, കേൾക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ കൊച്ചു കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ആദ്യം. ഞാൻ പലപ്പോഴും കൃഷ്ണായനം പ്രഭാഷണം സീരീസിൽ എപ്പോഴും പറയാറുണ്ട്, അവനവനെ ഒബ്സർവ് ചെയ്യാൻ കുട്ടികളെ പഠിപ്പിക്കണം. സാക്ഷിഭാവം വളർത്താനുള്ള ഏറ്റവും മികച്ച ഭാവം അതാണ്. കുട്ടി പറഞ്ഞു, എനിക്ക് സങ്കടം വരുന്നു, കരച്ചിൽ വരുന്നു, നിനക്ക് എവിടെയാ സങ്കടം തോന്നണത്? അപ്പോൾ കുട്ടി വയറ്റിൽ തൊട്ട് കാണിക്കും, ചിലപ്പോൾ നെഞ്ചിൽ തൊട്ട് കാണിക്കും, ചിലപ്പോൾ മുട്ടി, ഇവിടെയാണ് സങ്കടം പറയും. സത്യമാണ്. ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്താണ് നമ്മുടെ ഇമോഷൻസ് ഇരിക്കുക. അത് തിരിച്ചറിയാൻ തുടങ്ങിയാൽ തന്നെ ഇമോഷൻ പൊട്ടും. അതേപോലെ തന്നെയാണ് ഒരു കാര്യത്തെ ശ്രദ്ധയോടെ കേൾക്കാൻ അഭ്യസിപ്പിക്കുക കുട്ടികളെ എന്നുള്ളത്. വേദം വലിയ ഘട്ടം, പക്ഷെ ചെറിയ കാര്യങ്ങൾ പോലും. പലരും 100 പ്രഭാഷണം കേൾക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് പറയും, ഗുരുവായൂരപ്പൻ്റെ നിറം പച്ചയാണെന്നല്ലേ സാറ് പറഞ്ഞത്, എനിക്ക് ഓർമ്മയുണ്ടെന്ന്. ഞാൻ പറയും, അപ്പം സാറ് പറഞ്ഞു, എനിക്കുറപ്പാണ്. കേട്ടതിൻ്റെ പ്രശ്നമാണ് അല്ലേ? പുത്രൻ രക്ഷയാന്നുള്ളതിൻ്റെ രാ എന്നുള്ളത് ഭാ എന്നായിപ്പോയി. അമ്മയ്ക്ക് ഒരു സ്ത്രീ വായിച്ചു അത്ര, പുത്രം ഭക്ഷയാന്ന് ദൈവമഹാത്മ്യം വായിക്കുമ്പോഴേ. അപ്പോൾ കുട്ടി പോയി എന്ന് പറയും. എന്ന മാതിരിയാണ് നമ്മളിത് മനസ്സിലാക്കി വെക്കണം. അതുകൊണ്ട് ശ്രദ്ധ എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇവിടെ. വെറുതെ കേട്ടതുകൊണ്ട് കാര്യമില്ല. അർത്ഥഗ്രഹണത്തിലേക്ക് ചെല്ലണം എന്നുണ്ടെങ്കിൽ മനനത്തിലേക്ക്. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് പശു പുല്ല് കടിച്ച് തിന്നിട്ട് പോയിട്ട് ഇങ്ങനെ കിടക്കണം കണ്ടിട്ടില്ലേ, എന്നിട്ട് ഇങ്ങനെ അയവറക്കും, ചവച്ച്. അതുപോലെ ഈ കേട്ടത് പോയി ഇന്ന് രാത്രി മാത്രമല്ല, നാളെയും മറ്റന്നാളും ജീവിതത്തിലേക്കും അത് വലിച്ചെടുക്കുന്നത് വരെ മനനം ചെയ്തിട്ട് അബ്സോർബ് ചെയ്യണമെങ്കിൽ ശ്രവണം കറക്റ്റാവണം. ഈ ട്യൂണിങ് കറക്റ്റ് അല്ലെങ്കിൽ ബാക്കി എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നമ്മുടെ കാലഘട്ടത്തിൽ പ്രഭാഷണങ്ങളാണെങ്കിലും കോഴ്സുകളാണെങ്കിലും ഒക്കെ ആധ്യാത്മികതയിൽ നടക്കുന്ന ഒരു വലിയ അപകടം എന്താ വെച്ചാൽ, കേൾക്കാനുള്ള ക്ഷമ ആൾക്കാർക്കില്ല. കേൾക്കാനുള്ള ക്ഷമ വളരെ കുറവാണ് മനുഷ്യർക്ക്, വളരെ കുറവാണ്. പക്ഷേ നമ്മൾ ആ ഗ്രന്ഥങ്ങൾ വാങ്ങി വയ്ക്കും, കോഴ്സുകളിൽ ചേരും,
പുസ്തകങ്ങൾ അടുക്കി വയ്ക്കും, ഒക്കെ ചെയ്യും. നമ്മളെന്താ ചെയ്യണറിയോ? ഇവിടെ നിന്നുള്ള കഷ്ണമുള്ള പാലമിടാണ്ട് അപ്പുറത്തെ 2 കഷ്ണം റെഡിയാക്കുകയാണ്. അതൊരിക്കലും നമ്മൾ എത്തിക്കില്ല. അതുകൊണ്ട് വേദം ഏറ്റവും ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യം പഠിപ്പിച്ചിരുന്നു. വേദാന്തത്തിൽ ജ്ഞാനസാധനയെ 3 പടികളായിട്ട് അവതരിപ്പിക്കണമെന്നേ ഉള്ളൂ. അത് എല്ലാറ്റിലും അപ്ലിക്കബിളാണ്. ശ്രവിക്കണം, മനനം ചെയ്യണം, അബ്സോർബ് ചെയ്യണം, നിധ്യാസനം ചെയ്യണം, നമ്മളിലേക്ക് അത് ആഗിരണം ചെയ്യണം. അതുകൊണ്ട് ആദ്യത്തെ പടി ശ്രവണമാണെന്ന് മനസ്സിൽ ഉറപ്പിക്കുക. ഈ ബൃഹദാരണ്യോപനിഷത്തിൽ യാജ്ഞവൽക്യ മഹർഷി മൈത്രേയിയുടെ അടുത്ത് പറയുന്ന ഒരു മന്ത്രമുണ്ട്. ആത്മാവാ അരേ ദ്രഷ്ടവ്യ ശ്രോതവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യ. അല്ലയോ പ്രിയപ്പെട്ടവളെ, ഭാര്യയോടാ പറയണത്. ആത്മാവിനെ നീ കാണണം, ദർശിക്കണം. അതിനായിട്ട് നീ എന്ത് ചെയ്യണം? ആദ്യം ശ്രോതവ്യ. നമ്മളെല്ലാവരും ഇപ്പോൾ ഇറങ്ങി നടക്കണ്. ഭഗവാനെ ഗുരുവായൂരപ്പനെ ഒന്ന് കാണിച്ചു തരുമോ, ഭഗവതി ഒന്ന് കാണിച്ചു തരുമോ, മഹാദേവനെ കാണിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട്. പക്ഷേ ഈ ചോദ്യത്തിന് ഇറങ്ങുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് കേൾക്കാൻ പഠിക്കണം എന്നാണ് പറഞ്ഞു. ശ്രോതവ്യ എന്നാണ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടോ മന്തവ്യ, മനനം ചെയ്യണം. കേട്ടതിനെ അങ്ങനെ കേട്ടു എന്ന് പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. അത് അകത്തൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ചിന്തിക്കണം. പിന്നെ ധ്യാനിക്കണം, നിധിധ്യാസില്ല. എത്ര സിമ്പിളായിട്ടാണ് പറഞ്ഞു വെച്ചിരിക്കണം ഋഷി. അവരെയൊക്കെ മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. ശ്രവണം എന്ന് പറഞ്ഞാൽ ഒരു പ്രാരംഭ പടി മാത്രമാണ്. എന്നാൽ ആ പ്രാരംഭ പടി ഇല്ലെങ്കിലുള്ള കുഴപ്പം എത്ര വലുതാണെന്ന് മനസ്സിലാക്കണം. അത് പിന്നീട് ഉപേക്ഷിക്കാവുന്നതല്ല. ഞാൻ ആ പടി ചവിട്ടി, ഇനി എനിക്ക് ആ പടിയുടെ ആവശ്യമില്ല, അതുകൊണ്ട് കാലം കൊണ്ട് തട്ടിക്കളയാൻ പറ്റില്ല. സദാ ശ്രവിച്ചുകൊണ്ടിരിക്കണം. ശ്രവണം ഒരിക്കൽ തുടങ്ങിയാൽ പിന്നെ അവസാനിപ്പിക്കാൻ പറ്റില്ല. വേദം എത്ര പഠിച്ചാലും വേദം കേട്ടുകൊണ്ടേയിരിക്കണം. അവനവൻ ചെല്ലിയിട്ടെങ്കിലും കേട്ടുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ മറ്റൊരാൾ ചെല്ലണം കേട്ടുകൊണ്ടിരിക്കണം. സത്സംഗങ്ങൾ അവനവൻ പറയണതാണെങ്കിലും മറ്റുള്ളവർ പറയണതാണെങ്കിലും അത് കേട്ടുകൊണ്ടേയിരിക്കുമ്പോഴേ മനസ്സ് സത്തിൽ സംഘമുണ്ടാവുള്ളൂ. അപ്പം ഇവിടെ കേൾവിയിലൂടെ ശരിയായിട്ട് ഗ്രഹിക്കാത്ത മനനത്തിന് വിഷയം വരില്ല. അതിൽ എന്താ പറയുക, അതിനൊരു ബെനിഫിറ്റ് ഉണ്ടാവില്ല. നേരെ മറിച്ച് കേൾവി കൂടെ ശരിയായിട്ട് ഗ്രഹിച്ചിട്ടാണെങ്കിൽ നമ്മൾ മനസ്സിലിട്ട് ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് അത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആചാര്യൻ പറഞ്ഞു തരാത്ത വിഷയങ്ങൾ പോലും ഭഗവാൻ നമ്മുടെ ഉള്ളിൽ തുറന്നു തരും. വെറുതെ രാവിലെ എഴുന്നേറ്റിട്ട് വേദാധികാരമുള്ളവർക്ക് ചെല്ലാം, അല്ലാത്തവർ പുരുഷ സൂക്തം വെറുതെ കേട്ടോണ്ടിരുന്ന് നോക്കും. കുറേ കഴിയുമ്പോൾ നമ്മൾ പോലും ചിന്തിക്കാത്ത അർത്ഥതലങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായി വരുന്നത് കാണാം. ഇത് എവിടുന്നാണ് വരണത്? കാരണം ഇത് മുഴുവൻ നമ്മുടെ അകത്തുള്ളതാണ്. അതിനെ ഉണർത്തി വിടുകയാണ് ചെയ്യുന്നത് ആ മന്ത്രശബ്ദങ്ങൾ. അതുകൊണ്ട് ശ്രവണം എന്ന് പറയുന്നത് ജ്ഞാനവൃക്ഷത്തിൻ്റെ വേരാണ്. വേദശ്രവണമാണ് നമ്മളെ കൈ പിടിച്ചിട്ട് ആദ്യത്തെ പടി ചവിട്ടിച്ച് കൊണ്ടുവന്നതും കൈ പിടിച്ചുകൊണ്ട് നടത്തിക്കുന്നതും അവസാനം കൊണ്ടേ വിടുന്നതും. ഇനി വരുന്ന ഒരു പദം വളരെ രസമായിട്ടൊരു പദമാണ്. ഇത് നമുക്കൊക്കെ അറിയണ പദമാണ്, നമ്മൾ വെറുതെ എടുത്ത് ഉപയോഗിക്കണ പദമാണ്. പക്ഷെ അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് അറിയുമ്പോഴാണ് അതിൻ്റെ ഗ്രേറ്റ്നെസ് നമുക്ക് മനസ്സിലാവുക. ശുശ്രൂഷ. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ശുശ്രൂഷ. അയാളെ ശുശ്രൂഷിക്കുക, ഇവരെ ശുശ്രൂഷിക്കുക, ആതുര ശുശ്രൂഷ, ഹോസ്പിറ്റലിലെ ശുശ്രൂഷ. ഈ വാക്ക് എവിടുന്ന വന്നതെന്ന് ആലോചിച്ചു. കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ട് സേവിക്കണം. സംസ്കൃതത്തിൽ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ കേൾക്കാനുള്ള ആഗ്രഹം എന്നർത്ഥം, വേറെ ഒന്നുമല്ല. ശുശ്രൂഷ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ദ ഡിസയർ ടു ലിസൺ, ഇച്ഛ. കേൾക്കാനുള്ള ഇച്ഛയാണ് ശുശ്രൂഷ. ആർക്കാ കേൾക്കാനുള്ള ഇച്ഛ ഉണ്ടാവുക? ശിഷ്യന്. കേൾക്കാനുള്ള ഇച്ഛ കൊണ്ട് ഗുരുനാഥന് ചെയ്യണ സേവനമായതുകൊണ്ടാണ് അത് ശുശ്രൂഷ ചെയ്ത്. അല്ലാത്തതൊന്നും ശുശ്രൂഷയല്ല. വേദം നമ്മുടെ ജീവിതത്തിൽ കയറിയില്ല. ഞാൻ വേറെ പല പ്രഭാഷണങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് അത് പറയില്ല, എന്നാലും ഒന്ന് ചേർത്ത് പറയാം. ഒരു അഗ്നിഹോത്രം ചെയ്യണതിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റാണ് ഇഷ്ടി. അതിനുപയോഗിക്കണ കല്ലായതുകൊണ്ടാണ് ഇഷ്ടിക എന്ന് പേര്. സത്യം, തമാശ പറഞ്ഞല്ല. ഇഷ്ടിക എന്നുള്ള വാക്ക് വരുന്നത് വേദത്തിൽ നിന്നാണ്. അങ്ങനെ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് യജമാനൻ. എന്താ യജമാനൻ? യജ്ഞത്തിന് ആരാണോ അളവ് പോലെ ആയിരിക്കണവൻ അവൻ യജമാനൻ. അപ്പോൾ യജമാനന് നല്ല ഉയരുണ്ടെങ്കിൽ ശാലയ്ക്ക് ഉയരുണ്ടാവും. ശാല വളരെ വിശാലമായിരിക്കും, യജമാനൻ നല്ല ഹൈറ്റ് ഉണ്ടായാൽ മതി, ശരീരത്തിൻ്റെ റേഷ്യോനനുസരിച്ചിട്ട്. ഇങ്ങനെ അനവധി പദങ്ങൾ നമ്മുടെ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ കേൾക്കാനുള്ള ഇച്ഛ എന്ന് ധാത്വർത്ഥം എടുക്കാം. പക്ഷേ അതിൻ്റെ പ്രയോഗാർത്ഥം എന്ന് പറഞ്ഞാൽ ഗുരുസേവനം എന്നാണ്, പ്രാക്ടിക്കലായിട്ടുള്ള മീനിങ്. കാരണം ഗുരുവിനെ കേൾക്കാൻ ആഗ്രഹിക്കണവൻ തന്നെ ഗുരുവിനെ സേവിക്കാതെ അവനത് കിട്ടില്ല. അതുകൊണ്ട് ജ്ഞാനമാർജിക്കണതിൻ്റെ ഹൃദയം, അതിൻ്റെ മർമ്മം ശുശ്രൂഷ എന്നുള്ള വാക്കിൻ്റെ അകത്തിരിപ്പുള്ളൂ.
അപ്പം എത്ര വലിയ വാക്കാണെന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളിവിടെ ഇന്ന് എന്ത് ലാഘവമായിട്ട് ഉപയോഗിക്കണ വാക്കല്ലേ. അതിന് പ്രമാണം ഗുരുവായൂരപ്പൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഗീതയിൽ പറയുന്നുണ്ട്, തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിന. പ്രണാമം കൊണ്ടും ചോദ്യങ്ങൾ കൊണ്ടും സേവനം കൊണ്ടും ആ ജ്ഞാനത്തിനെ അർജുന നീ മനസ്സിലാക്കുക. തത്വദർശികളായിട്ടുള്ള ജ്ഞാനികൾ നിനക്ക് ജ്ഞാനം ഉപദേശിക്കും. ഉപദേക്ഷ്യന്തി എന്ന് പറഞ്ഞാൽ നിന്റെ ചെവിയിലേക്ക് പറഞ്ഞു തരുന്ന പറഞ്ഞിരിക്കുന്നത്. നിനക്ക് എഴുതി തരുന്നല്ല പറയും. ഇപ്പം അങ്ങനെയുള്ള ശ്രീവിദ്യയൊക്കെ കിട്ടുക, കടലാസിൽ എഴുതി കിട്ടി വാട്സപ്പിൽ അയച്ചു കൊടുക്കുക. മന്ത്രോപദേശ ഗുരുനാഥൻ തന്നു, എങ്ങനെ വാട്സപ്പിൽ അയച്ചു തന്നു മന്ത്രം? ഇതങ്ങനെയല്ല, ചെവിയിലേക്ക് പറഞ്ഞു തരുന്ന പറഞ്ഞിരിക്കുന്നത്. ആചാരമനുസരിച്ച് കൃത്യമായിട്ട് ചെവിയിലേക്ക്. ഉപദേക്ഷ്യന്തി ജ്ഞാനം ഗുരുവിൻ്റെ വാക്കിന്ന് ശിഷ്യൻ്റെ കാതിലേക്ക് കർണപരമ്പരയിൽ കൂടെ സഞ്ചരിക്കണമെന്ന് ഗീത പറഞ്ഞു വെച്ചിരിക്കുന്നു. ഭഗവാൻ വേദമാണ് സംസാരിച്ചിരിക്കുന്നത്. ആ 18 അധ്യായത്തിൽ 700 മന്ത്രങ്ങളും ആ ശ്ലോകങ്ങളിലും വേദമാണ് പറഞ്ഞിരിക്കുന്നത്. പ്രമാണം എന്താ? അതിനടുത്ത പ്രമാണം മുണ്ഡകോപനിഷത്ത് പറഞ്ഞു, തദ്വിജ്ഞാനാർത്ഥം സ ഗുരുമേവാഭിഗച്ഛേത് സമിത്പാണി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. ആ പരബ്രഹ്മത്തിൻ്റെ ജ്ഞാനത്തിന് വേണ്ടിയിട്ട് കയ്യിൽ സമിത്ത് പിടിച്ചിട്ട്, എന്തിനീ സമിത്ത് പിടിക്കണത്? വിനയമുണ്ട് എനിക്ക് എന്ന് കാണിക്കാനാണ് സമിത്ത് പിടിക്കുന്നത്. ഇങ്ങനെ പിടിച്ചിട്ടല്ല ഇരിക്കേണ്ടത് സമിത്ത് ഇങ്ങനെ പിടിച്ചിട്ടായിരിക്കും. വിനയത്തിൻ്റെ പ്രതീകമാണ് സമിത്ത്. ഇല്ലെങ്കിൽ സമിത്ത് പിടിക്കണ്ട. സമിത്ത് പിടിച്ചിട്ട് അവൻ ഒരു ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായിട്ടുള്ള ഗുരുവിൻ്റെ അടുത്ത് പോട്ടെ എന്നാണ് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ശ്രോത്രിയനായിട്ടുള്ള ബ്രഹ്മനിഷ്ഠനായിട്ടുള്ള ഗുരുനാഥൻ്റെ അടുത്ത് വേണം അവനത് പഠിക്കാൻ ചെല്ലാൻ. പരീക്ഷിത്ത് അങ്ങനെ പോയത്. പരീക്ഷിത്ത് ദർഭയും പിടിച്ചിരുന്നിട്ടാണ് കേട്ടത്. മള്ളിയൂർ സമ്പ്രദായത്തിലൊക്കെ പണ്ട് ഒരാൾ വീടോട്ടിട്ട് ദർഭയും പിടിച്ചിട്ടിരിക്കും പരീക്ഷത്തിൻ്റെ സ്ഥാനത്ത്. ആചാര്യന് ബാത്റൂം പോകണമെങ്കിൽ പോലും എണീക്കാൻ പറ്റില്ല, ഇങ്ങേരെ എണീക്കാണ്ടേ. കാരണം ശ്രോതാവ് ഇരിക്കുകയാണ്. ശ്രോതാവിന് എണീക്കണമെങ്കിൽ ആചാര്യന് എണീക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും എണീക്കാൻ പറ്റില്ല. വായിച്ച് കഴിയണവരെ കേട്ടോണ്ടിരിക്കും. അതാണ് ചിട്ട പഴയ സമ്പ്രദായത്തിൽ. പടപ്പ നീലകണ്ഠ നമ്പൂതിരിപ്പാടും കൂടല്ലൂർ തമ്പുരാനൊക്കെ അങ്ങനെയായിരുന്നു അത്ര വായിച്ചിരുന്നത്. അപ്പോൾ ശ്രോത്രിയം എന്നിവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ശ്രു ച കേൾക്കുക. വേദം കേട്ട് പഠിച്ചവനാണ് ശ്രോത്രിയൻ. അപ്പോൾ ഗുരുവിനെ കുറിച്ച് പറയണ, നീ ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനായിട്ടുള്ള ആളുടെ അടുത്ത് പോകണമെന്ന് പറയുമ്പോൾ പറയണ എന്താ? നീ പുസ്തകം നോക്കി പഠിച്ചവൻ്റെ അടുത്ത് പോകണം എന്നല്ല പറഞ്ഞിരിക്കുന്നത്, നീ കേട്ട് പഠിച്ചവൻ്റെ അടുത്ത് പോകണമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ശ്രോത്രിയനായിട്ടുള്ള ഗുരുനാഥൻ്റെ അടുത്ത് വേണം നീ പോയിട്ട് പഠിക്കാനെന്നാണ് പറയണത് ഉപനിഷത്ത്. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, ഗുരു ആദ്യം ഒരു ശ്രോതാവായിരുന്നു. ഗുരു ഇപ്പോഴും ശ്രോതാവാണ്. ഗുരു നാളെയും ശ്രോതാവാകും. ശിഷ്യനായാലേ ഗുരു ആവുള്ളൂ. ഗുരു എപ്പോഴും ശിഷ്യനാണ്. ശിഷ്യൻ ഗുരുവായി മാറുകയാണ് ചെയ്യുന്നത്. എന്നാൽ അപ്പോഴും അയാൾ ശിഷ്യനാണ്. കാരണം അയാൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു. എവിടുന്ന്? ഭഗവാന്റെ ശബ്ദം വേദമന്ത്രങ്ങളുടെ രൂപത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം ജ്ഞാനദാതാവ് ആകുന്നതിൻ്റെ ക്വാളിഫിക്കേഷൻ ശ്രോത്രിയനാവുക എന്നുള്ളതാണ്. കേട്ട് പഠിച്ചവനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. എവിടെയോ എന്തോ എനിക്ക് 4 പുസ്തകം കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇത് പഠിച്ച് വേറൊരാളെ പഠിപ്പിക്കാൻ പറ്റില്ല. വേദം പുസ്തകത്തിൽ നിന്ന് പഠിപ്പിക്കാൻ പറ്റില്ല. കേട്ടവൻ മാത്രമേ കേൾപ്പിക്കാൻ യോഗ്യനാകൂ എന്ന് പ്രമാണസഹിതം പറഞ്ഞു വെച്ചിരിക്കുന്നു. നീ കേട്ടിട്ടുണ്ടോ? വെറുതെ കേട്ടല്ല, ശ്രദ്ധയോടെ അകത്തേക്ക് ആകിരണം ചെയ്തു. അങ്ങനെ വരുമ്പോഴേ അവൻ ബ്രഹ്മനിഷ്ഠനാവുള്ളൂ. അല്ലാത്തവൻ എങ്ങനെ ബ്രഹ്മനിഷ്ഠനാവും? ആവാൻ സാധിക്കില്ല അല്ലേ? അതുകൊണ്ട് ഈ ശ്രവണ മാഹാത്മ്യം എന്ന് പറയുന്നത് തന്നെ ആദ്യം കേൾവിയെക്കുറിച്ച് മാത്രം പറഞ്ഞിട്ട് കേട്ടാൽ എന്ത് കിട്ടുമെന്നും കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ പറ്റും. നമുക്ക് സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡിൽ പോകും. നവതാഭക്തിയിൽ പറയുന്ന പ്രമാണങ്ങൾ പുരാണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണമാണ്. അവിടെ ഭക്തിക്ക് വെറുതെ ഭഗവാന്റെ നാമത്തിന് മാത്രമല്ല ശ്രവണം പറഞ്ഞു വെച്ചിട്ടുള്ളത് ശുഭമഹർഷി. പ്രഹ്ലാദനെ കൊണ്ട് പറയിപ്പിക്കുന്നതിൽ ഇതിൻ്റെ മുഴുവൻ വേരായിട്ട് ആണിക്കല്ലായി കിടക്കണ വേദത്തിനെയാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. കാരണം ഈ വേദമാണെങ്കിലും ഉപനിഷത്താണെങ്കിലും ഗീതയാണെങ്കിലും പുരാണങ്ങളാണെങ്കിലും അതിലൊക്കെ വേദശ്രവണത്തിൻ്റെ മഹത്വത്തിനെ തന്നെയാണ് ഇന്ന് നമ്മൾ ഭക്തിയിൽ നാമജപത്തിൻ്റെ മഹത്വമായിട്ട് അവതരിപ്പിക്കുന്നത്. വാസ്തവത്തിൽ ഈ നാമജപം എന്ന് പറയുന്ന പുറത്തെ ഷീൽഡിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ അഗ്നി പോലെ ജ്വലിക്കണ വേദത്തിനെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ വേദം ആരും മിണ്ടില്ല. കാരണം ഒഫൻഡഡ് ആവും പലരും. അത് നമ്മുടെ കാലഘട്ടത്തിൽ ബീയിങ് പൊളിറ്റിക്കലി കറക്റ്റ് ആവണതിൻ്റെ കുഴപ്പങ്ങൾ വരുന്ന പ്രശ്നമാണ്. പ്രഹ്ലാദൻ 9 ഭക്തിയുടെ രൂപങ്ങളും പറയുന്ന സമയത്ത് 9ൽ ശ്രവണം ആദ്യം വരുന്നു.
കാരണം മറ്റ് സകല ഭക്തിരൂപങ്ങളും കീർത്തനം, വിഷ്ണുസ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം പക്വമായിട്ട് അവസാനം സഖ്യവും കഴിഞ്ഞ് ആത്മനിവേദനം സംഭവിക്കണമെങ്കിൽ ഇതിനൊക്കെ തുടക്കത്തിലൊരു വിത്തിടണം. ആ വിത്ത് ശ്രവണത്തിലാണ്. നമ്മളെ കുഞ്ഞു ഭാവയാവുമ്പോൾ അമ്മയും അച്ഛനും എടുത്തിട്ട് ആ അമ്പാട്ടി എന്ന് പറഞ്ഞ് കാണിച്ചു തന്നിട്ട് ആ വാക്കാണ്. കണ്ണിൽ പോലും റോഡ്സും കോൺസും ഒന്നും ഡെവലപ്പായിട്ടുണ്ടാവില്ല, മര്യാദയ്ക്ക് കാഴ്ച പോലും കറക്റ്റായിരിക്കില്ല, പക്ഷെ കേൾക്കും കുട്ടി. അമ്മയുടെ ഹൃദയമെടുപ്പിൻ്റെ താളം കേട്ടിട്ടാണല്ലോ തിരിച്ചറിഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ ശബ്ദം കേൾക്കാൻ പറ്റും. കേട്ടിട്ടാണ് ഭഗവത് നാമം ആദ്യം അറിയണത്. കേട്ടിട്ടാണ്, ആ കേൾവിയിലാണത് വീഴണത്. കേൾക്കുന്നത് ശരിയായില്ലെങ്കിൽ പോലും ശ്രദ്ധ വന്നു കഴിഞ്ഞാൽ ഈശ്വരൻ അത് തന്നെ നേരാക്കി തരും എന്ന് വാൽമീകിയുടെ കഥയും കാണിച്ചു തരും. സോഹം ഹംസ എന്നുള്ള മന്ത്രം ഇന്ന് രാവിലെയും കൂടെ ഞാൻ അവിടെ പറഞ്ഞു. സോഹം ഹംസ എന്ന് പറഞ്ഞു കൊടുത്താൽ കാട്ടാളിന് മനസ്സിലാവില്ല. അതുകൊണ്ട് അതിനെ കുറച്ചുകൂടെ മന്ത്രശാസ്ത്രത്തിൻ്റെ മന്ത്രനിർമ്മിതിക്ക് അനുസരിച്ചിട്ട് ഋഷിമാർ രാമ രാമ എന്ന് ചുരുക്കി പറയാൻ പഠിപ്പിച്ചു കൊടുത്തു. അയാൾ കേട്ടത് മരാമരാന്നായി പോയി. പക്ഷെ മരാമരാമരാ ജപിച്ചിട്ട് ആ ശ്രദ്ധയുണ്ടായതുകൊണ്ട് ശ്രദ്ധയിൽ അദ്ദേഹത്തിന് രാമനാമം കിട്ടുകയും ചെയ്തു. ഏത് കൈവഴി എടുത്താലും ഇതൊക്കെ സെപ്പറേറ്റ് കമ്പാർട്ട്മെൻറ്റുകളല്ല. ഇതിൽ മുഴുവൻ ഇരിക്കുന്നത് ആ പരമമായിട്ടുള്ള വേദസത്യം തന്നെയാണ് ഇരിക്കുന്നത്. ഭാഗവതം തന്നെ പറയുന്നുണ്ട്, കേൾക്കുമ്പോൾ തന്നെ ഹൃദയശുദ്ധി വരുന്ന പറയണത്. അത് വാസ്തവത്തിൽ വേദത്തെയാണ് പറയണത്. ശൃണ്വതാം സ്വകഥാ കൃഷ്ണ പുണ്യശ്രവണ കീർത്തന ഹൃദന്ത്യസ്ഥോ ഹ്യഭദ്രാണി വിധുനോതി സുഹൃത് സദാ. കേൾക്കുന്നതും കീർത്തിക്കുന്നതും ഭഗവാനെക്കുറിച്ച്, ഭഗവാന്റെ കഥകൾ കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ ഭഗവാൻ എല്ലാ അമംഗളങ്ങളും മാറ്റുമെന്ന് പറയും. അതിലിരിക്കുന്ന സത്ത എന്താ? വേദസ്വരൂപിയാണ് ഭഗവാൻ. അത് തിരിച്ചറിയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കഥ പറഞ്ഞിട്ട് വേദങ്ങളുടെ സ്തുതി കൊണ്ടിരുന്നത്. വേദങ്ങളുടെ സ്തുതി വരില്ലേ? ഒരൊറ്റ വരിയിൽ വേദങ്ങൾ 4 പേര് നിന്നിട്ട് ഇങ്ങോട്ട് സ്തുതിച്ച് അവസാനിപ്പിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ കാതലായിട്ട് ഒന്നേ ഉള്ളൂ, ഒറ്റ വരിയാണ്. എവിടെയാണോ ഞങ്ങൾ തോറ്റുമടങ്ങണത് അവിടെയാണ് നീ നിൽക്കണമെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. വാക്കുകൾ എവിടെയാണോ തോറ്റുമടങ്ങുന്നത്, വർണ്ണിക്കാൻ പറ്റാണ്ട്, അവിടെയാണ് നീ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് അവരെ അവസാനിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഭാഗവതവും വാസ്തവത്തിൽ അതെന്ത് നമ്മൾ എത്ര ഭക്തിയുടെ മനോഹരമായിട്ടുള്ള മധുരമുള്ള ചാറ് പുരട്ടിയാലും അതിൻ്റെ അകത്തിരിക്കുന്ന അദ്വൈതത്തിനെയും അതിൻ്റെ അകത്തിരിക്കുന്ന വേദവിദ്യയും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം പറയണ ആൾ തന്നെ, അത് എഴുതിയ വ്യാസമഹർഷിയാണെങ്കിലും അത് നമുക്ക് വീണ്ടും പകർന്നു തന്ന ശുഖബ്രഹ്മനിഷ്ഠാലാണെങ്കിലും വേദമൂർത്തികൾ അവരൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഭാഗവതത്തിൻ്റെ ചട്ടക്കൂട്ടിലാണെങ്കിലും അതേമാതിരി തന്നെ കഠോപനിഷത്തിൽ വരുമ്പോൾ ശ്രവണത്തിൻ്റെ ദുർലഭത്വത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. നചികേതസിൻ്റെ അടുത്ത് യമൻ പറയുന്നതാണ്. നമുക്കൊക്കെ അറിയാം നചികേതസിൻ്റെ കഥ. അച്ഛൻ ദാനം ചെയ്തുകൊണ്ടിരിക്കണം, കാണിക്കാൻ വേണ്ടി ദാനം ചെയ്യണം, കയ്യടി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ദാനം, കയ്യടി കിട്ടാൻ വേണ്ടി ദാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ കുട്ടിക്കൊരു വിഷമം. അച്ഛനുണ്ട്, ആൾക്കാർക്കൊക്കെ ചാവാലി പശുക്കളെ കൊടുക്കണു, ഇന്നാണെങ്കിൽ ഫോട്ടോ എടുപ്പിക്കും, ഫേസ്ബുക്കിലിടും. അന്നത് ചെയ്യുന്നില്ല, മൂപ്പര് കയ്യടി മേടിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് ഉള്ളിൽ നചികേതസിന് തോന്നുകയാണ്, എൻ്റെ അച്ഛൻ എന്തുകൊണ്ട് ആരോഗ്യമുള്ള നല്ല പശുക്കളെ കൊടുക്കുന്നില്ല? ഇപ്പം ഞാൻ പറയാറുണ്ട്, ഗുരുവായൂർ ദേവസ്വം എന്തുകൊണ്ടാണ് പശുക്കളെ എടുക്കൽ നിർത്തിയതെന്ന് അറിയോ നിങ്ങൾക്ക് പലർക്കും? ചാവാലി പശുക്കളെ, കറ ഊറ്റിയ പശുക്കളെ ഗുരുവായൂരപ്പന് കൊണ്ടു കൊടുക്കും. എന്നിട്ട് പറയും ഞങ്ങൾ ഗുരുവായൂരപ്പന് പശുവിനെ കൊടുത്തു. ഗുരുവായൂർ ദേവസ്വത്തിലുള്ള 99% പശുക്കളും ചാവാലി പശുക്കൾ, വയ്യാത്ത പശുക്കളെ. ഭഗവാൻ ആ ജീവികളെ മരണം വരെ നോക്കുകയും ചെയ്യണത്. ഒരു തുള്ളി പാല് ഭഗവാന് കിട്ടില്ല. ഭഗവാൻ എപ്പോഴും മിൽമേന്ന പാല്. പക്ഷെ നമ്മൾ കയ്യടി വാങ്ങാൻ ചെയ്യും. ഇതേ പണിയാണ് നചികേതസ് തിരിച്ചറിഞ്ഞത്. കൊച്ചുകുട്ടിയാണെങ്കിലും അച്ഛൻ ചെയ്യുന്ന ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു പ്രശ്നം തോന്നിയെന്നാണ്. അദ്ദേഹം ചെന്ന് ചോദിക്കുകയാണ്, എനിക്ക് തണ്ടും തടിയുണ്ടല്ലോ, ഞാൻ ആരോഗ്യമുള്ള കുട്ടിയാണ്. അച്ഛനെ പോയി വിളിച്ചു, എന്താ? കൊടുത്തോണ്ടിരിക്കുകയാണ്, പശുക്കളുടെ ഗോപുച്ഛം പിടിച്ച് കൊടുത്തോണ്ടിരിക്കുക. എന്നെ ആർക്കാ കൊടുക്കണമെന്ന് ചോദിച്ചു. നീ മിണ്ടാണ്ടിരിക്കുകയോ? വീണ്ടും കുറച്ച് നേരം അച്ഛാ പറഞ്ഞു വിളിച്ചു. എന്താണെന്ന് ചോദിച്ചു. എന്നെ ആർക്കാ കൊടുക്കണം? ഇങ്ങനെ 3-4 തവണ ആവർത്തിച്ച് വിദ്യത്തിന് ദേഷ്യം പറ്റും. നിന്നെ കാലിനാണ് കൊടുക്കണം. അച്ഛൻ മഹാത്മാവ്, അച്ഛൻ്റെ വാക്ക് വെറുതെ ആവാൻ പാടില്ല, ഞാൻ കാലിൻ്റെ അടുത്തേക്ക് പോകണം പെട്ടെന്ന് ഇറങ്ങി. അങ്ങനെ ഉടലോട് കൂടിയിട്ട് യമധർമ്മൻ്റെ പുരിയിലെത്തുമ്പോൾ യമൻ വീട് കൂട്ടിയിട്ട് ഇവിടെ പോയിരിക്കുന്നു, ആരോ കൊണ്ടുവരാൻ പോയിരിക്കുക. മൂപ്പര് കയറുമായിട്ടൊക്കെ പോയിരിക്കുന്ന സമയമാണ്. ഇദ്ദേഹം പോയിട്ട് ആ പടിയുടെ അവിടെ പോയിട്ട് ഇരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് യമൻ വരുമ്പോണ്ട് ഒരു കുട്ടി ഇരിക്കണം. മൃത്യുലോകത്ത് ശരീരത്തോട് കൂടിയിട്ട് ഇന്നേ വരെ വന്ന ഒരാളുണ്ടായിട്ടില്ല. ഇയാളെ കണ്ടേ ചക്ക എന്താ അവിടെ നിൽക്കണം, പോ ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഓടിച്ചു വിടാൻ നോക്കുകയാണ്. ഞാനത് കുറച്ച് രസമായിട്ട് പറയണം, നമുക്കത് ഉള്ളിൽ കിട്ടാൻ വേണ്ടിയിട്ട്. യമൻ പലത് പറഞ്ഞ് നോക്കിയിട്ടും കുട്ടി പോവില്ല.
എന്നെ എൻ്റെ അച്ഛൻ അങ്ങേക്ക് തന്നിരിക്കുകയാണ്, എനിക്ക് എന്തെങ്കിലും ജോലി തരണം, ഞാൻ അങ്ങയുടെ സേവകനാണ്, ഞാൻ ഇവിടുന്ന് പോയില്ല എന്നാണ് പറഞ്ഞു. യമൻ പറഞ്ഞു കൂട്ടിങ്ങി, ഒരു രക്ഷയില്ല, ഞാൻ എന്ത് ചെയ്താൽ നീ പോകുമെന്ന് ചോദിച്ചു. കാരണം നീ ലോക നിയമത്തിനെതിരായിട്ടാണ് നിൽക്കണത്, പ്രകൃതിക്ക് വിരുദ്ധമാണ്, ശരീരമുള്ളവൻ ഇവിടെ വന്ന് നിൽക്കുക, എന്നെ ഭഗവാൻ പിടിക്കും, എന്നോട് ചോദിക്കും, അതുകൊണ്ട് നീ ഇവിടെ നിൽക്കരുത്, വേഗം പോകുന്നാ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തരുമോയെന്ന് ചോദിച്ചു. അവിടെ നിന്നല്ലേ നമ്മൾ മനുഷ്യരുടെ ഭാഗ്യം എന്ന് പറയണത്. എന്താണ് മരണം എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങും. അത്ര ആദ്യം പല വിധത്തിൽ നിരുത്സാഹപ്പെടുത്തും. മിഠായി തരാം, നിനക്കത് തരാം, കളിപ്പാട്ടം തരാം, അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ട് എങ്ങനെയെങ്കിലൊക്കെ ഈ ഉത്തരം കൊടുക്കാതിരിക്കാൻ നോക്കും യമൻ. കുട്ടി വിട്ടില്ല, നിഷ്ഠ. അപ്പോൾ നചികേതസിൻ്റെ അടുത്ത് എന്നിട്ട് പറയണ ഒരു വരിയുണ്ട്, ഞാൻ ആ ഒരു ഇൻട്രോ പറഞ്ഞെന്ന് മാത്രം. ശ്രവണായാവി ബഹുഭിര്യോ ന ലഭ്യ ശൃണ്വന്തോ വിബഹവോ യം ന വിദ്യു ആശ്ചര്യോ വക്ത കുശലോസ്യ ലബ്ധ ആശ്ചര്യോ ജ്ഞാത കുശലാനുശിഷ്ട. എത്രയോ പേർക്ക് ഈ ലോകത്തിൽ എത്രയോ ആൾക്കാരുണ്ട്, അവർക്കൊന്നും ആത്മാവിനെക്കുറിച്ച് കേൾക്കാൻ പോലും കിട്ടുന്നില്ല, അറിയണമെന്നേ ഇല്ല. പിന്നെയല്ലേ കേൾക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് കിട്ടുക എന്നുള്ളത്, അതും കിട്ടുന്നില്ല. കേട്ടാലോ, കേട്ടിട്ടുള്ളവർക്ക് പലർക്കും അത് എന്താണെന്ന് മനസ്സിലാവണില്ല. അത് പറഞ്ഞാലോ, ആ പറയണവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. ഗുരു എന്ന് പറഞ്ഞ ആള് ഈ ആത്മാവ് എന്താണെന്ന് ഒരിക്കൽ പറഞ്ഞു തരാൻ പറ്റുന്നുണ്ടെങ്കിൽ അവനാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ മിറക്കിള്. കാരണം ആത്മാവ് എന്താണെന്ന് ആർക്കും അറിയുന്നില്ല. നിപുണനായിട്ടത് കിട്ടിയാലോ, സാക്ഷാത്കാരം കിട്ടിയാൽ അതും അത്ഭുതം. നിപുണനെ കൊണ്ട് ഉപദേശിക്കപ്പെട്ടിട്ടത് അറിയണവൻ. മഹാഗുരുക്കന്മാർ തൊട്ടാൽ മതി കിട്ടും. ശ്രീരാമകൃഷ്ണദേവൻ ഒന്ന് സ്പർശിച്ചപ്പോൾ വിവേകാനന്ദന് കിട്ടേണ്ടതൊക്കെ കിട്ടി. കാഞ്ചി പെരുവ തൊട്ട പല ആൾക്കാർക്കും കിട്ടിയിട്ടുണ്ട് അല്ലേ. മഹാത്മാക്കൾ തൊട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന അവരാ സങ്കല്പിച്ച് തൊട്ട. അതുകൊണ്ട് നിപുണനായിട്ടുള്ളവൻ ഉപദേശിച്ചിട്ട് അങ്ങനെ അറിയണവനും അത്ഭുതം. 3 തരം അത്ഭുതങ്ങളെ കുറിച്ച് പറയുകയാണ്. യമനിങ്ങനെ ഒരു ആത്മകഥം പോലെയാണ് പറയണത്, കുട്ടിയോടല്ല പറയണത്. അദ്ദേഹം അത്രയും കാലമായിട്ട് മനുഷ്യൻ്റെ ആത്മാക്കളെയും ജീവികളുടെ ആത്മാക്കളെയും കൊണ്ടുപോകുന്ന ആളാണ്. മരണം വ്യാപാരം നടത്തണവൻ, മരണത്തിൽ ഇറങ്ങി നിൽക്കണവനാണ് ആധ്യാത്മികവിദ്യ ഏറ്റവും നന്നായിട്ട് അറിയുക. അതുകൊണ്ടാണ് ശ്മശാനത്തിൽ പോയിട്ട് പഠിക്കണം പറഞ്ഞത്. എന്തിനാണ് മണികർണിയെ പോണത്? എന്തുകൊണ്ടാണ് ശിവൻ അവിടെ ഇരിക്കുന്നത്? കാരണം അവിടെയാണ് ആധ്യാത്മികവിദ്യ ഏറ്റവും നന്നായിട്ട് മനസ്സിലാവുക. മരണത്തിൻ്റെ ദേവൻ ഇവിടെ നിന്നിട്ട് പറയാണ്, പല ആൾക്കാർക്കും ആത്മാവിനെക്കുറിച്ച് കേൾക്കാൻ പോലും കിട്ടുന്നില്ല അവസരം. ഇനി കേട്ടാലും പല ആൾക്കാർക്കും അത് മനസ്സിലാവില്ല. ഇനി ചിലവരതിനെക്കുറിച്ച് പറയും, ആ പറയണവൻ അത്ഭുതമാണ്, അത് കിട്ടുന്നവനും അത്ഭുതമാണ്, കിട്ടിയവൻ പറഞ്ഞിട്ടറിയണവൻ അതിലേറെ അത്ഭുതമാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ അർത്ഥം എന്താ? വേദശ്രവണം അപൂർവ ഭാഗ്യമാണ്. കാരണം ആത്മാവിനെക്കുറിച്ച് എവിടെ വർത്തമാനം ആരിരുന്ന് പറയണോ അത് വേദമാണ്. അതിൻ്റെ ഭാഷ എന്താണെങ്കിലും അത് വേദമാണ്. വേദശ്രവണം വെറുതെ കാതുകൊണ്ട് കിട്ടില്ല. കേൾക്കാൻ അവസരം കിട്ടിയാൽ തന്നെ അത് വലിയ അനുഗ്രഹമാണെന്നുള്ള ഭാവത്തോട് കൂടിയിട്ട് വേണം ശ്രോതാക്കൾ ഇരിക്കേണ്ടത്. അത് കേട്ടാൽ അത് എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണേ ഭഗവാനെ കുറച്ചെങ്കിലും എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടും എത്ര പഠിച്ചാലും ഇരിക്കണം എന്നാണ്. ഛാന്തോക്യത്തിൽ പറയുന്നുണ്ട്, 7ാമത്തെ അധ്യായത്തിൽ നാരദ മഹർഷി സനത്കുമാര മഹർഷിയെ സമീപിച്ചിട്ട് ആ സനകാദി മഹർഷിമാർ സനകൻ, സനന്ദൻ, സനാതനൻ, സനത്കുമാരൻ, ഈ 4 കുട്ടികളുണ്ട്. 5 വയസ്സ് പ്രായമാണ്, നഗ്നരാണ് അവർ. ചിലപ്പോൾ ഒരു കോണ കൊടുത്തു എന്ന് വരും. നഗ്നരായിട്ട് വൈകുണ്ഠത്തിൻ്റെ 7ാം കവാടം കടന്നു ചെന്നപ്പോൾ ജയനും വിജയനും തടഞ്ഞു, വസ്ത്രം ഇല്ലാണ്ട് കിടക്കുകയെന്ന്. അപ്പോൾ അവർ ചോദിച്ചു, ഇവിടെ നിന്നിട്ടും നിങ്ങൾക്ക് ഭേദഭാവോ? പോയി ജനിച്ചിട്ട് വാ പറഞ്ഞിട്ടാണ് 3 ജന്മം ഭൂമിയിൽ വന്ന് ജനിച്ചത്. ഹിരണ്യാക്ഷ, ഹിരണ്യകശിപുവും രാവണ കുംഭകർണന്മാരും ശിശുപാല ദന്തവക്ത്രന്മാരും വേണ്ടി ജനിക്കണം. കാരണം ഇവിടെ എത്തുമ്പോൾ പടി 6 കടന്ന് അവിടെ ചെല്ലുമ്പോൾ 7ാമത് ശിവനെ കാണാകും ശിവശംഭോ എഴുതി വെച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ചക്രങ്ങൾ 6 കടന്നിട്ട്. അപ്പോൾ അതിൽ ആ 7ാമത്തെ അധ്യായത്തിൽ സനത്കുമാര മഹർഷി, ഈ 4 പേരിൽ ഒരു മഹാത്മാവ്. ഇതിൽ സനത്കുമാരൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്, അദ്ദേഹം സാക്ഷാൽ സുബ്രഹ്മണ്യസ്വാമിയാണ്. സനത്കുമാരൻ സുബ്രഹ്മണ്യസ്വാമിയും കൂടിയാണ്. അവർ തമ്മിൽ വ്യത്യാസമില്ല. അവരെ കൂടസ്ഥന്മാർ എന്ന് പറയും. കൂടസ്ഥ ചൈതന്യങ്ങൾ അവർ ലൗകികം അവർക്ക് താല്പര്യമില്ല. ശുദ്ധമായിട്ടുള്ള ആത്മസ്വരൂപികളായിട്ട് സഞ്ചരിക്കുന്നവരാണ് സനകാദികൾ. എന്തുകൊണ്ടാണ് ഗുരുനാഥന്മാരുടെയൊക്കെ മഹിമ പറഞ്ഞാൽ നമുക്കൊക്കെ അവരെ ഒന്ന് മനസ്സുകൊണ്ട് ഇപ്പോൾ നമസ്കരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സനത്കുമാര മഹർഷിയെ സമീപിച്ചിട്ട് മഹർഷി ചോദിക്കും, നീ എന്തൊക്കെ പഠിച്ചു നാരദ? അനിയനാണ്, അദ്ദേഹത്തിൻ്റെ അനിയനാണ്, ബ്രഹ്മാവിൻ്റെ പുത്രനാണല്ലോ നാരദ മഹർഷി. നീ എന്തൊക്കെ പഠിച്ചു കേൾക്കട്ടെ. ഏട്ടൻ ചോദിക്കുകയാണ് അനിയൻ്റെ അടുത്ത്, നീ എന്തൊക്കെയാണ് പഠിച്ച്, ഞാൻ കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ, ഞാൻ എണ്ണുകയാണ്. ഋഗ്വേദം പഠിച്ചു,
യജുർവേദം പഠിച്ചു, സാമവേദം പഠിച്ചു, അഥർവവേദം പഠിച്ചു, അഞ്ചാമതായിട്ട് ഇതിഹാസ പുരാണങ്ങളൊക്കെ പഠിച്ചു. അതിനുശേഷം വിനയത്തോടു കൂടിയിട്ടൊരു മന്ത്രമുണ്ട് ഛാന്തോക്യത്തിൽ. പ്രണാമത്താലും ചോദ്യങ്ങളാലും സേവനം കൊണ്ടും ആ ജ്ഞാനത്തിനെ നീ അറിയുക എന്ന് പറയണ. അത് ഞാൻ പഠിച്ചു, ഇതാണ് ഞാൻ പഠിച്ചത്. അതുകൊണ്ട് കേൾവി എപ്പോഴും നമ്മുടെ ഉള്ളിൽ പുതിയ 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 എന്താ പറയുക അറിവുകളെ ഉണ്ടാക്കിക്കൊണ്ടുവരേണ്ട, പുതിയ പുതിയ അറിവുകളെ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരേണ്ട ഒരു ട്രിഗറും കൂടിയുണ്ട്. കേട്ടതിനെ അങ്ങനെ എടുക്കല്ല, ഓരോ വ്യക്തിക്കും അനുസരിച്ചിട്ട് നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിലും വേദാർത്ഥം തെളിയുന്നത് പലപ്പോഴും വളരെ വിചിത്രമായിട്ടുള്ള രീതിയിലായിരിക്കും. അതിന് നമ്മളൊരു ഗൈഡ് ലൈൻ പിടിക്കും. അതിനാണ് നിരുക്തം പോലുള്ള പൂർവാചാര്യ സമ്മതമായിട്ടുള്ള പദ്ധതികൾ. പക്ഷേ അകത്തുണ്ടാവുന്ന തെളിച്ചത്തിൻ്റെ നിറവ്യത്യാസം പലതായിരിക്കും. അവിടെയാണ് അതിൻ്റെ ബ്യൂട്ടി. ഒരേ രത്നം പലതായിട്ട് നമുക്ക് തിരിച്ചറിയും. അങ്ങനെ വരുമ്പോഴാണ് ഒന്നും അവസാന വാക്കുമല്ല എന്ന് വേദം അവസാനം പറഞ്ഞതാണ്. പ്രപഞ്ചത്തിനെക്കുറിച്ച് പഠിക്കാനുള്ള ശ്രമമാണ് ഞങ്ങൾ. പക്ഷേ പ്രപഞ്ചത്തിനെക്കുറിച്ച് പഠിച്ച് വരുമ്പോൾ ഞങ്ങളും അവസാന വാക്കല്ല എന്ന് പറഞ്ഞത്. അതാണ് വേദസ്തുതി ഭാഗവതത്തിൽ വരുന്നത്. നീ എവിടെയാണോ നിൽക്കുന്നത് അവിടെ ഞങ്ങൾ തോറ്റു മടങ്ങണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ വേദം കേൾക്കെ എന്താ ആത്യന്തികമായിട്ട് കിട്ടുക എന്ന് ചോദിച്ചാൽ മനസ്സിലാവുന്നത് ഇതിൻ്റെ ഒക്കെ അപ്പുറത്ത് നിൽക്കുന്ന സത്യത്തെ സാക്ഷാത്കരിക്കാനുള്ള ശക്തി നമുക്ക് ലഭിക്കണു എന്നുള്ളതാണ് അവിടെ നമുക്ക് കിട്ടുന്ന പ്രധാനമായിട്ടുള്ള പാഠം അഥവാ അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ എന്താ പറയുക ഗീതയിൽ അതേപോലെ തന്നെ നാരദൻ്റെ ആ ഒരു വരി, അതിൽ തന്നെ ഒരു മന്ത്രം വരുന്നത് സോഹം ഭഗവോ മന്ത്രവിദേവാസ്മിൻ ആത്മവിത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സനത്കുമാരൻ്റെ അടുത്ത് പറയണം നീ പിന്നെ എന്തൊക്കെ പഠിച്ചു എന്ന് ചോദിക്കണതിൻ്റെ ആ പറഞ്ഞ് അവസാനിപ്പിക്കണതാണ്. ഭഗവാനെ ഞാൻ മന്ത്രം അറിയണവൻ മാത്രമാണ്. വിനയം നോക്കൂ, ആരാ പറഞ്ഞു? നാരദ മഹർഷിയെ പറഞ്ഞു ഞാൻ മന്ത്രം അറിയണവൻ മാത്രവനാണ്, ആത്മാവിനെ അറിയണവനല്ല. ഞാൻ ആത്മാവിനെ അറിഞ്ഞിട്ടില്ല, എനിക്ക് മന്ത്രം അറിയാമെന്നേ ഉള്ളൂ. ഞാൻ ഋഗ്വേദം പഠിച്ചു, യജുർവേദം പഠിച്ചു, സാമവേദം പഠിച്ചു, അഥർവം പഠിച്ചു, ഇതിഹാസങ്ങളൊക്കെ പഠിച്ചു, പക്ഷെ എനിക്ക് മന്ത്രം അറിയാമെന്നേ ഉള്ളൂ, ഞാൻ ആത്മാവിനെ അറിഞ്ഞിട്ടില്ല എന്ന് ആ ജ്യേഷ്ഠനായിട്ടുള്ള ആത്മസ്വരൂപനായിട്ടുള്ള കൂടസ്ഥനായിട്ടുള്ള സനത്കുമാരൻ്റെ അടുത്ത് പറയുന്നു. അതുകൊണ്ട് അക്ഷരത്തിൻ്റെ ശ്രവണം അർത്ഥത്തിൻ്റെ ശ്രവണത്തിലേക്കും ആ അർത്ഥത്തിൻ്റെ ശ്രവണം ആത്മാനുഭാവത്തിൻ്റെ അവസ്ഥയിലേക്കും വളർത്താൻ സാധിക്കണം. ശ്രവണം രണ്ട് തരത്തിലുണ്ട്. ഈ ചെവി കൊണ്ട് കേൾക്കണം മാത്രമല്ല, അകത്തർത്ഥം കേൾക്കലുണ്ട്. അപ്പം രണ്ട് തലമുണ്ട് വേദശ്രവണത്തിന്. അത് കിട്ടുമ്പോഴാണ് ശ്രവണം മനനത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകണം. അപ്പോഴേ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുള്ളൂ ഹൗ ദിസ് അപ്ലൈസ് ടു അവർ ലൈഫ്. ഇതെങ്ങനെയാണ് എന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് പഠിക്കുന്നത് അവിടെ വെച്ചിട്ടുണ്ട്. തൈത്തിരീയത്തിൽ പറയണു ശ്രവണത്തിൻ്റെയും അധ്യാപനത്തിൻ്റെയും വ്രതം എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞാൽ അവിടെയും മാഹാത്മ്യം വരുന്നുണ്ട്. സമാവർത്തനത്തിൻ്റെ സമയത്ത് ആചാര്യൻ ശിഷ്യനൊരു ഉപദേശം കൊടുക്കും. സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമദിതവ്യം എന്ന് പറഞ്ഞൊരു ഉപദേശമുണ്ട്. സ്വാധ്യായത്തിൽ കേട്ടും ഉരുവിട്ടും പഠിക്കണമെന്ന് സ്വാധ്യായം. അതേമാതിരി പ്രവചനത്തിൽ കേൾപ്പിക്കുക പഠിപ്പിക്കുക തുടങ്ങിയതിലും ഒരിക്കലും അലസത കാണിക്കരുത്. അലസത പാടില്ല. ഓരോ തലമുറയും കേൾക്കുകയും പഠിപ്പിക്കുകയും കേൾപ്പിക്കുകയും വേണം. ഇങ്ങനെ ഈ അഖണ്ഡ ശൃംഖല ശ്രവണത്തിൻ്റെ അതാണ് വേദത്തിനെ ജീവനോട് കൂടിയിട്ട് നിലനിർത്തുന്നത്. വേദത്തിൻ്റെ ജീവസ് ഉണ്ടാവുന്നത് ശ്രവണത്തിൽ കൂടെയാണ്. ഭഗവത്ഗീത പറയണു ശ്രവണം തന്നെയാണ് മുക്തി എന്ന് ഭഗവാൻ പറഞ്ഞു വെച്ചിരിക്കുന്നു. നേരിട്ടുള്ള ശ്രവണത്തിൻ്റെ ഫലശ്രുതി വാസ്തവത്തിൽ ഗീതയിലാണ് കാണാൻ പറ്റുക. ശ്രദ്ധാവാൻ അനസൂയശ്ച ശൃണുയാതപിയോ നര സോപി മുക്ത ശുഭാം ലോകാൻ പ്രാപ്നുയാൽ പുണ്യകർമ്മണ. ശ്രദ്ധയോടും അസൂയയില്ലാതെ ഈ ഗീത, വേദസാരം തന്നെ ഗീത, ഇത് കേവലം കേൾക്കണ മനുഷ്യൻ മുക്തനായി പുണ്യകർമ്മികളുടെ ശുഭലോകങ്ങൾ പ്രാപിക്കണമെന്ന് ഗുരുവായൂരപ്പൻ്റെ വാക്ക. അതിൻ്റെ മുകളിൽ വേറെ നമുക്ക് അറ്റസ്റ്റേഷൻ്റെ ആവശ്യമില്ല. പൂർണ്ണമായിട്ട് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ശ്രദ്ധയോടെ കേൾക്കുക, അത് തന്നെ മതി മുക്തിക്ക് കാരണമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് വേദശ്രവണത്തിൻ്റെ സാർവത്രിക കാരുണ്യമാണ്. ഈ വേദം തന്നെ ഗീതയായും ഭാഗവതമായും ദേവി ഭാഗവതമായും പുരാണങ്ങളായിട്ടും നമ്മൾ സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വ്യാസമഹർഷി തന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി. അന്തസ്സത്ത ഒന്നെ. അതുകൊണ്ട് ശ്രവണത്തിൻ്റെ വ്യവസ്ഥയും ശ്രദ്ധയാണെന്നും ഗീത പറഞ്ഞു വെച്ചിട്ടുണ്ട്. ശ്രവണം ഉണ്ടായാൽ മാത്രം പോരാ, അതിനൊരു വ്യവസ്ഥയുണ്ട്, ഒരു കണ്ടീഷനുണ്ട്. എന്താ കണ്ടീഷൻ? ശ്രദ്ധ വേണം. അതുകൊണ്ട് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം തത്പരസംവേദേന്ദ്രിയ ജ്ഞാനം ലബ്ധ്വാപരാം ശാന്തി മജിരേണാധികച്ഛതി ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നു. ശ്രദ്ധയുള്ളവനും താല്പര്യമുള്ളവനും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചവനും ജ്ഞാനം നേടും. ജ്ഞാനം നേടിയിട്ട് വേഗം പരമശാന്തി പ്രാപിക്കും.
ശ്രദ്ധയില്ലാത്ത കാത് കേട്ടാലും മനസ്സിലാക്കില്ല. ശ്രദ്ധയാണ് ശ്രവണത്തിനെ ഫലവത്താക്കുന്നത്. ശ്രദ്ധയില്ലെങ്കിൽ ശ്രവണത്തിന് ശക്തിയില്ല. അതിൽ നമ്മളിപ്പോൾ പുരാണത്തിൻ്റെ തന്നെ വേറൊരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഭാഗവത മഹാത്മ്യം പറയില്ലേ, പത്മപുരാണത്തിലെ ദുന്ദുകാരി എന്ന് പറഞ്ഞ പ്രേതത്തിന് എങ്ങനെയാണ് ആ 7 മുട്ടുള്ള മുള പൊട്ടണത്? ഈ കേട്ട് 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 അത് അകത്തേക്കെടുത്ത് മറ്റുള്ളവരൊക്കെ വൈകുന്നേരം ഉറങ്ങാൻ പോകും, ഊണ് കഴിക്കും. ദുന്ദുകാരി പ്രേതാണ്, എവിടെയും പോകാനില്ല, മുളയിൽ തന്നെ ഇരിക്കും. പകൽ കേട്ടത് മുഴുവൻ രാത്രി മനനം ചെയ്യും. വീണ്ടും രാവിലെ പുതിയത് കേൾക്കും, ശ്രവണം. വീണ്ടും രാത്രി മനനം, വീണ്ടും ശ്രവണം, വീണ്ടും മനനം. അവസാന ദിവസമായപ്പോൾ നിത്യാസനം സംഭവിച്ചു, മോക്ഷവും. അങ്ങനെ നോക്കുകയായിരുന്നെങ്കിൽ നമ്മളൊക്കെ ദുന്ദുകാരിയുടെ ശ്രദ്ധ ഉണ്ടായിരുന്നെങ്കിൽ ഈ നാട്ടിലൊക്കെ ഒരു തവണയൊക്കെ സപ്താഹം നടക്കുള്ളൂ. കാരണം നമ്മളൊക്കെ പോയിട്ടുണ്ടാവും. ഇത്രയും സപ്താഹം നടത്തേണ്ടി വരുന്നത് എന്താ വെച്ചാൽ ആരും കേൾക്കുന്നില്ല, ആരും ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത്രയും സപ്താഹം നടത്തേണ്ടി വരുന്നത്. ഇല്ലെങ്കിൽ നമ്മളൊക്കെ എന്നോ ഈ ചക്രത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കൈവല്യവത പ്രാപ്തിയെ ഭഗവാനിൽ പോയി ചേർന്ന് കാണും അല്ലേ. അപ്പോൾ പുരാണത്തിലും ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. കർണത്തിൻ്റെ മാഹാത്മ്യം തന്നെ ധാരാളം പറയാനുണ്ട്. വൈദിക ദർശനത്തിൽ ശ്രോത്രത്തിൻ്റെ കാതിൻ്റെ അതിദേവത തന്നെ ദിക്കുകളാണ്, ദിശകളാണ്. ഓരോ അവയവത്തിനും ദേവതകളെ പറഞ്ഞിട്ടുണ്ട്. ചെവിയുടെ ദേവതകൾ ദിക്കുകളാണ്, ഡയറക്ഷൻസാണ്. കാത് വ്യക്തിയെ അനന്തമായിട്ടുള്ള ദിഗന്ധങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്നുണ്ട്. നമ്മൾ പോലും അല്ല, നമ്മളിവിടെ ഇരിക്കണമെന്നേ ഉള്ളൂ. നമ്മുടെ ചെവികൾ അനന്തവിശാലമായിട്ടുള്ള പ്രപഞ്ചത്തിൻ്റെ ഓരോ കോർണറുമായിട്ടും നമ്മളെ ബന്ധിപ്പിക്കുന്നുണ്ട്. കണ്ണുകൊണ്ട് നോക്കിയാൽ പോലും കാണില്ല, പക്ഷെ ചെവി നമ്മളെ കണക്ട് ചെയ്യുന്നുണ്ട്. ഇന്ദ്രിയം അത്രയും പ്രധാനപ്പെട്ടൊരു ഇന്ദ്രിയമാണ്. സൂക്ഷ്മ ശരീരത്തിനെ ബ്രഹ്മാണ്ഡ ശരീരത്തിനോട്, പിണ്ഡാണ്ഡത്തെ ബ്രഹ്മാണ്ഡത്തിനോട്, അതിൻ്റെ ഉള്ളിലിരിക്കുന്ന സൂക്ഷ്മ ശരീരത്തിനെ ബ്രഹ്മാണ്ഡത്തിനോടും ബന്ധിപ്പിക്കണ കണ്ണിയാണ് കർണം. അതുകൊണ്ടാണ് ഭദ്രം കർണേവി എന്ന് പറഞ്ഞ് തുടങ്ങിയത്. വീണ്ടും നമുക്ക് പറയാൻ പറ്റും. കാതുകൾ ആരോഗ്യത്തോടെ മംഗളമായത് കേൾക്കാൻ പ്രാപ്തമായിട്ടിരിക്കട്ടെ എന്ന് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടാണ് തുടങ്ങണത് അല്ലേ. നാദബ്രഹ്മവും അതേമാതിരി തന്നെ സാമവേദവും ഇവിടെ പറയേണ്ടതാണ്. വേദാനാം സാമവേദോസ്മി എന്ന് പറയുന്നുണ്ട്. വേദങ്ങളിൽ ഞാൻ സാമവേദമാണെന്ന് പറയാൻ കാരണം എന്താ? സാമവേദം ഗാനം ചെയ്യപ്പെടേണ്ടതാണ്. പാട്ട് പാടുകയാണെങ്കിൽ അത് ഉറപ്പായിട്ട് കേൾക്കണമല്ലോ. ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഒരു മുറി അടച്ചിരുന്നിട്ട് പാട്ട് പാടിയിട്ട് കാര്യമില്ല, അത് കേൾക്കേണ്ടതാണ്. അതുകൊണ്ട് കേൾക്കപ്പെടേണ്ടതാണ്, ശുദ്ധമായിട്ടുള്ള നാദമാണ്. അത് സംഗീതശാസ്ത്രമായിട്ടും ബന്ധിപ്പിക്കുമ്പോൾ വളരെ രസമായിട്ട് രാവണൻ്റെ ഒരു പുസ്തകമുണ്ട്, രാവണ സംഹിത എന്ന് പറയും. അതിൽ കൂടുതലും മന്ത്രവാദവും ഔഷധ പ്രയോഗങ്ങളൊക്കെ ആണെങ്കിലും രാവണൻ വലിയൊരു വീണാവാദനക്കാരനും ചിത്രകാരനുമായിരുന്നു. ഒന്നാന്തരം ചിത്രകാരനുമായിരുന്നു, വീണയും വായിക്കും. അതിൽ വീണ വായിക്കുന്ന ആ വീണയുടെ ആ ശാസ്ത്രം പറയണ അവിടെ അദ്ദേഹം ഈ സംഗീതത്തിൽ വരുന്ന പാടുമ്പോൾ വരുന്ന 63 ദോഷം, ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുമ്പോൾ വരുന്ന 63 ദോഷങ്ങളൊക്കെ പറയണ സ്ഥലത്ത് ഈ ദോഷനിവൃത്തിക്കായിട്ട് വേദശ്രവണ പറഞ്ഞിരിക്കുന്നത്. സംഗീതത്തിൽ ഒരു സ്വരം നോട്ട് തെറ്റിച്ച് പാടുന്നതിന് ദോഷമുണ്ട് എന്നും ആ ദോഷം മാറാൻ വേദശ്രവണത്തിന് പരിഹാരമായിട്ട് രാവണൻ വിധിച്ച്. രാവണൻ വേദപണ്ഡിതനായിരുന്നു, മഹാപണ്ഡിതനായിരുന്നു വേദത്തിൽ. അപ്പോൾ ചുരുക്കി പറഞ്ഞ പ്രണവം അജപമായിട്ട് നമ്മുടെ ഉള്ളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആ ശബ്ദം അത് തന്നെയാണ് ശ്രവണത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള രൂപം എന്ന് പഠിപ്പിച്ച് തരികയാണ് വാസ്തവത്തിൽ വേദാനാം സാമവേദോസ്മി എന്ന് പറയണതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെയാണ് അതിൻ്റെ എന്തുകൊണ്ട് കേൾക്കണം അല്ലെങ്കിൽ എങ്ങനെ കേൾക്കണം എന്നുള്ളതിൻ്റെ ഒരു ഏകദേശ ചുരുക്കം വരുന്നത്. നമുക്ക് അരമണിക്കൂർ സമയം കൂടിയുണ്ട്. അതുകൊണ്ട് അതിൻ്റെ കേട്ടാൽ നമുക്ക് എന്ത് കിട്ടും, വേദശ്രവണം മനുഷ്യനെ എങ്ങോട്ട് നയിക്കണമെന്ന് പറയുമ്പോഴാണ് മഹാത്മ്യം പൂർണ്ണമാവുള്ളൂ. പൂർണ്ണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, അധിക പ്രസംഗമാണ് അങ്ങനെ പറയുന്നത്. ഒരിക്കലും പൂർണ്ണമല്ല. ഇതൊന്നും എത്ര പറഞ്ഞാലും തീരില്ല. തെരിഞ്ഞത് കൈയളവ്, തെരിയാത്തത് കടലളവ് പറഞ്ഞ പോലെയാണ് ഇരിക്കുന്നത്. ബൃഹദാരണ്യത്തിൽ തന്നെ ഈ പ്രാർത്ഥന, പ്രസിദ്ധമായ പ്രാർത്ഥന, നമുക്കൊക്കെ അറിയണ പ്രാർത്ഥന, വേദശ്രവണം നമ്മളെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്നതൊരു യാത്രയാണെങ്കിൽ ആ യാത്ര നമ്മളെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത് എന്ന് ബൃഹദാരണ്യകം വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അസതോമാ സദ്ഗമയ, തമസോമാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതംഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. അസത്തിന്ന് അയഥാർത്ഥ്യമായിട്ടുള്ള എന്നെ സത്തിലേക്ക്, യഥാർത്ഥമായിട്ടുള്ള എനിക്ക്, എല്ലാം നശിച്ചാലും അവശേഷിക്കണത് എന്തോ അത് ഏകോപശിഷ്ട ശിവകേവലോഹം എന്ന് ആചാര്യസ്വാമിയോട് പറഞ്ഞ ആ സത്ത്, അതിലേക്ക് എന്നെ നയിക്കട്ടെ. ഇരുട്ടിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുക, മൃത്യുവിന്ന് അമൃതത്വത്തിലേക്ക്, അമരത്വത്തിലേക്ക് എന്നെ നയിക്കുക. ഈ മൂന്നും
നയിക്കൽ, കൈപിടിച്ചു കൊണ്ടുപോക്കൽ, അതൊരു ചലന, ഒരു മൂവ്മെൻ്റ്, ഒരു മോഷനാണ്. ഈ 3 ചലനങ്ങളാണ് വേദശ്രവണത്തിൻ്റെ ഏറ്റവും വലിയ ഫലം. അയഥാർത്ഥത്തിൽ നിന്ന് സത്യത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുമ്പോൾ ജ്ഞാനത്തിൻ്റെ ഫലം തരും വേദശ്രവണം. അജ്ഞാനത്തിൻ്റെ ഇരുട്ടുന്ന് വിവേകത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോൾ അന്ധക്കരണ ശുദ്ധി തരും. മരണത്തിൻ്റെ ഭയത്തുനിന്ന് അമൃതത്വത്തിലേക്ക്, മോക്ഷഫലത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് പരമ കൈവല്യവും തരും. അബ്സല്യൂട്ടാക്കും. കേവലമായിട്ടുള്ള അവസ്ഥ എന്താണെന്ന് കാണിച്ചു. അപ്പോൾ വേദശ്രവണത്തിൻ്റെ മാഹാത്മ്യം പറയാൻ വേദം തന്നെ പ്രമാണം പറയുക, ഉപനിഷത്ത് തന്നെ പറഞ്ഞിരിക്കണേ എന്താണ് അതിൻ്റെ ബെനിഫിറ്റ്, വാട്ട് ഡു വി ഗെറ്റ്. നമ്മളങ്ങനെയുള്ള മനുഷ്യനെപ്പോഴും എനിക്കെന്ത് കിട്ടും നമ്മൾ ആദ്യം ചോദിക്കുക. വേദം കേട്ടാൽ എന്ത് കിട്ടും? ഇതാണ് കിട്ടുക. അസതോമാ സദ്ഗമയ, തമസോമാ ജ്യോതിർഗമയ, മൃത്യോർമ അമൃതം ഗമയ എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നു. ഏതൊരു ശാസ്ത്രത്തിൻ്റെയും പ്രമാണത്തിൻ്റെയും ലക്ഷ്യം എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് ഇഷ്ടാപൂർത്തം, ഇഷ്ടപ്പെട്ടത് കിട്ടുക, ആഗ്രഹിക്കണം നല്ലത് കിട്ടുക. അനിഷ്ടപരിഹാരം, തിന്മ നീക്കുക. ഇത് 2ആണ് ഏത് ശാസ്ത്രത്തിൻ്റെയും ലക്ഷ്യം. വേദശ്രവണം കൊണ്ട് 2 നടക്കും. വേദശ്രവണം കൊണ്ട് 2 നടക്കും. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഭട്ടതിരി എഴുതി വെച്ച് യോഗക്ഷേമം എന്നുള്ള ആ വാക്ക് അവിടെ ഉപയോഗിക്കാനും ഗീതയിൽ യോഗക്ഷേമം വഹാമ്യഹെന്ന് എഴുതി വയ്ക്കാനുമുള്ള കാര്യം. ഉള്ളത് നിലനിർത്തി തരും, ഇല്ലാത്തത് കൊണ്ടു തരും. ഉള്ളതിനെ നന്നാക്കി കൊണ്ടുപോകാൻ, നല്ലത് തരിക, ആപത്തുകൾ വരുന്നതിന് ഇല്ലാണ്ടാക്കുക. ഭഗവാന്റെ പ്രപഞ്ചത്തിനെ കൊണ്ടു നടത്തുന്ന രീതിയിൽ തന്നെ വേദത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള 2 കാര്യങ്ങളാണ് വെച്ചിട്ടുള്ളത്. അത് തന്നെയാണ് വേദശ്രവണത്തിൻ്റെ ഫലം. അത് 3 തലത്തിലാണ് നമുക്കിത് കിട്ടുക. ഈ നേരത്തെ പറഞ്ഞ ഇഷ്ടപ്രാപ്തിയും അനിഷ്ടപരിഹാരവും 3 ലെവലിൽ കിട്ടും. ഒന്ന് ഐഹികം, നമ്മുടെ ജീവിതത്തിൽ, ലൗകികമായിട്ടുള്ള ജീവിതത്തിൽ നമ്മൾ സാധാരണക്കാരുടെ കാര്യം. ഈ ജന്മത്തിലെ ഫലം ആയുസ് കിട്ടും, ആരോഗ്യം കിട്ടും, മനഃശാന്തി കിട്ടും, രക്ഷ കിട്ടും, സത്വവൃദ്ധി, സത്വഗുണം വർദ്ധിക്കും, ആപത്തുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു പോകും, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ശത്രുക്കൾ, ആന്തരിക ശത്രുക്കൾ ഇല്ലാണ്ടാവും. ഇതൊക്കെ വേദശ്രവണം കൊണ്ട് സംഭവിക്കും. ഇതാണ് ഐഹികമായിട്ട് കിട്ടണം. അത് കഴിഞ്ഞാലോ ആമുഷ്മികം, പരലോകത്തിൽ കിട്ടണ ഫലങ്ങൾ, പുണ്യം, ശുഭലോകങ്ങൾ കിട്ടുക, വൈകുണ്ഠം കിട്ടുക, കൈലാസം കിട്ടുക, ഇങ്ങനെയൊക്കെയുള്ള പുണ്യമായിട്ടുള്ള ലോകങ്ങൾ, സത്യലോകം കിട്ടുക, അങ്ങനത്തെയൊക്കെ പുണ്യലോകപ്രാപ്തി. ഇതല്ലാണ്ട് 3ാമത് പാരമാർത്ഥികം, ഐഹികം, ആമുഷ്മികം, പാരമാർത്ഥികം. പാരമാർത്ഥികം വെച്ചാൽ പരമമായിട്ടുള്ള ഫലം. ഒന്നുമില്ല, ഒരു ലോകത്തും പോണില്ല. കടലിൻ്റെ തുള്ളിയായിട്ട് നമ്മൾ കരയെ കിടന്നു, നമ്മളെ എടുത്ത് കടലിലിട്ടു, നമ്മൾ കടലായി. പരിപൂർണ്ണ ജ്ഞാനം ലഭിച്ചു, മോക്ഷം ലഭിച്ചു, അമൃതത്വം ലഭിച്ചു. ഇനി ചക്രത്തിലേക്ക് തിരിച്ചു വരേണ്ട ആവശ്യമില്ല. ഇത് 3ഉം തരാൻ കെൽപ്പ് വേദശ്രവണത്തിനുണ്ട്. ഇത് 3 അടിസ്ഥാനമായിട്ടൊരു ഇൻറ്റേർണൽ പ്രോസസ്സും ഉണ്ട്, ഒരു ആന്തരികമായിട്ടുള്ളൊരു പ്രക്രിയയുണ്ട്. അതെന്താ? നമ്മുടെ അന്ധഃകരണത്തിൻ്റെ പരിവർത്തനം, ട്രാൻസ്ഫർമേഷൻ ഓഫ് ദി ഇന്നർ സെൽഫ്. അകത്ത് മാറണം. പുറത്ത് എന്ത് മാറിയിട്ടും നമ്മൾ കാഷായം ധരിച്ചിട്ടും ഭസ്മം തൊട്ടിട്ട് രുദ്രാക്ഷം ഇട്ടിട്ടും ഒന്നും കാര്യമില്ല. അകത്ത് മാറാത്തിടത്തോളം കേട്ട വേദശബ്ദം അകത്ത് ചെന്ന് ആ മനസ്സിനെ വഴിതെറ്റിക്കണ ബുദ്ധിയെ, ആ ബുദ്ധിക്ക് അധിഷ്ഠാനമായിരിക്കണ ഹൃദയത്തിനെ ക്രമേണ രൂപപ്പെടുത്തി കൊണ്ടുവരുമ്പോൾ ശരീരവും മനസ്സും ഐഹികമായിട്ടുള്ള ഫലം കിട്ടും. അതിനുശേഷം ചിത്തശുദ്ധിയും സംസ്കാരവും വരുമ്പോൾ അന്ധക്കരണ ശുദ്ധി ഉണ്ടാവും. നമ്മുടെ ഉള്ളിലുള്ള എല്ലാ സംശയങ്ങളും അവസാനിക്കും, ബുദ്ധിയും ജ്ഞാനവും ഉദിക്കും. എല്ലാ സംശയങ്ങളും അവസാനിക്കുമ്പോൾ കുണ്ഠതയില്ലാണ്ടാവും, വൈകുണ്ഠം കിട്ടും. വൈകുണ്ഠം വെച്ചാൽ കുണ്ഠതയില്ലാത്ത അവസ്ഥ എന്നർത്ഥം. അറിവിൻ്റെ പ്രകാശം എന്നുള്ള അർത്ഥം വന്നാൽ അവിടെ കൈലാസം എന്നായി അർത്ഥം. അത് തന്നെ പ്രകാശം കളിക്കുന്ന ലോകം എന്നായ ഗോലോകം എന്നായി അർത്ഥം. അതുകൊണ്ട് ഗോലോകമാണോ മുകളിൽ, വൈകുണ്ഠമാണോ താഴെ, കൈലാസത്തിൻ്റെ ഇടയിലാണോ, ഇതൊന്നും ആലോചിച്ചിട്ട് തല പൊളിക്കണ്ട. ഇതൊക്കെ അകത്ത് കിട്ടേണ്ടതാണ്. അകത്ത് കിട്ടിയാൽ രക്ഷപ്പെട്ടു. ഇതാണ് വേദം പഠിപ്പിച്ച്. വേദം ഈ ലോകം അതിൻ്റെ മുകളിൽ ഇതിൻ്റെ താഴെ നിന്നൊന്നും വേദം പഠിപ്പിച്ചിട്ടില്ല. അതൊക്കെ പിൽക്കാലത്ത് പറഞ്ഞ് വ്യാഖ്യാനിച്ച് വന്നവർ അവരുടെ കൾട്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് സംശയ നിവൃത്തി വളരെ പ്രധാനപ്പെട്ടാണ്. 3ാമത്തെ കാര്യം ശരീരവും മനസ്സും ശുദ്ധാവുക, അതിന് വേണ്ട എല്ലാം കിട്ടുക. നമ്മുടെ ഇഹലോകത്തുള്ള സകല സുഖസൗകര്യങ്ങളും ആരോഗ്യവും ആയുസ്സും ആപത്തുകളിൽ നിന്നുള്ള രക്ഷയൊക്കെ കിട്ടുന്നു. അത് കഴിഞ്ഞാൽ അന്ധകരണത്തിൻ്റെ ശുദ്ധി സംഭവിക്കുന്നു, ചിത്തശുദ്ധി ഉണ്ടാവും, നല്ല സംസ്കാരം ഉണ്ടാവും. അതുകൊണ്ട് ഇനിയും ജന്മങ്ങളെടുത്താലും ഓർമ്മ വരും. ഞാൻ ആസ്തികനായിരുന്നു എന്നൊരു ചിന്ത എവിടെയെങ്കിലും വരും. അത് കഴിഞ്ഞാൽ ബുദ്ധിയും ജ്ഞാനവും ലഭിക്കുകയാണ്. എന്താ സദ്ബുദ്ധി, ശുദ്ധബുദ്ധി ഉണ്ടാവാൻ ലക്ഷണം? സംശയങ്ങളൊക്കെ അവസാനിക്കും. എന്താ സംശയം? ഞാനല്ലാണ്ട് വേറെ എന്തോ ഉണ്ട് ഈ ലോകത്തെന്ന് ചിന്തിക്കണ കാലം വരെ സംശയമുള്ളൂ. ഞാൻ ആയിട്ടുള്ളത് തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ മുഴുവനുള്ളതെന്നും
ഈ കാണാമെന്നൊക്കെ പോയാലും ഞാൻ അവശേഷിക്കുന്നതും തിരിച്ചറിഞ്ഞാൽ, സാഖ്യം നന്നായി പഠിച്ചാൽ, ഗീതയുടെ 2ാമത്തെ ചാപ്റ്റർ അസലായി പഠിച്ചാൽ ഇത് മനസ്സിലാവും. ഇത് തന്നെ ആ വേദം പഠിപ്പിച്ചു വെച്ചത് നമുക്ക്. സംശയത്തിൻ്റെ നിവൃത്തി സംഭവിക്കും. അങ്ങനെ വന്നാലോ, സംശയങ്ങൾ അവസാനിച്ചാലോ ഹൃദയപരിവർത്തനം വരും. ഹൃദയപരിവർത്തനം വന്നാൽ, സംശയങ്ങൾ അവസാനിച്ചാൽ, ഓ ഞാൻ ജ്ഞാനിയായി, ഇനി എനിക്ക് ഭക്തിയുടെ ആവശ്യമില്ല എന്നല്ല സംഭവിക്കുക, നേരെ തിരിച്ചാൽ സംഭവിക്കുക. ഭക്തി വർദ്ധിക്കും. ധാരധാരയായിട്ട് കണ്ണുനീര് വരും. ഭഗവാന്റെ ഒരു നാമം കേട്ടാൽ മതി, ഒരു ശബ്ദം കേട്ടാൽ മതി, വേദശബ്ദം കേട്ടാൽ കണ്ണീര് വരും. പ്രേമം വരും ഹൃദയത്തിൽ, പുണ്യം വരും. ആമുഷ്മികവും പരമാർത്ഥികമായിട്ടുള്ള ഫലങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. പുണ്യവും മോക്ഷമൊക്കെ കിട്ടും. ഇത് മുഴുവൻ സംഭവിക്കും. നമുക്ക് ആ ഫലങ്ങൾ കിട്ടാൻ നമ്മുടെ ചുറ്റുപാടുകൾ എങ്ങനെ മാറണോ അതുപോലും പ്രപഞ്ചം മാറ്റും നമ്മുടെ സൗകര്യത്തിനെന്നാണ് പറയുക. ഭഗവാൻ അരങ്ങൊരുക്കുക പറയും. ഒരാളെ രക്ഷപ്പെടുത്താൻ വേണ്ട അരങ്ങൊരുക്കി കൊടുക്കുക. ഇത്രയും കിട്ടും എന്ന് പറയുന്നത് വേദം ശ്രദ്ധയോടെ ഒരു പ്രാവശ്യം ശ്രമിച്ചാൽ. നമ്മൾ ഈ ജപിക്കുന്ന പഞ്ചാക്ഷര മന്ത്രം പോലും വേദമന്ത്രമല്ലേ. ഞാൻ പണ്ടൊക്കെ പണ്ട് ഇങ്ങനെയൊക്കെ പ്രഭാഷണം ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ചെറിയ കുട്ടികൾക്കൊക്കെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഞാൻ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറയാറുള്ളൊരിതുണ്ട്. കുട്ടികളൊക്കെ ഇരിക്കണോണ്ട് പറയുക, ഒരു വലിയ കേക്കാണെന്ന് വിചാരിക്കുക. ഋഗ്വേദം അതിൻ്റെ 1ാമത്തെ മന്ത്രം തൊട്ടിട്ട് അഥർവത്തിൻ്റെ അവസാന മന്ത്രം വരെ 4 വേദങ്ങളിൽ ചേർത്ത് വെച്ചാൽ ഒരു വലിയ ബർത്ത്ഡേ കേക്ക് നമ്മൾ പറയുന്നത് കറക്റ്റ് നടുക്ക് വേണം മുറിക്കാൻ എന്ന് പറയും. അപ്പം കത്തി ഇങ്ങനെ നമ്മൾ ഇറക്കി പോകുമ്പോൾ ഒരു സ്ഥലത്ത് പോയി നിൽക്കും. അത് പഞ്ചാക്ഷരത്തിലാണ്. നമശിവായ എന്നുള്ള നാമം, നമശിവായ ശിവതരായ ഹൃദയമാണ്. അവിടെ കൈലാസത്തിലിരിക്കുന്ന ജടാമകുടങ്ങൾ വെച്ചിട്ടുള്ള ചന്ദ്രക്കല ധരിച്ച സർപ്പത്തെ ധരിച്ച ആളെ അല്ല പറയണത്, ബ്രഹ്മത്തെ പറയണത്. ടു ദ ഓസ്പീഷ്യസ് ആൻഡ് ടു ദ മോസ്റ്റ് ഓസ്പീഷ്യസ് എന്നാണ് പറഞ്ഞിരിക്കും. വേറെ ഒന്നും പറയാനില്ല, അതിൻ്റെ മുകളിലൊന്നുമില്ല അല്ലേ. അപ്പോൾ വടക്കുന്നാഥൻ്റെ ഒരു പവർ എന്താണെന്ന് നമുക്ക് അതിൻ്റെ അകത്ത് അല്ലേ ഒരു തരിപ്പ് വരും അതൊക്കെ പറയുമ്പോൾ തന്നെ. അതുകൊണ്ട് വേദശ്രവണത്തിൻ്റെ ഏറ്റവും സ്ഥൂലമായിട്ടുള്ള ഫലം പോലും നമ്മുടെ ശരീരത്തിലും മനസ്സിലും അനുഭവപ്പെടുന്നത്. അപ്പോൾ വെറുതെ ഇത് പറയുമ്പോൾ തന്നെ എനിക്കിത്തിരി ധരിച്ചു, നിങ്ങൾ പലർക്കും ധരിച്ചിട്ടുണ്ടാവാം. ആ നമശിവായ എന്നുള്ളത് അവിടെ ആണ് എന്ന് പറയുമ്പോൾ ആ ഫലം ഉണ്ടല്ലോ, അത് വെറുതെയുള്ള ഒരു മനസ്സിൻ്റെ തോന്നലല്ല, അത് വേദത്തിൻ്റെ ശക്തിയാണ്. അതുകൊണ്ട് അതിൻ്റെ ഏറ്റവും സ്ഥൂലമായിട്ടുള്ള മോസ്റ്റ് വിസിബിൾ റിസൾട്ട് നമ്മുടെ ശരീരത്തിലുണ്ടാവാം. രോമാഞ്ചം ഉണ്ടാവും, കണ്ണീരണിയും. ചിലവർക്ക് സൂക്തങ്ങൾ കേട്ട് കഴിഞ്ഞാൽ പൊട്ടിക്കരണവരുണ്ട്, ഹൃദയദ്രവീകരണം വന്ന് കരയും. ഇപ്പോൾ ഉദാഹരണത്തിന് അതിനർത്ഥത്തിൽ ഗ്രാവസ്തോതൻ്റെ സ്തുതിയുണ്ട്. ഗ്രാവം എന്ന് പറഞ്ഞാൽ ദുഃഖം എന്നർത്ഥം സംസ്കൃതത്തിൽ, വൈദിക സംസ്കൃതത്തിൽ. ഇത് തന്നെ ലാറ്റിനിൽ ഗ്രാവ് എന്ന് പറഞ്ഞാൽ ഗുരുത്വാകർഷണം, ഗ്രാവിറ്റി. ഇത് തന്നെയാണ് ഗ്രീഫ് എന്നുള്ള ദുഃഖം എന്നുള്ളതിൻ്റെയും ഇംഗ്ലീഷ് വാക്കിൻ്റെയും ബേസ് കിടക്കുന്നത്. ഗ്രാവത്തിൻ്റെ സ്തുതി ദുഃഖത്തിനെ സ്തുതിക്കണം. എങ്ങനെ സ്തുതിക്കണം? കണ്ണ് കെട്ടും ഗ്രാവസ്തോതൻ. കണ്ണ് കെട്ടിയിട്ട് കരിങ്കല്ല്, സോമലത ഇടിച്ച് ചതക്കേണ്ട കല്ലിനെ, ഗ്രാവിറ്റി, ഗ്രാവ് എന്നുള്ളത് എർത്തുമായിട്ട് ബന്ധപ്പെട്ടാണ്, ആ കല്ലിനെയാണ് സ്തുതിക്കുക. ഗ്രാവസ്തോതൻ കണ്ണ് കെട്ടി എന്നിട്ട് അയാൾ എപ്പോഴും കണ്ണ് കെട്ടിയിട്ടാണ് നിൽക്കുക. ഗ്രാവസ്തോതന് കണ്ണ് തുറന്നിട്ട് മന്ത്രം ചെല്ലാൻ അധികാരമില്ല. കാരണം ദുഃഖത്തിനെ കണ്ണില്ലാണ്ട് ഇന്ദ്രിയങ്ങളെ മുഴുവൻ അടക്കി ജപിക്കണം. ദുഃഖത്തിനെയാണ് സ്തുതിക്കുന്നത്. നീയാണ് എന്നെ ജീവിതത്തിലേക്ക് ഭഗവാനിലേക്ക് കൊണ്ടുപോകണമെന്നാണ് അതിൻ്റെ പറഞ്ഞു വെപ്പിക്കണത്. എന്ത് സോമലതയാകണം, അമൃത് ഇടിച്ച് എടുക്കാൻ ദുഃഖം കൊണ്ട് ചതയ്ക്കണമെന്ന്. ദുഃഖം കൊണ്ട് ചതയ്ക്കുമ്പോഴാണ് ജ്ഞാനത്തിൻ്റെ അമൃത് കിട്ടുക എന്ന് പഠിപ്പിച്ചിരുന്നു. ഗ്രാവസ്തോതൻ്റെ സ്തുതി കേട്ടോണ്ട് നിന്ന് കഴിഞ്ഞാൽ, നന്നായിട്ട് ചെല്ലണ ആളാണെങ്കിൽ ചെല്ലുന്ന ഗ്രാവസ്തോതം പൊട്ടി പൊട്ടി കരയും. കേൾക്കണം, നമ്മളും ഒന്നും അറിയില്ലെങ്കിലും കരയും. ഇങ്ങനെ വിങ്ങി വരും. ഞാനൊക്കെ ക്യാമറ പിടിച്ച് നിന്നിട്ട് കൈ വിറച്ചിട്ട് കരഞ്ഞ് തകർത്തിട്ടുണ്ട്. കരയാൻ വേണ്ടി കേൾക്കും പോയിട്ട് നിന്നിട്ട് ദിവസം രാത്രി ഗ്രാവസ്തോതൻ്റെ സ്തുതി കേൾക്കാൻ പോയത് കരയാൻ വേണ്ടി, കഴുകാൻ, അകത്ത് കഴുകാൻ വേണ്ടിയിട്ട്. അതാണ് വേദത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ഞാൻ വ്യക്തിപരമായിട്ട് കണ്ണിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളുണ്ട്. പ്രവർഗ്യം ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, പ്രവർഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിളപ്പിച്ചിട്ടുള്ള നെയ്യിൽ അപ്പക്കറന്നെടുത്ത പശുവിൻ്റെയോ ആടിൻ്റെയോ പാല് അതിൽ ഒഴിക്കുകയാണ് ചെയ്യുക. അത് 2 പ്രതിപ്രസാദം അധ്വര്യവും 2 പേരും മാറി മാറിയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. അത് ചെയ്യുന്ന സമയത്ത് ഒരു പരമ്പ് കൊണ്ട് ഹോതാവ് അടുത്തിരുന്ന് ജപിക്കുക. അദ്ദേഹത്തിൻ്റെ ദേഹത്തേക്ക് തിളച്ചത് തെറിക്കാതിരിക്കാൻ മറച്ചു പിടിക്കും. ഇത് മണ്ണിൻ്റെ പാത്രത്തിൽ ആ ഒരു പാത്രമുണ്ട്, ഈ എന്താ പറയുക, നെയ്യ് തിളപ്പിക്കുന്ന പാത്രമുണ്ട്, ആ പ്രവർഗ്യപാത്രം എന്ന് പറയും. ആ പ്രവർഗ്യപാത്രത്തിൽ ഇതിങ്ങനെ വെട്ടിത്തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും നെയ്യ്. അപ്പോൾ പുറത്തുനിന്ന് കറന്നിട്ട് ഇങ്ങനെ ചട്ടുകം പോലെ ഇങ്ങനെ വളഞ്ഞിട്ടൊരു സ്പൂണാണ്, അതിൽ മണ്ണുകൊണ്ടുണ്ടാക്കിയതാണ്. അത് പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട്
ഒഴിക്കുകയാണ് ചെയ്യുക. കൽപ്പാത്തി വന്നാൽ ഞാൻ കാണിച്ചു തരാം, എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട് അതൊക്കെ ഇപ്പോഴും. ആ ഇത് കൊണ്ടുപോയിട്ട് ഒഴിക്കും അവർ. അത് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു ബ്ലാസ്റ്റ് ഉണ്ടാവും, വളരെ ഉയരത്തിൽ അഗ്നി അങ്ങോട്ട് വരും. അപ്പോൾ അത് മേൽക്കൂരെ തട്ടാതിരിക്കാൻ മാവിൻ്റെ ചില്ലകൾ മുളയുടെ അറ്റത്ത് കെട്ടിയിട്ട് അതുകൊണ്ട് പിടിക്കും, ഇപ്പുറത്ത് തടഞ്ഞും പിടിക്കും, ഹോതൻ്റെ മേലേക്ക് തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു ആഭിചാരക്രിയ തന്നെയാണ്, ശുദ്ധീകരണ ക്രിയ. അതുകൊണ്ട് ഇത് സ്ത്രീകൾ കാണാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് ആ സമയത്ത് യജമാന പത്നിയെ അകത്തേക്ക് കൊണ്ടുവരുത്തും. യജമാന പത്നിക്ക് ഇത് കാണാനുള്ള അവകാശമില്ല, സ്ത്രീ കാണരുതെന്നാണ്. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ ഗാലറി കെട്ടിയിരുന്നിട്ടാണ് സോമയാഗം കാണുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇരുന്ന് കാണും, യജമാന പത്നിയെ മാത്രം കൊണ്ടുപോകില്ല. കാരണം രൗദ്രക്രിയയാണ്, പാടില്ല എന്ന്. ഇപ്പോൾ ഗുരുവായൂരപ്പന് തൃപ്പൂക കഴിഞ്ഞ് നട അടച്ചിട്ടല്ലേ അഴൽ നടത്തുള്ളൂ ഭഗവതിക്ക്. കാരണം അഴൽ ഉഗ്രക്രിയയും, അതുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ നട അടച്ചിട്ടേ ചെയ്യുള്ളൂ. അതേമാതിരിയുള്ള പണ്ടത്തെ ചില ചിട്ടകളത്. ഈ പ്രവർഗ്യം നടക്കുമ്പോൾ ഞങ്ങൾ ശാലയുടെ പുറത്താണ് നിൽക്കുന്നത്. ഇവിടെ നിന്നിട്ട് വ്യൂ ഫൈൻഡർ ഇങ്ങനെ പിടിച്ചു നിന്നിട്ട് ഇത് കറക്റ്റ് കിട്ടാൻ വേണ്ടി ചില സമയങ്ങളിൽ ഇത് ചാടുന്ന കുതിരയെ പോലെയാവും തീ. അതിൻ്റെ സ്റ്റില്ലെടുത്ത് കഴിഞ്ഞാൽ ശരിക്കും ഒരു കുതിര നിൽക്കുന്ന മാതിരി ഉണ്ടാവും. മുകളിലേക്ക് വന്നിട്ട് ഇതിങ്ങനെ പുകഞ്ഞ് പൊട്ടി പുറത്തേക്കാണ് വരുന്നത്. അത് എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവിടെ ചിലപ്പോൾ ശ്രീരാമസ്വാമിയുടെ ചിത്രം ഇരിക്കുന്ന അവിടെയാണ് അത് നടക്കണം. ഞങ്ങൾ ഇവിടുന്ന് സൂം ചെയ്തിട്ട് എടുക്കുക. എൻ്റെ വിരലിൻ്റെ തള്ളവിരൽ വെന്ത് പോയി ഒരു ദിവസം. എൻ്റെ വിരൽ ആ വ്യൂ ഫൈൻഡറിൻ്റെ മുകളിലായിരുന്നു. ഇന്നും അന്നത്തെ ഫോട്ടോസിൽ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ വിരൽ കെട്ടിയിരിക്കണതാണ്. അവിടെ ഇരുന്ന ചൂട് ഇത്രയും ആൾക്കാർ ഇതിൻ്റെ ഇടയിലുണ്ട്. എൻ്റെ വിരൽ വെന്തുപോയി. എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഇരുന്നിട്ട് സ്വാമിയുടെ മുന്നിൽ നിന്ന് ഞാൻ പറഞ്ഞു. ഇതേപോലെ രാവിലെയും വൈകുന്നേരവും ഇന്ദ്രനെ വിളിക്കും. ഇന്ദ്ര അവിടുന്ന് വരൂ, ഞങ്ങളുടെ സോമം സ്വീകരിക്കൂ എന്ന് പറഞ്ഞ് വിളിക്കും. സുബ്രഹ്മണ്യാഹ്വാനം രാവിലെയും വൈകുന്നേരവും വിളിക്കും. സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കും. പടിഞ്ഞാറൻ ആകാശത്തേക്ക് നോക്കിയിട്ടാണ് വിളിക്കുക. വേനൽക്കാലത്താണ് അതിരാത്രങ്ങൾ നടക്കുക. കൊയ്ത് കഴിഞ്ഞ പാടത്താണ് കേരളത്തിൽ പ്രത്യേകിച്ചും. പടിഞ്ഞാറ് വശത്ത് ഇവർ വിളിക്കുന്ന സമയത്ത് ഇന്ദ്രൻ സന്തോഷിച്ചാൽ തൻ്റെ വില്ല് വെക്കുന്നതാണ് പറയുക. നമുക്ക് കാണാൻ എന്താ ഇന്ദ്രൻ്റെ വില്ല്? ഇന്ദ്രധനുസ് എന്താ? മഴവില്ല്. അതല്ലേ വരിക സാധാരണ. മഴവില്ല് വരുന്നു മാത്രമല്ല, 3 ദിവസം ഞങ്ങൾ ഷൂട്ട് ചെയ്ത് ഇന്നും ആ ക്യാമറ കിടപ്പുണ്ട്. ഇടിമിന്നൽ വന്നു, വജ്രം വെച്ചു. ഇന്ദ്രൻ വജ്രം വയ്ക്കുക. അതായത് മഴക്കാറില്ലാത്ത ആകാശത്ത് പടിഞ്ഞാറ് വശത്ത് സൂര്യൻ ഉദിച്ച് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് വൈകുന്നേരം 4:30-5 മണി നേരത്ത് ഇടിമിന്നൽ കാണുക. അത് മുടക്കല്ലാണ്ട് മഴയൊന്നും പെയ്യുന്നില്ല. ഞാൻ വരുന്നു എന്ന് കാണിച്ചു തരാം. അല്ലെങ്കിൽ ആ ചൈതന്യം, പ്രപഞ്ചത്തിൽ ആ ശക്തി. മൈത്രാവരണീയം പശു നടക്കുന്ന സമയത്തിൽ ഈ വായവ്യം പശു എന്ന് പറഞ്ഞ വായുവിനുള്ള ഇത് കൊടുക്കുന്ന സമയത്ത് യൂപം ഉണ്ടാവും നടുക്ക്, വലിയ കൂവളത്തിൻ്റെ തടി കൊണ്ടാണ് ഉണ്ടാക്കുക. അവിടെ ബലിമൃഗത്തിനെ സങ്കല്പിച്ച്, പഴയ കാലത്ത് ബലി ഉണ്ടായിരുന്നു, ഇപ്പം അത് അരിമാവ് വേവിച്ചിട്ടാണ് ചെയ്യുക. 74 അതിരാത്രം തൊട്ടിട്ട് അങ്ങനെയാണ് പതിവ്. അങ്ങനെ ആ വായവ്യം പശുവിൻ്റെ മന്ത്രങ്ങൾ ചെല്ലുന്ന സമയത്ത് നമുക്കറിയാം, പാലക്കാടൻ പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് ഈ യാഗാധികാരമുള്ള സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ വള്ളുവനാട് തുടങ്ങി നമ്മൾ കണ്ണൂർ വരെയുള്ള പ്രദേശങ്ങളിലൊക്കെ കൊയ്ത്ത് കഴിഞ്ഞ് കിടക്കുന്ന പാടം വേനൽക്കാലത്ത് ഒരു ഇല അനങ്ങില്ല, ചൂടായിരിക്കും. പ്രത്യേകിച്ച് ശിവരാത്രി കഴിഞ്ഞാൽ കാറ്റ് നിൽക്കും. ശിവരാത്രി വരെയാണ് കാറ്റുണ്ടാവുക. ശിവരാത്രി കഴിഞ്ഞപ്പോൾ പാലക്കാട് പ്രദേശത്തൊക്കെ ശിവരാത്രി രാത്രി കഴിഞ്ഞ് ആരോ സ്വിച്ച് ഓഫാക്കിയ മാതിരി പിന്നെ കാറ്റില്ല, പിന്നെ വേനല അങ്ങോട്ട് കയറുകയുള്ളൂ. അങ്ങനെയുള്ള സ്ഥലത്ത് ഏകദേശം ഒരു 11-12 മണി നേരത്താണ് ഈ വായവ്യം പശുവിൻ്റെ അവസാനത്തെ ക്രിയകൾ നടക്കുക. ഈ സമയത്ത് പാടത്തിൻ്റെ അവിടുന്ന് കരിയിലകൾ ഇങ്ങനെ 2-3 കറങ്ങിയിട്ട് ചെറിയൊരു ചുഴലി ഉണ്ടാവും. ആ ചുഴലിക്കാറ്റ് കറങ്ങി ശാലയുടെ ഉള്ളിൽ വരും. എന്നിട്ട് ഈ പശുവിനെ വെച്ചിരിക്കണം അവിടെ വന്ന് നിന്ന് കറങ്ങും. മന്ത്രം കറക്റ്റാണെന്നുണ്ടെങ്കിൽ അത് നടന്നിരിക്കും. ഇതൊക്കെ പ്രത്യക്ഷത്തിൽ കാണേണ്ടതാണ്, സത്യമായിട്ടുള്ള കാര്യങ്ങൾ. അതൊക്കെ പ്രപഞ്ച ശക്തികളെ എങ്ങനെയാണ് നമ്മുടെ ആചാര്യന്മാർ കൊണ്ടു നടന്നിരുന്നതെന്നുള്ള മനസ്സിലാക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഗ്രേറ്റ്നെസ് മനസ്സിലാവും. ഞാനതാ പറഞ്ഞു, ഇവിടെയുള്ള ആ മുറിയിൽ, അച്യുതത്തിൽ ആ മുറിയിൽ ഇരുന്നിട്ട് 1.5 വർഷക്കാലമാണ് പന്തൽ വൈദികൻ ഉണ്ണിയേട്ടൻ ദാമോദരൻ നമ്പൂരിയും ഞാനും, ഇപ്പോൾ വലിയ പാട്ടെഴുത്തുകാരനായിട്ടുള്ള BK ഹരിനാരായണൻ, അതേമാതിരി ചെറുമുക്ക് വല്ലവേട്ടൻ, ഞങ്ങൾ ഇത്രയും പേരാണ് അതിൻ്റെ ഉള്ളിൽ താമസം. പന്തൽ രാവിലെ കുളത്തിൽ പോയി കുളിച്ച് വരും. അപ്പോഴേക്കും ഞാനെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഞാനും പോയിട്ട് കുളിച്ച് വരും. അവസാനം ഇവരൊക്കെ തമാശയ്ക്ക് പറയും, പന്തലൊക്കെ ഇവർ ചെറുമുക്കൊക്കെ പറയുമായിരുന്നു, ഈ പ്രോജക്റ്റ് കഴിഞ്ഞപ്പോൾ ശരത്ത് വേദവും പഠിച്ചു, പന്തൽ എഡിറ്റിങ്ങും പഠിച്ചു. അങ്ങനെയായി. കാരണം ഇവർ നമ്മൾ ഈ കാന്തത്തിൻ്റെ അടുത്ത് പോയിരിക്കണ ഇരുമ്പ് ധരിക്ക് എന്തോ കിട്ടുമെന്ന് പറഞ്ഞ മാതിരി
ഇതിങ്ങനെ ദിവസം ഇതിങ്ങനെ അവിടെ തന്നെ ഒരു വർഷത്തിൻ്റെ മുകളിൽ ഇത് കേട്ട്, അത് കഴിഞ്ഞ് ഇതിൻ്റെ പരിശീലനം, അത് കഴിഞ്ഞ് ഇത് ആക്ച്വലി നടക്കുന്നത്, ഇത് മുഴുവൻ കഴിഞ്ഞ് നമുക്ക് കിട്ടുമ്പോൾ വേദം ശ്രവിച്ചാൽ എന്ത് മാറ്റം ഒരാൾക്ക് വരും എന്നുള്ളത് ഒരു വലിയ അനുഭവം ഉള്ള വ്യക്തിപരമായിട്ടുള്ള അനുഭവമുള്ള ഒരാളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് ശരീരവും മനസ്സും നന്നാക്കാൻ വേണ്ടി മാത്രമല്ല വേദം കേൾക്കേണ്ടത്. നമുക്ക് കല്യാണം നടക്കാനും ജോലി കിട്ടാനും ഒക്കെ വേദത്തിൻ്റെ അകത്ത് ഇഷ്ടംമാതിരി മന്ത്രങ്ങളുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ആ കലൂന്യസ്യാകൃതം ഇന്ദ്രസ്യാസ്തി ഭൗസ്യം എന്ന് പറഞ്ഞ് തുടങ്ങണ മനോഹരമായിട്ടുള്ള മന്ത്രം, അതുപോലുള്ള മന്ത്രങ്ങൾ അനവധി മന്ത്രങ്ങൾ വേദത്തിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ആയുസ് കിട്ടാനും ആരോഗ്യം കിട്ടാനും നമ്മളിപ്പോൾ ഈ ചെല്ലുന്ന ത്രംബക മന്ത്രം, മൃത്യുഞ്ജയ മന്ത്രം വേദമന്ത്രമല്ലേ? ഓം ത്രംബകം ഭജാമഹേ എന്ന് പറഞ്ഞിട്ടുള്ള മനോഹരമായിട്ടുള്ള മന്ത്രം വേദമന്ത്രമല്ലേ? ഗായത്രി വേദമന്ത്രമല്ലേ? എത്രയോ മന്ത്രങ്ങൾ അങ്ങനെ അല്ലേ? ഇന്ദ്രശ്രേഷ്ഠാനി ദ്രവിഡാനി ദേഹി ചിത്തി ദക്ഷശ്ച സുഭഗത്വമസ്വേഘോഷം ബ്രഹീണാമരിഷ്ടിം തനൂനാം സ്വാത്മാനം വാച സുധിരത്വമഹനാം. ഇതൊക്കെ സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള മന്ത്രം മാത്രമല്ല, അകത്ത സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള മന്ത്രങ്ങളാണ്. ഹിരണ്യവർണ്ണാം ഹരിണിയും സുവർണ രജസർജാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെല്ലുള്ളൂ മഹാലക്ഷ്മിക്ക്. പക്ഷെ അത് ഒരു മൂർത്തിക്ക് മാത്രമുള്ള മന്ത്രമല്ല, പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആധാരശിലയായിട്ട് നിൽക്കണ ശക്തിക്കുള്ള അവിടെ സ്വർണ്ണവർണ്ണത്തിൽ കാണാൻ പഠിപ്പിക്കും. സഹസ്ര ശീർഷ പുരുഷ എന്ന് പറഞ്ഞാൽ ഭഗവാൻ 1000 തലയായിട്ട് എവിടെ പോയിട്ട് ഒരു സ്തംഭം മാതിരി നിൽക്കണമെന്നല്ല, പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കണു. സഹസ്രനാമം ഓം വിശ്വം എന്ന് പറഞ്ഞ് തുടങ്ങണ ആദ്യത്തെ നാമം സഹസ്ര ശീർഷ എന്ന് പറഞ്ഞു. കാരണം ആത്മാവിന്, നമ്മൾ ഓരോരുത്തരുടെയും ആത്മാവിന് 1000 തലയാണെന്നാണ് പറയണത് വേദം. നാഗങ്ങൾ ഈ ആത്മാവിലുള്ള ചുഴികളാണെന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നു. പുരുഷ സൂക്തം മാത്രം എടുത്തിട്ട് നമുക്കുണ്ടല്ലോ ഒരു സപ്താഹം നടത്താം. ഇങ്ങനെ എതള് പൊളിച്ച് ധ്യാനാണ്. അത് ചെല്ലിക്കേക്കുക, അർത്ഥം ചിന്തിക്കുക, വീണ്ടും ചെല്ലിക്കേക്കുക, അർത്ഥം ചിന്തിക്കുക, വീണ്ടും വേറെ ഒന്നും വേണ്ട സാക്ഷാത്കാരത്തിന്. ഒരൊറ്റ മന്ത്രം മതി രക്ഷപ്പെടാൻ. രുദ്രം ചെല്ലിക്കേക്കുക, അർത്ഥം ചിന്തിക്കുക, രുദ്രം ചെല്ലിക്കേക്കുക, അർത്ഥം ചിന്തിക്കുക, അത് മാത്രം മതി രക്ഷപ്പെടാൻ. ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്താൽ മതി. ഈ കണ്ട 1000 മന്ത്രങ്ങൾ മുഴുവൻ പഠിക്കണമെന്നില്ല, ഒന്ന് ധാരാളം. നമ്മൾ ആരും ചിന്തിക്കുന്നില്ല ഭഗവാന്റെ ശിരസിൽ ജലം കോരി ഒഴിച്ചിട്ട് ഇത് ചെല്ലുമ്പോൾ ഇത്ര വലിയ മഹത്തായിട്ടുള്ളൊരു മന്ത്രമാണ് അല്ലേ രുദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആലോചിച്ച് നോക്കൂ, വേദത്തിൻ്റെ ക്രീമണമൊക്കെ. ഭാര്യയും ഭർത്താവും തമ്മിൽ തല്ലിയ കൊണ്ട് ഉടനെ കഴിപ്പിക്കും ഐക്യമത്യ പുഷ്പാഞ്ജലി. ഞാൻ എപ്പോഴും തമാശയ്ക്ക് പറയാറുണ്ട്, എന്താ സംവാദ സൂക്ത? അതല്ല പറയണത്. ഞങ്ങൾ ഒന്നിച്ച് നീങ്ങട്ടെ, ഒരു ശബ്ദമായിട്ട് മുന്നോട്ട് പോട്ടെ, ഒറ്റക്കെട്ടായി നീങ്ങട്ടെ, ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസം ഇല്ലാണ്ടിരിക്കട്ടെ. ഏത് കമ്മിറ്റി മീറ്റിംഗ് തുടങ്ങണതിന് മുമ്പും ജപിക്കേണ്ട മന്ത്രമാണത്. ഒരു നാഷണൽ ആന്തമാണ് ശരിക്കും സംവാദ സൂക്തം. ആ സംവാദ സൂക്തം ആർക്കാ പ്രധാനമായിട്ട് ഹോമിക്കുന്നത്? ഗണപതിക്കാണ്. കാരണം എന്താ? ഗണപതി ശുദ്ധബുദ്ധി, അദ്ദേഹത്തിന് വികാരങ്ങളില്ല. ശുദ്ധബുദ്ധി കൊണ്ടേ ലോജിക്കലി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. വികാരം വന്നാൽ തടസ്സം. എന്തിലും മെൻ്റൽ അറ്റാച്ച്മെൻറ്റ് വന്നോ നശിപ്പിച്ചു. അതുകൊണ്ടാണ് ഗണപതി ഭഗവാനെ വിളിക്കുന്നത്. ഗണപതി ഭഗവാൻ സകല അറ്റാച്ച്മെൻറ്റുകളിലും തകർന്നിരിക്കുന്ന ശുദ്ധബുദ്ധിയുടെ രൂപമാണ്. അതുകൊണ്ട് ശുദ്ധബുദ്ധിക്ക് എന്തിനേയും ഡൈജസ്റ്റ് ചെയ്യാനും പറ്റും. എന്ത് കൊടുത്താലും ഹി ഡൈജസ്റ്റ് ഇറ്റ് ആൻഡ് അസിമിലേറ്റ്സ് ഇറ്റ്. സംവാദസൂക്തത്തിൻ്റെയൊക്കെ ബ്യൂട്ടി അതാണ്. അഥർവത്തിനുമുണ്ട് സംവാദസൂക്തം. നാസദീയ സൂക്തം പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി മുഴുവൻ പറഞ്ഞു വെച്ചിരിക്കണം. കേട്ടാൽ തന്നെ നമ്മുടെ എന്താ പറയുക, സകല മിഥ്യാധാരണകളും ആരും ഒന്നും പഠിപ്പിക്കാണ്ട് തന്നെ വെറുതെ ദിവസം നാസദീയം കേട്ടോണ്ടിരുന്നാൽ തന്നെ ഏതോ ഒരു ദിവസം നമ്മളെന്തോ പുണ്യാഹം കഴിഞ്ഞ് വന്ന അവസ്ഥയിരിക്കും. വെറുതെ ശ്രവണം കൊണ്ട് മാത്രമുള്ള മഹിമ പറയുന്നു. ഇതം വിഷ്ണു വിചക്രമേ ത്രേധാനിത ദേവതം എന്ന് പറയണ ഒരൊറ്റ വരിയിൽ നിന്നാണ് മഹാബലിയുടെ കഥ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരൊറ്റ വരിയിൽ നിന്ന് ഒരു വലിയ കഥ ഉണ്ടാക്കിയിരിക്കുന്നു. വരുണൻ നിൽക്കുമ്പോൾ മിത്രൻ ഇരുഭാഗത്തും നിന്നിട്ട് അവനെ കൂട്ടിച്ചേർത്ത് പിടിക്കണം. അവർ വലിയ സുഹൃത്തുക്കളാണല്ലോ മൈത്രാവരണന്മാർ. വരുണൻ നടുക്ക് നിൽക്കുകയും മിത്രൻ ഇരുവശത്ത് നിന്നിട്ട് ചേർത്ത് പിടിക്കുകയും ചെയ്യുമ്പോൾ ജലമുണ്ടാവുള്ളൂ എന്ന് എഴുതി വെച്ചിരിക്കുന്നു ഋഗ്വേദത്തിൽ. എന്താ അതിൻ്റെ അർത്ഥം? എന്നിട്ട് അടുത്ത വരിക മിത്രനാൽ സൂര്യമണ്ഡലം ആവൃതമായിരിക്കണു. 2 ആറ്റം ഓഫ് ഹൈഡ്രജൻ, 1 ആറ്റം ഓഫ് ഓക്സിജൻ. എത്ര സിമ്പിൾ. അപ്പോൾ വരുണൻ ആരാ? ഓക്സിജനാ. വരുണപാശം കൊണ്ട് ജീവനെ ഭൂമിയിൽ കെട്ടിയിട്ടിരിക്കണമെന്നാണ് വേദം പറഞ്ഞിരിക്കുന്നത്. ഓക്സിജനെ കൊണ്ട് അവിടെ കെട്ടിയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ജലത്തിൻ്റെ ദേവനല്ല, ജലത്തിന് വേറെ ദേവതകളെ കൊടുത്തിട്ടുണ്ട്, അപ്സുക്കൾ. നമ്മൾ ഷണ്ണോ ദേവീരഭിഷ്ടയ അപോ ഭവന്തു വീതയേ ശബ്യോരമിശ്രവന്തുര വേദമന്ത്രമാണ്. അത് ശനി ഭഗവാന്റെ മന്ത്രമാണ്.
എല്ലാറ്റിനും അയങ്കൗ വൃശ്ചിരക്രമീത സദൻ സുബ്രഹ്മണ്യ സ്വാമിക്ക് ഉപയോഗിക്കുന്ന മന്ത്രമായിട്ട്. മൊട്ടയടിച്ചിട്ടുള്ള കുട്ടികളെ ഓടി വരുന്നത് അതിൻ്റെ ഡയറക്റ്റ് അർത്ഥം. എങ്ങനെ അതിൻ്റെ അർത്ഥം എടുക്കണമെന്ന് അറിയുന്നില്ല. ഡയറക്റ്റ് അർത്ഥം എടുത്താൽ തലമുണ്ടനം ചെയ്ത കുട്ടികളെയൊക്കെ ഓടി വാ വിളിക്കുകയാണ്. സുബ്രഹ്മണ്യൻ്റെ മന്ത്രമാണ്. ചോറിൻ്റെ അന്നവറ്റിൻ്റെ മന്ത്രം ഉപനപ്പിതവാദര ശിവശിവാവിരോധി മയോപരദ്വിഷണ്യ സഖാസുഷേവോദ്ര മഹാദേവന് ഗായത്രിയാണ്. അപ്പം എന്താ, ഓരോ അന്നവറ്റും ശിവലിംഗം. ഏത് ധാന്യവും ശിവലിംഗാകൃതിയല്ലേ, ലിംഗത്തെയല്ലേ ഭക്ഷിക്കണം നമ്മൾ വേവിച്ചിട്ട് ദിവസവും. ആത്മസ്വരൂപമാണ്. അതിൽ പോലും കാണാം അന്നം ബ്രഹ്മ എന്ന് പഠിപ്പിക്കണം. അവിടെയാണ് വരുന്നത്. ഇങ്ങനെ എങ്ങനെ കേട്ട് കഴിഞ്ഞാൽ വെറുതെ അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ വലിയ മാറ്റങ്ങളാണ് അത് ഉണ്ടാക്കുന്നത്. നക്ഷത്ര സൂക്തങ്ങൾ, ഗ്രഹസൂക്തങ്ങൾ, അതേപോലെ തന്നെ ഈ പാടവള്ളി എന്ന് പറഞ്ഞിട്ടുള്ള വള്ളിയെ സ്തുതിക്കുന്നുണ്ട്. ഇമാം ഘനാമൌഷധിം വിരുദം ബലവത്തമാം വ്യാസവത്യം ശ്രീപാർവതിയുടെ ഇഷ്ടസൂക്ത. അത് പറഞ്ഞെന്താ അറിയോ, ഈ പാടവള്ളി പൊട്ടിച്ചിട്ട് തലൻ്റെ അടിയിൽ ഭാര്യ വെച്ചിട്ട് കിടക്കണം. എന്തിനാ വെച്ചാൽ ഭർത്താവ് വേറെ സ്ത്രീയുടെ അടുത്ത് പോകാതിരിക്കാനാണ്. പാടവള്ളിയോട് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ഭർത്താവിന് മറ്റൊരു സ്ത്രീയിൽ താല്പര്യം ഉണ്ടാകാതിരിക്കട്ടെ. അത് ശ്രീപാർവതിയുടെ ഇഷ്ടസൂക്തമാണ്. ദേവിക്ക് പുഷ്പാഞ്ജലി ഉള്ളതാ. ഇമാം ഘനാമൌഷധിം പാടവള്ളിക്കുള്ള സൂക്തം. കോലരക്കിനുള്ള സൂക്തമുണ്ട്, ക്യാൻസറിൻ്റെ മാറ്റത്തിനുള്ള സൂക്തങ്ങൾ. അതേപോലെ തന്നെ നമ്മൾ രുദ്രത്തിൽ തന്നെ വരുന്ന പരിണോരുദ്ര തുടങ്ങിയിട്ടുള്ള മന്ത്രങ്ങൾ, പരിണോരുദ്രഹേതൃ ഉണക്തു, ആ മന്ത്രങ്ങൾ ക്യാൻസറിന് വളരെ വിശേഷമാണെന്ന് പറയുന്നത്. ഇതൊക്കെ ശ്രവണം കൊണ്ട് മാത്രമാണ്. വെറുതെ കേട്ടാൽ തന്നെ ശരീരത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. വലിയ റിസർച്ചുകൾ നടന്നിട്ടുണ്ട്. ധാരാളം പ്രാമാണികമായിട്ടുള്ള മെറ്റീരിയൽ ഉണ്ട്. നമ്മൾ കേരളത്തിൽ തന്നെ നടന്നിട്ടുണ്ട്, അല്ലാണ്ടും നടന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ സാറ് അത് സൂചിപ്പിക്കുകയുണ്ടായി, ഈ അതിരാത്രം ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ചെയ്തിട്ട് കേരളത്തിൽ ഒരു യൂണിവേഴ്സിറ്റി പോലും വേണമെന്ന് പറഞ്ഞില്ല. ഞാൻ വെറുതെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും വേണ്ടാന്നാണ് പറഞ്ഞത് നമ്മുടെ ഇൻഡോളജി ഡിപ്പാർട്ട്മെൻറ്റുകൾ. ഡോക്ടർ മഹാദേവൻ സാറും ആ മഹാത്മാവായിട്ടുള്ള സാഹിബ് ഫ്രിറ്റ്സ്റ്റാൾ, അവർ രണ്ടുപേരും തന്ന പ്രോത്സാഹനം കൊണ്ടാണ് എനിക്കത് പൂർത്തിയാക്കാൻ സാധിച്ചത്. അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ട് അത് സ്റ്റാൻഫോർഡിലും യൂണിവേഴ്സിറ്റി ഓഫ് കോപ്പർനിക്കസിൽ പോളണ്ടിലും പോയി. എന്നാലും ഇന്നും ഇന്ത്യയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പോലും 267 മണിക്കൂറില്ല. ഇന്ത്യയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പോലും ഇല്ല. ചില താല്പര്യമുള്ളവർ നമ്മുടെ നിന്ന് മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെന്ന് മാത്രം, കോപ്പി ചെയ്തിട്ട് ആ കാലം. അത്രയും മെറ്റീരിയൽ നമ്മുടെ അകത്തുണ്ട്. അപ്പം ഞാനിത് പറഞ്ഞു വന്നതാണ്, ഈ എന്താ പറയുക, വേദത്തിൻ്റെ മഹിമ എന്ന് പറഞ്ഞാൽ അനുഭവത്തിൽ കൂടെ അറിയേണ്ട ഒരു വസ്തു. നമുക്ക് ഗായത്രി ഇല്ല, വേദാധികാരമില്ല എന്ന് പറഞ്ഞിട്ട് അത് കേൾക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തിയിട്ടില്ല. പഴയ കാലത്ത് സാമുദായികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കുറെ കൂടെ സാർവത്രികമാണ്. വേദം ഒരു വളരെ ഡെമോക്രറ്റൈസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ് പോകുന്നത്. ഇന്നിപ്പോൾ സ്ത്രീകൾ പോലും രുദ്രം പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എത്രയോ സ്ത്രീകൾ രുദ്രം പഠിക്കുന്നവരുണ്ട്. എനിക്കറിയാം, ചാലക്കുടിയിൽ ഒരു സംഘം അസലായിട്ട് രുദ്രം സസ്വരായിട്ട് ചെല്ലുന്ന സ്ത്രീകളുടെ ഒരു സംഘം. ചോദിച്ചു കഴിഞ്ഞാൽ പാരമ്പര്യത്തിൽ അത് പ്രമാണമില്ല, സമ്മതിക്കില്ല. അപ്പം നമ്മുടെ ഒന്നും ഗ്രാമത്തിൽ വന്നിട്ട് ഇപ്പോൾ സ്ത്രീകൾ പഠിക്കട്ടെ എന്ന് ചോദിച്ചാൽ എത്ര അടുപ്പാണെങ്കിലും സ്നേഹമാണെങ്കിലും പറയില്ല, അമ്മ പഠിപ്പിക്കാൻ പറ്റില്ല പറയും. അവർ പാരമ്പര്യം വിട്ട് ചെയ്യില്ല, പക്ഷെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് കാലം വരുമ്പോൾ ഭഗവാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഇതിനെ പിടിച്ചു നിർത്തി അത് കൂടുതലിലേക്ക് എത്തും. ഒരുപക്ഷെ അങ്ങനെ ആ വേദം കിട്ടുന്ന സ്ത്രീകളുടെ അടുത്ത അനന്തര തലമുറകളായിരിക്കും ഇതിനെയൊക്കെ ഇനി പിടിച്ചു നിർത്താൻ പോകുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം. അറിയില്ല എന്താണ് ഈശ്വര നിശ്ചയം, എന്താ സംഭവിക്കണം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ അന്ധകരണ ശുദ്ധിയാണ്. അത് ചിത്തശുദ്ധിയും പാപക്ഷയവും. അതിന് ഭാഗവതത്തിൽ തന്നെ പറഞ്ഞ ശൃണ്വതാം സ്വഗത എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ ശ്ലോകമാണ്. അതിൽ വിധുനോദി എന്നൊരു വാക്കുണ്ട്. അമംഗളങ്ങളെ പാപങ്ങളെ വിധുനോദി എന്ന് പറഞ്ഞാൽ കുടഞ്ഞു കളയുക എന്നാണ് പറഞ്ഞത്. അങ്ങനെ കുടഞ്ഞു കളയുക, അങ്ങനെ കുടഞ്ഞു കളയുന്നു, കേട്ടാൽ മതി എന്ന്. അതേപോലെ തന്നെ വേദമന്ത്രത്തിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നതിന് മുൻപേ തന്നെ വാസ്തവത്തിൽ ആ കേട്ട ശബ്ദം നമ്മുടെ അന്ധകരണത്തിൽ സൂക്ഷ്മമായിട്ടുള്ളൊരു സംസ്കാരം പതിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ന്യൂറോൺസിൽ പോയിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ പോലും അറിയുന്നില്ല. വേദം ജസ്റ്റ് കേട്ട് കഴിഞ്ഞാൽ തന്നെ കിട്ടുന്ന ഗുണമാണ്. ചെറിയൊരു ശ്രവണം കൊണ്ട് തന്നെ നമുക്കത് കിട്ടും. അകത്ത് പഴയ കാലത്ത് വെണ്ണ ജപിച്ചു കൊടുക്കും ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക്, പുരുഷ സൂക്തം. കാക്കശ്ശേരിയൊക്കെ ജനിച്ചത് അങ്ങനെയാണെന്നാണ് പറയുക. കാക്കശ്ശേരി പട്ടതിരിയൊക്കെ പോലുള്ള മഹാത്മാക്കൾ അത്ര അതെന്താ, ജലത്തിലാണെങ്കിലും അല്ലെങ്കിൽ കഴിക്കാനുള്ളൊരു ദ്രവ്യത്തിലാണെങ്കിലും ആ മന്ത്രത്തെ ജപിച്ചു കൊടുക്കുന്ന സമയത്ത് ആ മന്ത്രസ്പന്ദനങ്ങൾ ആ വ്യക്തിയുടെ
ശരീരത്തിലേക്ക് ചെല്ലുകയാണ്. എങ്ങനെ ഈ സ്പന്ദനം ചെല്ലുന്നത്? ശ്രവണമാർഗ്ഗേണയാണ് ചെല്ലുന്നത്. അതുകൊണ്ട് തലമുറകളെ സൃഷ്ടിക്കുന്നതിൽ പോലും വേദം ഉപയോഗിക്കപ്പെട്ടിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് വേദം വെച്ചാൽ ഒരു ഫാഡ് പോലെ ആയിപ്പോയി. അപ്പോൾ ഇതിപ്പോൾ ഇതൊക്കെ നമ്മുടെ കൽപ്പാത്തി ഗ്രാമം അല്ലെങ്കിൽ തൃശ്ശൂർ, ഇതപ്പോൾ ഇവിടെ പൂങ്കുന്നം പോലുള്ള സ്ഥലങ്ങൾ, ഇവിടെ നമ്മളിങ്ങനെ വളരെ കുറച്ച് പോക്കറ്റുകളിലേ ഉള്ളൂ ഇതൊക്കെ. വേദം പഠിക്കാനൊന്നും കുട്ടികളില്ലല്ലോ. ഇപ്പോൾ നമുക്ക് കാഞ്ചി വിദ്യാലയം പാലക്കാടുണ്ട്. അവിടെയുള്ള അത്ര കുട്ടികൾ കേരള സമ്പ്രദായത്തിൽ വേദം പഠിപ്പിക്കുന്ന സ്ഥലത്തില്ല. ഈ സമ്പ്രദായത്തിൽ പഠിക്കാൻ കുഞ്ഞുങ്ങളുണ്ട്, പക്ഷെ അല്ലാത്തത് കിട്ടുന്നില്ല. ആർക്കും താല്പര്യമില്ല പഠിക്കാൻ, ആർക്കും മെനക്കെടാൻ വയ്യ. സാമവേദമൊക്കെ ഓൾമോസ്റ്റ് അറ്റു കഴിഞ്ഞു കേരള സമ്പ്രദായം. തോട്ടം മാഷയുടെയൊക്കെ കാലത്തിന് ശേഷം, ഇപ്പോൾ ശിവരേട്ടനാണ് ഉള്ളത്, ഗുരുവായൂർ മെൻശാന്തി ആയിരുന്നല്ലോ, അവരുടെയൊക്കെ കാലശേഷം അത് ആരാ കൊണ്ടു നടക്കാമെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ഇത്ര മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയ്ക്കും ആഴത്തിലുള്ളത് ഈ പാരമ്പര്യങ്ങൾ ആര് കൊണ്ടു നടക്കുന്നത് ആർക്കും അറിയാത്തൊരു അവസ്ഥയാണ്. കുട്ടി അമ്മയുടെ മടിയിലിരുന്ന് കേൾക്കണ ഒരു മന്ത്രധ്വനിയാണെങ്കിലും അവൻ അർത്ഥമറിയാണ്ടാണെങ്കിൽ പോലും ആ കുട്ടിയുടെ ജീവിതകാലം മുഴുവൻ അത് അകത്തിരിക്കണത് പോലെ വേദശ്രവണത്തിൻ്റെ സാർവത്രികമായിട്ടുള്ളൊരു കരുണയുണ്ട്. അത് പണ്ഡിതന് വേണ്ടി മാത്രമല്ല, അത് കേൾക്കണവൻ്റെ ഉള്ളിൽ, അവൻ പാമരനാണെങ്കിൽ പോലും അവൻ്റെ ന്യൂറോൺസിൽ, അവൻ്റെ ബ്രെയിനിൽ, അവൻ്റെ ശരീരത്തിൽ, അവൻ്റെ ചിന്തയിൽ എവിടെയോ പോയിട്ട് തട്ടും. അതാണ് അതിൻ്റെ മഹിമ. അതുകൊണ്ട് തന്നെ എന്തുണ്ടാവും? സ്വഭാവത്തിൽ പരിവർത്തനം വരും, ക്യാരക്ടറിൽ ട്രാൻസ്ഫോർമേഷൻ വരും, ധർമ്മനിഷ്ഠയുണ്ടാവും. കാരണം വേദമാണ് ധർമ്മത്തിൻ്റെ മൂലം. വേദോ അഖിലോ ധർമ്മമൂലം എന്നാണ് മനുസ്മൃതി പറഞ്ഞിരിക്കുന്നത്. മനുസ്മൃതി എന്നൊക്കെ കേൾക്കുമ്പോഴേക്കും ഇപ്പോൾ വാളെടുക്കുന്ന കാലഘട്ടമാണ്, എന്താണെന്ന് പോലും വായിച്ചു നോക്കാണ്ട്. അപ്പോൾ സമ്പൂർണ്ണ വേദമാണ് ധർമ്മത്തിൻ്റെ മൂലം എന്ന് മനുസ്മൃതിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. വേദശ്രവണത്തിൽ കൂടെ ധർമ്മം വെറും അറിവ് മാത്രമല്ല, അത് സ്വാഭാവികമായിട്ട് നമ്മുടെ ക്യാരക്ടറിൻ്റെ ഭാഗമായിട്ട് മാറേണ്ടതാണ്, അപ്ലൈഡ് ആണെന്ന് വരണം. അപ്പോഴേ ധർമ്മം കൊണ്ട് കാര്യമുള്ളൂ. വേദം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകും. ഇന്ന് രാവിലെ ഞാൻ രാമായണം ജീവിതത്തിൻ്റെ ഭാഗമാവാണ്ട് രാമായണം വായിച്ചിട്ട് കാര്യമില്ല പറഞ്ഞു. ഇവിടെ പറഞ്ഞു വേദം ജീവിതത്തിൻ്റെ ഭാഗമാവാണ്ട് വേദം കൊണ്ടു നടന്നിട്ട് കാര്യമില്ല. അങ്ങനെ ആവുക എന്നുള്ളതാണ്. അപ്പോൾ കേട്ടത് ജീവിതത്തിൽ പതിഞ്ഞ് അത് ആചാരമായി സദാചാരമായി മാറണം. അപ്പോഴേ വേദം കൊണ്ട് കാര്യമുള്ളൂ. ശ്രവണം ശ്രദ്ധയുണ്ടാക്കും, വൈരാഗ്യത്തിനെ വളർത്തിത്തരും. ഇത് രണ്ടും ഉണ്ടായാൽ ചിത്തശുദ്ധി ഉണ്ടാവും. അന്ധക്കരണ ശുദ്ധിക്ക് ഏറ്റവും ആവശ്യമുള്ള രണ്ട് കാര്യങ്ങൾ. അത്ര എത്തിക്കഴിഞ്ഞാൽ പിന്നെ ബുദ്ധി, ഞാനോട് നേരത്തെ പറഞ്ഞു, സംശയങ്ങളൊക്കെ അവസാനിക്കും. വേദശ്രവണത്തിൻ്റെ ഇൻ്റലക്ച്വൽ റിസൾട്ട് അതാണ്, ഭൗതിക ഫലം. കൃത്യമായിട്ട് വേദാന്തം പറയുന്നുണ്ട്. ശ്രവണം എന്തിനെയൊക്കെ മാറ്റണു എന്ന് ചോദിക്കുമ്പോൾ ജ്ഞാനത്തിൽ 3 തടസ്സമുണ്ട്, 3 സാധനങ്ങൾ കൊണ്ട് അതിനെ മാറ്റാം എന്ന് ഉപനിഷത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അജ്ഞാനം എന്ന് പറഞ്ഞ തടസ്സത്തിനെ നീക്കുന്ന സാധന ശ്രവണാതന്നെ. അതെന്താ? ആത്മാവ് ബ്രഹ്മമാണെന്ന് അറിയില്ല എന്ന് പറയലാണ് അജ്ഞാനം. ഞാൻ ശരീരമാണെന്ന് പറയലും അജ്ഞാനമാണ്. അതിനെ നീക്കൽ കേട്ടിട്ടാണ്, ശ്രവണം കൊണ്ടാണ് മാറ്റേണ്ടത്. 2 സംശയം. ഇതൊക്കെ ശരിക്കുള്ളതാണോ? അത് സംശയം. അതിനെ മാറ്റേണ്ടത് മനനം കൊണ്ടാണ്. കേട്ടു, പക്ഷേ അകത്ത് ട്രസ്റ്റില്ല, അവിടെ വിശ്വാസം ഉറപ്പിക്കണം, അതിന് മനനം വേണം. അടുത്തത് എന്താ സംഭവിക്കുന്നത്? വിപര്യം. ഞാൻ ശരീരമാണെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നതിനെ തകർക്കാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, നിധിധ്യാസം. ധ്യാനിച്ചുകൊണ്ടിരിക്കുക, ഞാൻ ആത്മസ്വരൂപിയാണ്, ആത്മസ്വരൂപിയാണ്, ആത്മസ്വരൂപിയാണ്. ഇതാണ് ആദ്യത്തെ 2nd ചാപ്റ്ററിൽ അർജുന വിഷാദയോഗം കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന ചാപ്റ്റർ. അതായത് 2nd ചാപ്റ്റർ ഗീതയുടെ അർജുനന് കൃഷ്ണൻ കൊടുത്ത ആ സ്പോട്ട് ഓൺ മെഡിസിൻ എന്ന് പറയുന്നത് ഈ വിദ്യയാണ്. അതാണ് ആദ്യം തന്നെ കയറിയിട്ട് നീ ആത്മാവാണ്, നിൻ്റെ ശരീരം നശിക്കുന്നില്ല, നിൻ്റെ ശരീരം നശിച്ചാലും നീ നശിക്കണില്ല എന്ന് ആദ്യം തന്നെ അടിച്ച് പറഞ്ഞു വെച്ചത് അതുകൊണ്ടാണ്. അവിടെ ശ്രവണത്തിൻ്റെ വിശേഷഫലം അജ്ഞാനത്തെ നീക്കലാണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആത്മാവ് ബ്രഹ്മം തന്നെയാണ് എന്ന അടിസ്ഥാന സത്യം ആദ്യമായിട്ട് കാതിലിക്ക് തന്നിട്ടാണ് തരണത്, എവിടെ എഴുതി വെച്ചിട്ടല്ല. അറിവ് തന്നെ ഇല്ലാത്തടത്ത് സംശയമോ ധ്യാനമോ ഉണ്ടാവില്ല. അറിവുണ്ട് എന്ന് തിരിച്ചറിയണം ആദ്യം, അതിനാണ് കേൾക്കണം ആദ്യം. കേൾക്കാണ്ട് പോയിട്ട് ധ്യാനിച്ചിട്ട് കാര്യമില്ല, ധ്യാനത്തിന് പ്രസക്തിയില്ല അവിടെ. അതേമാതിരി തന്നെ സംശയം പോലും ഉണ്ടാകുന്നില്ല. ഇങ്ങനൊന്നും ഉണ്ട് എന്ന് പറയുമ്പോഴേ അങ്ങനെയാണോ എന്നുള്ള സംശയം പോലും ഉണ്ടാക്കുന്നത്. അപ്പോൾ സംശയം ഉണ്ടാവണമെങ്കിൽ പോലും ആദ്യം കേൾക്കണം. അപ്പം കേൾക്കാൻ പഠിക്കാനാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു. അതും കടന്നു കഴിഞ്ഞാൽ സകല സംശയങ്ങളും അവസാനിച്ചാൽ ജ്ഞാനവും പരമശാന്തിയും കിട്ടും എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ചാന്തോക്യത്തിൽ സനൽകുമാരൻ്റെ അടുത്ത് നാരദ മഹർഷി പറഞ്ഞ മാതിരി മന്ത്രവിധവാസ്മി ആത്മവിത്ത് എന്നാണ് പറഞ്ഞു. ഞാൻ ആത്മാവിനെ അറിയുന്നില്ല, എനിക്ക് മന്ത്രത്തെ അറിയുള്ളൂ എന്നുള്ള ആ വിനയം അവിടെ ഉണ്ടാവുമ്പോഴാണ് അത്ര ഭക്തിയും പ്രേമവും പറഞ്ഞ ഹൃദയ പരിവർത്തനം. ഞാൻ
അത് ഇതിനെ നമ്മൾ ഭക്തിയുടെ ഭാഷയിൽ യുധിഷ്ഠിരൻ പറഞ്ഞിട്ട് ഞാൻ ഭഗവാന്റെ ദാസനാണ്, പൊടി ഭഗവാന്റെ ദാസൻ്റെ കാലിലെ പൊടിയാണെന്നൊക്കെ പറയില്ലേ. ഈ പറയൽ തന്നെയാണ് വേദം ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് മറ്റൊരു രീതിയിൽ അപ്പുറത്ത് കുറച്ചുകൂടെ സാധാരണക്കാർക്ക് കിട്ടാൻ വേണ്ടി പറഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് മാത്രം. ഇതൊക്കെ ഉപരി ബുദ്ധിക്കപ്പുറം വേദശ്രവണം ഹൃദയത്തിനെ ദ്രവിപ്പിക്കും. ഹൃദയം ദ്രവീകരണം ഉണ്ടാകും, ഹൃദയം ഉരുകും. ഭക്തിയുടെ വിത്ത് അവിടെ വീഴുന്നത്, കണ്ണിന്ന് ജലം വരിക, അത് പുറത്തെ ബാഹ്യലക്ഷണം. ശരീരത്തിൽ കോരിത്തിരിപ്പുണ്ടാവുക, രോമാഞ്ചം ഉണ്ടാവുക, കുളിർമ ഉണ്ടാവുക, ഇതൊക്കെ സംഭവിക്കുക. ഇങ്ങനത്തെ ബാഹ്യലക്ഷണങ്ങളുടെ ഒക്കെ അകത്തെന്താ? ഹൃദയം ഉരുകുമ്പോഴാണ്. ഈ ഹൃദയം ഉരുകലിന് കാരണമാവണോ വേദശ്രവണം. അതുകൊണ്ടാണ് നവതാഭക്തിയിൽ ശ്രവണം ആദ്യം പറഞ്ഞിരിക്കണമെന്ന് മനസ്സിലാക്കാൻ നമുക്ക്. ഇതിൻ്റെ അനുബന്ധ ഫലം എന്താ? വേദശ്രവണം ഒറ്റയ്ക്ക് നടക്കില്ല, അത് ജ്ഞാനികളുടെയും സജ്ജനങ്ങളുടെയും സന്നിധിയിലാണ് നടക്കുക. അതുകൊണ്ട് ശ്രവണം സ്വാഭാവികമായിട്ടുള്ള സത്സംഗത്തിനെ തരും. അതുകൊണ്ട് വേദം ശ്രവിക്കുക പറയുമ്പോൾ സത്സംഗമായി. സത്സംഗം ഈസ് ഈക്വൽ ടു വേദശ്രവണം, വേദശ്രവണം ഈസ് ഈക്വൽ ടു സത്സംഗം. സത്സംഗ മഹിമ വരുന്നു. സത്സംഗം വരുമ്പോൾ എന്താവും? മനസ്സ് ദുഷിച്ച വസ്തുക്കളിലേക്ക് പോകാതെ സത്തായ വസ്തുവിൽ മാത്രം നിൽക്കുന്നതുകൊണ്ട് അത് സ്വഭാവത്തിന് ഉയർത്തും. കേൾക്കാൻ ചെല്ലണവൻ കൂടി പരിവർത്തനപ്പെട്ടിട്ടാണ് തിരിച്ചു വരിക. ഇതും സംഭവിക്കും. മാത്രമല്ല വേദാനാം സാമവേദോസ്മി എന്ന് പറഞ്ഞാൽ നാദഭക്തി, ഓംകാരം നമ്മുടെ അകത്ത് ഹൃദയഗുഹയിൽ അനാഹതത്തിൽ സദാ മുഴങ്ങിക്കൊണ്ടിരിക്കണു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദ്ഘോഷണമാണ് വേദത്തിൻ്റെ ഓരോ മന്ത്രവും. ഇത് തിരിച്ചറിയുന്നതോട് കൂടിയിട്ട് ഈ ലൗകികത്തിൽ ഇതൊന്നും വിട്ട് ഓടിപ്പോണ്ട ആവശ്യമില്ല. ഒരു കാഷായം എടുക്കണ്ട, ഗാർഹസ്ഥ്യം ഉപേക്ഷിക്കേണ്ട, കർമ്മങ്ങൾ ഉപേക്ഷിക്കേണ്ട, ഉത്തരവാദിത്തങ്ങൾ കളയണ്ട. അകത്ത് തന്നെ പരമശാന്തി കിട്ടും. എല്ലാ പദ്ധതികളും ഇതാ പഠിപ്പിച്ചത്. പക്ഷെ നമ്മളിന്ന് അങ്ങനെ അല്ലാത്തൊരു വഴിയിലേക്ക് പോകണം. വേറെ എന്തൊക്കെയോ കിട്ടുമെന്ന് പറഞ്ഞിട്ട് കയ്യിലിരിക്കണേനെ വിട്ടിട്ട് എവിടെ പറക്കണേനെ പിടിക്കാൻ പോകണ മാതിരിയുള്ള ജീവിതങ്ങളിലേക്ക് നമ്മൾ പോകണം. അപ്പം അവസാനം പറഞ്ഞാൽ ആ പുണ്യവും മോക്ഷവും, ശുഭമായിട്ടുള്ള ലോകം അല്ലെങ്കിൽ മോക്ഷം, ഇതെല്ലാം നമുക്ക് പാരമാർത്ഥികമായിട്ടുള്ള മോക്ഷം നമുക്ക് കിട്ടുന്നു. വേദശ്രവണത്തിൻ്റെ അന്തിമ ഫലം അമൃതത്വമാണ്. അമൃത്യോർമ്മ അമൃതം ഗമയ. ഇതിനു വേണ്ടിയിട്ട് പുരാണങ്ങൾ 2 പ്രമാണം പറഞ്ഞിട്ടുണ്ട് കഥാരൂപത്തിൽ. പരീക്ഷിച്ചു 7ാമത്തെ ദിവസം ഭാഗവതം കേട്ടിട്ട് കണ്ണടച്ചിരുന്ന് സമാധിസ്ഥനായിട്ട് ഭഗവാനിൽ ലയിച്ചു പോയതിന് ശേഷം വന്നിട്ട് അത് അക്ഷരം കൊത്തും ശരീരം ഭസ്മാവായി പോയും ചെയ്തു. പിൽക്കാലത്ത് ദുന്ദുകാരി ആ 7 മുളയുള്ള മുട്ടിലിരുന്നിട്ട് അദ്ദേഹവും വൈകുണ്ഠപ്രാപ്തി നേടി. നേടിയതവർ, അല്ലാണ്ട് പുസ്തകം വാങ്ങി വായിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആചാര്യൻ എന്താ തെറ്റ് വായിക്കണത് എന്ന് നോക്കിയിട്ട് സപ്താഹം കേട്ടതല്ലാതെ. അതുകൊണ്ട് വേദശ്രവണത്തിൻ്റെ പരമമായിട്ടുള്ള ജനാധിപത്യം എന്ന് പറഞ്ഞാണ്. മരണശയ്യയിൽ ശാപഗ്രസ്തനായിട്ടിരിക്കണ രാജാവിനും മോക്ഷം കൊടുത്തു, പാപിയായി പ്രേതമായി പോയവനും മോക്ഷം കൊടുത്തു. ശ്രവണമാണ് മോക്ഷം കൊടുത്തത്. ശ്രവണത്തിൻ്റെ ശക്തി അതാണ്. കാലമോ അല്ലെങ്കിൽ അവസ്ഥയോ യോഗ്യതയോ ഒന്നും തടസ്സമില്ല എന്നാ ശ്രദ്ധയോടുള്ള കേൾവി, ശ്രദ്ധയോടുള്ള ശ്രവണം കൊണ്ട് അവർക്ക് കിട്ടേണ്ടത് കിട്ടിയെന്ന് പറഞ്ഞു. അവസാനിപ്പിക്കണ മുമ്പ് ഒരൊറ്റ ചോദ്യം എല്ലാവരും ചോദിക്കും വേണമെങ്കിൽ, കാതുള്ള എല്ലാവരും വേദം കേൾക്കണില്ലേ, പക്ഷെ എല്ലാവർക്കും എന്തുകൊണ്ടാണ് ഫലം കിട്ടാത്തത്? വേദം ഇപ്പം എല്ലാവരും കേൾക്കുന്നുണ്ടാവുമല്ലോ, എന്തുകൊണ്ടാണ് ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ വീണ്ടും നമ്മൾ പറഞ്ഞ ആദ്യത്തെ കാര്യത്തിലേക്ക് തന്നെ പോവുക, ശ്രദ്ധ. ശ്രവണത്തിൻ്റെ പ്രഥമ വ്യവസ്ഥ ശ്രദ്ധ. അതാണ് ദൃഷ്ടാന്തമായിട്ട് നചികേതസിൻ്റെ കഥ തന്നെയാണ് വരിക. ഈ വാചശ്രവസ് എന്ന് പറഞ്ഞ അച്ഛൻ വിശ്വജിത്ത് എന്ന് പറഞ്ഞ യാഗത്തിൽ സകലതും ദാനം ചെയ്യണ സമയത്ത് അച്ഛൻ കഴിവിപ്പശുക്കളെ മുഴുവൻ ദാനം ചെയ്യണം കണ്ടിട്ടുള്ള കുട്ടിയായിട്ടുള്ള നചികേതസിൽ ശ്രദ്ധ പ്രവേശിച്ചു എന്ന് ഉപനിഷത്ത് പറഞ്ഞു. അച്ഛൻ ചെയ്യുന്നത് ശ്രദ്ധിച്ചു. ഒരു മഹാത്മാവ് ഉണ്ടാവണത് എവിടെ നിന്നാണെന്ന് ആ ശ്രദ്ധയാണ്. നമ്മൾ എന്തപ്പോൾ അച്ഛൻ ചെയ്യണത് ശ്രദ്ധിക്കണതിനിപ്പോൾ എന്താ? നമുക്ക് ആ ശ്രദ്ധയിൽ ശ്രദ്ധയില്ല, അതാണ്. ആ ശ്രദ്ധയുടെ മഹിമ അത്ര വലുതാണ്. അവിടെ പറഞ്ഞിരിക്കും, ഉപനിഷത്തിൻ്റെ വാക്കാണ് ശ്രദ്ധാവിവേശ ഉപയോഗിച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ചു. എന്നെ ആർക്ക് തരുന്നു? അപ്പോഴാണ് പോയിട്ട് ചോദിക്കണം, എന്നെ ആർക്കാ കൊടുക്കണത് എന്ന് 3 വട്ടം ചോദിച്ചപ്പോൾ മൃത്യുവിന് ഞാൻ നിന്നെ കൊടുക്കണു. അങ്ങനെ യമലോകത്ത് ചെന്ന് 3 രാത്രി അന്നപാനമില്ലാണ്ട് കാത്തിരുന്ന നചികേതസിന് യമൻ 3 വരം കൊടുക്കണു. ധനവും പുത്രന്മാരും ദീർഘായുസ്സും സ്വർഗീയ സുഖങ്ങളും ഒക്കെ തരാം എന്ന് പറഞ്ഞിട്ട് യമൻ വീണ്ടും വീണ്ടും പരീക്ഷിച്ചിട്ടും ആ കൊച്ചുകുട്ടി അതൊക്കെ നിരസിച്ചിട്ട്, ദേവാ എനിക്ക് ആത്മജ്ഞാനം മാത്രം തന്നാലും എന്ന് പറഞ്ഞു. ഇതൊക്കെ നാളെ നശിക്കും, ഈ തന്നതൊക്കെ നാളെ നശിക്കും. ശ്രദ്ധയില്ലാത്ത കാത് വരം കിട്ടിയ സ്വർഗവും ധനവും ചോദിക്കും. നമ്മളൊക്കെ ശ്രദ്ധയില്ലാത്ത കാതുള്ളവരാണ്. ശ്രദ്ധയുള്ള കാതുള്ളവൻ ബ്രഹ്മജ്ഞാനം മാത്രം ചോദിക്കും. നചികേതസിൻ്റെ കാത് ശ്രദ്ധയുള്ള കാതായിരുന്നു. ശ്രവണത്തിൻ്റെ ഫലം നിർണ്ണയിക്കുന്നത് കേൾക്കണവൻ്റെ ശ്രദ്ധയാണ്. അതുകൊണ്ടാണ് വേദം കേട്ടു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, അത് നമ്മളിൽ സ്പന്ദനങ്ങൾ ഉണ്ടാക്കും.
മന്ത്രത്തിൻ്റെ ശക്തി, പാരായണത്തിൻ്റെ ശക്തി ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ അത് അകത്ത പരിവർത്തനം വരുത്തോ ഇല്ലയോ എന്ന്. ഇനി രണ്ടാമത്തെ വ്യവസ്ഥ, യോഗ്യനായ ഗുരുവായിരിക്കണം. അവനിൽ നിന്ന് കിട്ടണം. ജ്ഞാനിയായിരിക്കണം, ശ്രോത്രിയനായിരിക്കണം, ബ്രഹ്മനിഷ്ഠനായിരിക്കണം. നേരത്തെ പറഞ്ഞു, അങ്ങനെയുള്ള ഒരാളുടെ മുഖത്തുനിന്ന് വേദം കേൾക്കുമ്പോഴാണത്രേ അതിൻ്റെ ഫലം ഉണ്ടാവുക മുണ്ടകോപനിഷത്ത്. ഗുരുമുഖത്തു നിന്നുള്ള ശ്രവണം എങ്ങനെയാണ് പറയുന്നത്? അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ്റെ എന്ന് അദ്ദേഹം കർണം കൊണ്ട് കേട്ടത്, ആ ഗുരുനാഥൻ അദ്ദേഹത്തിൻ്റെ പരമേഷ്ടി ഗുരുവെന്ന് കർണം കൊണ്ട് കേട്ടത്, അവിടുന്ന് കർണം കൊണ്ട്. അപ്പോൾ പരമ്പരയായിട്ട് കടന്നു വന്നിരിക്കുമ്പോൾ ശരിയായിട്ടുള്ള സ്വരവും അർത്ഥവും ഭാവവും ഒരുമിച്ച് വരണമെങ്കിൽ കർണാകർണികയായിട്ട് ഗുരുപരമ്പരകളിൽ കൂടെ വരുമ്പോഴേ ഈ മൂന്നും വരുള്ളൂ. ശരിയായ സ്വരം സസ്വരം, 2 അർത്ഥം, 3 ഭാവം. അതിനൊരു ഗൈഡ് ബുക്ക് അപ്പുറത്ത് വെച്ചിട്ടുണ്ട്, നിരുക്തം. അതിനെ വെച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. ശ്വേതകേതുവിൻ്റെ കഥയാണ് അവിടെ വരുന്നത്, ഞാനത് വിസ്തരിക്കണില്ല. 12 വർഷം അദ്ദേഹം ഗുരുകുലത്തിൽ പഠിച്ച് 24-ാമത്തെ വയസ്സിൽ അഭിമാനത്തോട് കൂടിയിട്ട് ശ്വേതകേതു ഇങ്ങനെ വന്ന് അച്ഛൻ്റെ അടുത്ത് വരികയാണ്, ഉദ്ദാലകൻ്റെ അടുത്ത്, മഹർഷിയുടെ അടുത്ത് വരിക. മഹർഷി ചോദിക്കുക, കേൾക്കാത്തത് കേട്ടതാകുന്ന, ചിന്തിക്കാത്തത് ചിന്തിച്ചതാകുന്ന, അറിയാത്തത് അറിഞ്ഞതാകണ വിദ്യ നീ ചോദിച്ചോ എന്നാ ചോദിച്ചത്. കേൾക്കാത്തത് കേട്ടതാവണം, ചിന്തിക്കാത്തത് ചിന്തിച്ചതാകണം, അറിയാത്തത് അറിഞ്ഞതാകണ വിദ്യ മകനെ നീ ചോദിച്ചോ ചോദിക്കുമ്പോൾ, അച്ഛാ ഇതൊക്കെ പഠിച്ചു, ഞാനിത് മാത്രം ചോദിച്ചില്ല. എന്തൊന്നറിഞ്ഞാൽ മറ്റൊന്നും അറിയേണ്ടതില്ലയോ, അത് നീ നേടിയില്ലേ എന്നാണ് ചോദിച്ചത്. അപ്പോൾ വേദാക്ഷരമൊക്കെ കേട്ട് പഠിച്ചിട്ടും സാരമറിഞ്ഞില്ലല്ലോ. ഇതേ കഥയാണ് വരണത്. ബ്രഹ്മദേവ, പ്രണവത്തിൻ്റെ അർത്ഥം പറയാണ്ട് നിങ്ങൾ എങ്ങനെയാണ് സൃഷ്ടി നടത്തുന്നതെന്ന് ഒരാൾ ചോദിച്ചില്ലേ, അമുരുകൻ. എന്നിട്ട് പറഞ്ഞു, അർത്ഥമറിയാത്തവൻ സൃഷ്ടിക്കരുത് എന്ന് പറഞ്ഞിട്ട് സൃഷ്ടിയെ സ്വയം ഏറ്റെടുത്തു അല്ലേ. അച്ഛൻ വന്ന് ചോദിക്കണം മകൻ്റെ അടുത്ത് നമുക്ക് കാണിച്ചു തരാൻ, അല്ലാണ്ട് പരമാത്മാവായിട്ടുള്ള ഭഗവാൻ അത് അറിയാഞ്ഞിട്ടല്ല. ഏതൊരു കൊച്ചുകുട്ടിയാണെങ്കിലും അറിവുള്ളവനാണെങ്കിലും അവനെ ഗുരുനാഥനാക്കി കൊള്ളണം എന്ന് കാണിച്ചു തരാൻ വേണ്ടി ആ മഹാദേവൻ, ഇനി നീ എനിക്ക് അർത്ഥം പറഞ്ഞ ഇങ്ങനെയാണോ അച്ഛാ അർത്ഥം ചോദിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ മനസ്സിലായി, അതിൻ്റെ രീതിയിലിരിക്കണം. മുട്ടുകുത്തി നിലത്തിരുന്നു. എന്നിട്ടാണ് വായ അടച്ചു പിടിച്ച്, ഈ ചെവി അടച്ചു പിടിച്ച് തോളത്തിരുത്തി അത് കേട്ടത്. സ്വാമിനാഥൻ അല്ലേ, അങ്ങനെയല്ലേ നമ്മൾ ഭഗവാനെ വിളിക്കുന്നത്. അപ്പോൾ ബ്രഹ്മനിഷ്ഠനായിട്ടുള്ള ഗുരുനാഥൻ അച്ഛൻ തന്നെ കളിമണ്ണിൻ്റെയും ഉപ്പിൻ്റെയും വിത്തിൻ്റെയും എക്സാമ്പിൾസ് പറഞ്ഞിട്ട് തത്വമസി ശ്വേതകേതോ എന്ന മഹാവാക്യം 9 പ്രാവശ്യം ഉപദേശിച്ചു. അങ്ങനെയാണ് ഈ തത്വമസി എന്നുള്ള ബോർഡ് ശബരിമലയിൽ ചിന്മയാനന്ദസ്വാമി കൊണ്ടേ വെക്കണത് 82-ൽ. ഇപ്പോൾ തത്വമസി എന്ന് പറഞ്ഞാൽ ഉടനെ എല്ലാവരും അയ്യപ്പസ്വാമിയെ പറയുള്ളൂ, ആരും അതിൻ്റെ അകത്ത് പോയിട്ട് ചിന്തിക്കില്ല. അത് പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ, 41 ദിവസം നീ കഷ്ടപ്പെട്ട് വ്രതമെടുത്ത് ഇവിടെ വന്ന് പടി കയറി വരുമ്പോൾ നീ തന്നെയാടാ അത് എന്ന് പഠിപ്പിച്ചു തരാനുള്ള വിദ്യയാണ് ശബരിമല വ്രതം. അത് ചിന്മയാനന്ദസ്വാമിക്ക് നന്നായി മനസ്സിലാവേണ്ട. 82-ൽ അദ്ദേഹം പറഞ്ഞു ഒരു ശിഷ്യൻ്റെ അടുത്ത് അവിടെ ഒരു ബോർഡ് കൊണ്ടേ വയ്ക്കുക, നാട്ടുകാർക്ക് മനസ്സിലാവട്ടെ. അങ്ങനെയാണ് തത്വമസി എന്നുള്ള ബോർഡ് അവിടെ വന്നത്. അപ്പോൾ തത്വമസി ശ്വേതകേതോ എന്ന് 9 പ്രാവശ്യം മഹാവാക്യം പറഞ്ഞു. അതുകൊണ്ട് ഗ്രന്ഥപാണ്ഡിത്യം മാത്രം പോരാ, ബ്രഹ്മാനുഭവമുള്ള യോഗ്യനായ ഗുരുവിൻ്റെ മുഖത്തുനിന്ന് കേട്ടപ്പോൾ മാത്രമാണ് അത്രേ അക്ഷരം സാരമായിട്ട് ഭവിച്ചുള്ളൂ. ഇവിടെ അച്ഛനാണെന്നേ ഉള്ളൂ, പക്ഷെ ഗുരുനാഥനാണ്. ശ്രോത്രിയ ഗുരു ഇല്ലാത്ത ശ്രവണം അക്ഷരത്തിൽ നിൽക്കും, ശ്രോത്രിയ ഗുരു ഉള്ള ശ്രവണം ആത്മാവിൽ നമ്മളെ എത്തിക്കും. ഏറ്റവും അവസാനം ആ കേൾക്കുന്ന സമയത്ത് ശ്രദ്ധയോടെ കേൾക്കലിന്, ചെതറിയ മനസ്സോടെ കേട്ടാൽ ശബ്ദം കാതിൽ വീഴും, ഹൃദയത്തിലെത്തില്ല എന്ന് പറഞ്ഞു. അവിടെ ഒരു വാക്കുകൂടെ ഉപയോഗിക്കുന്നുണ്ട്, ഏകാഗ്രം. ശ്രദ്ധയുടെ മുകളിൽ കൊണ്ടു നിർത്തി ഏകാഗ്രം എന്ന് പറഞ്ഞു. അർജുനൻ്റെ പക്ഷിനേത്രത്തിൻ്റെ കഥ മഹാഭാരതത്തിൽ വ്യാസമഹർഷി എഴുതി വെച്ചത് വെറുതെ നാളെ ദ്രൗപദിയെ വീണ്ടെടുത്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇതിനൊരു പ്രലൂഡിട്ട് വെച്ചതല്ല. എന്താ നീ കാണുന്നത്? കണ്ണ് മാത്രമാണ് കാണുന്നതെന്നാണ് പറഞ്ഞത് അല്ലേ. ബാക്കിയുള്ളവർ ഞാൻ പക്ഷിയെ കാണുന്നു, മരത്തിനെ കാണുന്നു, കൊമ്പ് കാണുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അർജുനൻ പറഞ്ഞു ഞാൻ കണ്ണ് മാത്രം കാണുന്നു. വാസ്തവത്തിൽ വേദവിദ്യയുടെ അടിസ്ഥാനം വ്യാസമഹർഷി ഒക്കെ അങ്ങനെ ക്രിപ്റ്റിക്കായിട്ട് സിംബോളിക്കായിട്ട് എഴുതുക. വേദവിദ്യയുടെ ഏറ്റവും വലിയ അറിവാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. കണ്ണേ കാണാൻ പാടുള്ളൂ, വേറെ ഒന്നും കാണരുത്. അത്ര ശ്രദ്ധ, ഏകാഗ്രം. അങ്ങനെ ഉള്ള അതേപോലെ തന്നെ പരീക്ഷത്തിൻ്റെ ഏകാഗ്ര ശ്രവണം, ഊണും ഉറക്കവും ഇല്ലാണ്ടായി 7 ദിവസം ഇരുന്നിട്ട് ഹരിദ്വാരത്തിൽ ഇരുന്നിട്ട് അദ്ദേഹം അത് കേട്ടില്ലേ. അതേപോലെ ഏകാഗ്രമായിട്ട് കേട്ടാൽ മാത്രം പോരാ, അനുഷ്ഠാനം വേണം. കേട്ടത് ജീവിക്കണം. ഞാൻ നേരത്തെ പ്രമരി സ്ഥാണുർഭാരഹാര എന്ന് പറഞ്ഞു അല്ലേ യാസ്കൻ. അത് വേദത്തിൻ്റെ അർത്ഥമറിയാണ്ട ഭാരം ചുമക്കണവനാവരുത്. കേട്ടത് മനനം ചെയ്ത് ജീവിതത്തിൽ പതിപ്പിക്കുമ്പോൾ ശ്രവണം പൂർണ്ണഫലം തരും. ഇപ്പം മനസ്സിലാവും നമുക്ക് എന്താ വെറുതെ വേദം കേൾക്കണവർക്ക് എല്ലാവർക്കും മോക്ഷം കിട്ടാത്തതെന്നുള്ളതിൻ്റെ ഉത്തരം.
ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ എടുക്കുന്ന ശബ്ദാർത്ഥത്തിൻ്റെ ശക്തി, അതിൽ നിന്ന് ഉൾക്കൊള്ളുന്ന ശക്തി, ഈ കഥ ഞാൻ മറ്റ് പല എന്താ പറയുക പ്രഭാഷണങ്ങളും പണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ അത് പറയേണ്ടതെന്നുള്ളതുകൊണ്ട് അതൊന്ന് ചുരുക്കി പറഞ്ഞു. ബൃഹദാരണ്യോപനിഷത്തിൽ ഈ അസുരന്മാർക്കും ദേവന്മാർക്കും മനുഷ്യന്മാർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ട് അവർക്ക് തൃപ്തി വന്നില്ലാത്രേ. അവരവസാനം ഒരു സംതൃപ്തി കിട്ടാത്തതുകൊണ്ട് പ്രജാപതിയുടെ എന്നു കുറേ കാലം പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം തപസ്സിന്ന് കണ്ണു തുറന്നിട്ട് എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് ദാ എന്ന് മാത്രം പറഞ്ഞിട്ട് കണ്ണടച്ചു. ദാ എന്ന് മാത്രം, ഒരക്ഷരം, അത് മാത്രം പറഞ്ഞു. ആർക്കും ഒന്നും മനസ്സിലായില്ല. വീണ്ടും അദ്ദേഹം ധ്യാനത്തിൽ പോയി. ഇവർ വിചാരിച്ചു എന്താ ഇദ്ദേഹം പറഞ്ഞത്, ദാ എന്ന് മാത്രം പറഞ്ഞിട്ട്. നമ്മുടെ അച്ഛൻ വീണ്ടും ധ്യാനത്തിൽ പോയി. ദേവന്മാർ തിരിച്ചുപോയി, അസുരന്മാർ തിരിച്ചുപോയി, മനുഷ്യർ തിരിച്ചുപോയി. കുറേ കാലം കഴിഞ്ഞപ്പോൾ ദേവന്മാർക്ക് അവർ ഈ സുഖിച്ച് 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 ജീവിക്കണല്ലോ. ദേവലോകത്ത് കഞ്ഞിയും ചമ്മന്തിയൊന്നും കിട്ടില്ല. അവിടെയൊക്കെ പനീർ ബട്ടർ മസാല അങ്ങനെ ഭയങ്കര റിച്ച് ഫുഡുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ സുഖം അനുഭവിക്കാൻ വേണ്ടി മാത്രമാണ്. സുഖിച്ച് സുഖിച്ചിട്ട് ഒരു നേരം ഒരു അല്പം ഒരു കഞ്ഞിയുടെ വെള്ളം കിട്ടാൻ കൊതിക്കും അത്രേ സ്വർഗത്തിൽ. അവിടെ കഞ്ഞിയില്ല. അപ്പോൾ അങ്ങനെ സുഖത്തിൻ്റെ പാരമ്യത എത്തിയപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലായത്രേ, ദമനം, നിയന്ത്രണം, നിയന്ത്രിച്ച് സുഖം അനുഭവിക്കുക. അപ്പം സംതൃപ്തി ഉണ്ടാവും. അതാണ് നമുക്ക് കിട്ടി. മനുഷ്യർ അവിടെ നിൽക്കട്ടെ, അസുരന്മാർ വരാം. അസുരന്മാർ അവർ ആനന്ദം കണ്ടെത്തുന്ന ആൾക്കാരെ കൊല്ലുന്നതല്ല. അങ്ങനെ കൊന്നു നടക്കുമ്പോൾ ചിലർ കരഞ്ഞു പറയും എന്നെ കൊല്ലല്ലേ, എന്നെ കുട്ടികളെ കൊല്ലല്ലേ. അങ്ങനെ കൊല്ലുമ്പോൾ പെട്ടെന്ന് ഉള്ളിലൊരു വികാരം തോന്നിയിട്ട് പോട്ടെ നിന്നെ വിട്ടിരിക്കണു പറയും. അവൻ സന്തോഷത്തോടെ കാലിലൊക്കെ വീണ് നമസ്കരിച്ചിട്ട് പോകുമ്പോൾ അസുരൻ്റെ ഉള്ളിൽ ആഹ്ലാദം ഉണ്ടായത്രേ. ഒരു സംതൃപ്തി, ഇത്രയും കാലമില്ലാത്തത്. ദ എന്നുള്ളത് കൊണ്ട് ദയ അസുരന്. മനുഷ്യൻ സമൃദ്ധിയിലിരിക്കുകയാണ്. അങ്ങനെ ഇരുന്നിട്ട് തൃപ്തിയില്ലാണ്ടിരിക്കുന്ന സമയത്ത് ആരോ ഇല്ലാത്തൊരാൾ വന്ന് ചോദിച്ചപ്പോൾ കൊടുത്തു കഴിഞ്ഞിട്ട് അയാൾ പോയപ്പോൾ അകത്തൊരു സംതൃപ്തി ഉണ്ടായി. ദാനം. ഒരൊറ്റ അക്ഷരം, 3 അർത്ഥം, 3 ഘട്ടങ്ങൾ, സൃഷ്ടിയുടെ 3 വിഭാഗങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നൊരു കഥയുണ്ട്. അതുകൊണ്ട് കേട്ട അക്ഷരം ഒന്ന് തന്നെ, പക്ഷെ ഫലം വരുന്നത് അത് അനുഷ്ഠിക്കേണ്ട രീതിയിലാണ്. ദമനമായിട്ട് അനുഷ്ഠിച്ചപ്പോൾ ദേവന് ഫലമുണ്ടായി, ദയയായിട്ട് അനുഷ്ഠിച്ചപ്പോൾ അസുരന് ഫലമുണ്ടായി, ദാനമായിട്ട് അനുഷ്ഠിച്ചപ്പോൾ മനുഷ്യന് ഫലമുണ്ടായി. അതുകൊണ്ട് കേട്ടത് ഓർത്ത് വെച്ചാൽ പോരാ, പ്രവർത്തിക്കണം. ഇതും മനസ്സിലാക്കി തരണു. ആവർത്തിച്ച് ശ്രദ്ധിക്കണം, ആവർത്തിച്ച് പ്രാവർത്തികാക്കണം. അതിന് ചാന്തോക്യത്തിൽ ഇന്ദ്രനും വിരോചനും മഹാബലിയും തമ്മിലുള്ള കഥയൊക്കെ വരുന്നുണ്ട്. അത് മഹാബലിയുടെ പുത്രനും തമ്മിലുള്ള കഥയൊക്കെ വരുന്നുണ്ട്. അത് എന്താ പറയുക, മറ്റൊരു അവസരത്തിൽ ഞാൻ വിസ്തരിച്ച് പറയാം. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം കണ്ട വേദശ്രവണ ഫലം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ആയുസ്സായിട്ടും ആരോഗ്യമായിട്ടും നാദത്തിൽ ശാന്തിയായിട്ടും വരും. മനസ്സിൽ ചിത്തശുദ്ധിയായിട്ടും സത്വവൃദ്ധിയായിട്ടും നിർഭയത്വമായിട്ടും വരും. ബുദ്ധിയിൽ അജ്ഞാന നിവൃത്തിയായിട്ടും ജ്ഞാനമായിട്ടും പരമശാന്തിയായിട്ടും വരും. ഹൃദയത്തിൽ ഭക്തിയായിട്ടും പ്രേമമായിട്ടും സത്സംഗമായിട്ടും വരും. അവസാനം പുണ്യമായി ശുഭരോഗമായി മോക്ഷമായിട്ടും വരും. പറഞ്ഞു തീർക്കുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇത് ഞാൻ വേറെ ചില പ്രഭാഷണങ്ങളിൽ പറഞ്ഞിട്ടുള്ള കഥ, പക്ഷേ ഇത് ഇവിടെ പറയേണ്ട കഥയാണ്. കൽപ്പാത്തിയിൽ ഒരു 4 കൊല്ലം മുമ്പ് രഥോത്സവത്തിൻ്റെ 1-ാം തേരിൻ്റെ അന്ന് രാത്രി മന്ദക്കര മഹാഗണപതിര കുതിര ഇറങ്ങണം, അശ്വവാഹനം. അപ്പോൾ ഞങ്ങളൊക്കെ പുതിയ കൽപ്പാത്തി സ്ട്രീറ്റിൽ പോയിട്ട് നിൽക്കുക. നല്ല ജനത്തിരക്ക്, 2 ജനപ്രതിനിധികളടക്കം വന്ന് നിൽപ്പുണ്ട് ഇത് കാണാൻ. കാരണം അവിടുത്തെ ഗണപതി ഒരു രാജകീയ ഗണപതിയാണ്. അപ്പോൾ ഞാനും അവിടെ ഗ്രാമവാസിയായിട്ടുള്ള നമ്മുടെ വളരെ അടുത്ത ഒരു സുഹൃത്തും, അദ്ദേഹം 1-ാം തരം ഒരു ഭജന ചെയ്യുന്ന ആളും നല്ല സംസ്കൃത പണ്ഡിതനും വേദപണ്ഡിതനൊക്കെ ആയിട്ടുള്ള ഒരാളാണ്. ഞങ്ങൾ 2 പേരും അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ കാഞ്ചി പാഠശാലയിലെ കുട്ടികളെ വേദം ജപിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊരു മോൻ, കുറച്ച് കുഞ്ഞു മക്കളുണ്ട്. അവർ ഒരു 8 വയസ്സ് തൊട്ട് 10 വയസ്സോ തൊട്ടുള്ള കുറച്ച് കുട്ടികളുണ്ട് അവിടെ. ആ കുട്ടികളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അവർ ആ ആചാര വസ്ത്രമൊക്കെ ധരിച്ച് ഭസ്മമൊക്കെ തൊട്ട് ഭഗവാൻ പോകുമ്പോൾ പുറകെ ജപിച്ചുകൊണ്ട് പോകേണ്ടവരാ. ആദ്യം ഒരു പടക്കമുണ്ട്, ആ പടക്കം കഴിയാൻ വേണ്ടി നിൽക്കുകയാണ് അങ്ങോട്ട് പോകാതെ. ഗണപതിയാണെങ്കിൽ അവിടെ 1000 കൊഴുക്കട്ട, 1000 ലഡ്ഡു, 1000 ആപ്പിളൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാൻ നിൽക്കണം. ഇങ്ങനെ ചക്രവർത്തിയായിട്ട് ഇങ്ങനെ ചമ്മട്ടിയൊക്കെ പിടിച്ചിട്ട് ഭഗവാൻ അവിടെ നിൽക്കണം. ഈ ഒരു ഗംഭീരമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ ഞാനിങ്ങനെ അവിടെ നിൽക്കണം. നമ്മളെ പരിചയക്കാരൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കണം. ഈ സമയത്ത് ഞാനിങ്ങനെ ഓവർ ഹിയർ ചെയ്യണം ഇവർ തമ്മിലുള്ള സംഭാഷണം. എൻ്റെ ഈ സുഹൃത്ത് ഈ ഗ്രൂപ്പിലെ ഏറ്റവും ചെറിയ പയ്യൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, കണ്ണാ നീ വേദം എതുക്ക് പഠിക്കറായ? അപ്പം അവൻ പറയും, മാമാ ഉലകം എന്നു തെരിയ വേണ്ടാമാ. தெரிஞ்சா நாமெல்லாம் யாருன்னு தெரியும்.
அது தெரிஞ்சா எல்லாமே ஒன்றுன்னு புரியும். அப்போ അടുത്ത സെക്കൻഡ് ഇയാൾ ചോദിക്കേ വീണ്ടും അത് தெரிஞ்சா നിമ്മതിയായി ഇരിക്കലാം. ഞാൻ അങ്ങനെ തിരിഞ്ഞ് ആ റോട്ടിൽ ആ കുട്ടിയെ നമസ്കരിച്ചു. അവനിലാണ് വേദം നിലനിൽക്കുന്നത്. പാലക്കാട് രാമനാഥപുരം അഗ്രഹാരത്തിൽ ഉള്ള വേദപാഠശാല പഠിക്കുന്ന കുട്ടിയാണ്. ആന്ധ്രയിൽ നിന്ന് വന്നവനാണ്. ഇതിൽ കവിഞ്ഞിട്ട് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. അങ്ങനെയുള്ള കുട്ടികളാണ് പഠിക്കേണ്ടത്. അല്ലാണ്ട് പാരമ്പര്യ തന്ത്രം പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം പോയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് മേടിക്കുകയും അമ്പലം മുഴുവൻ കട്ടുപിടിക്കുകയും ചെയ്യുന്ന ഇന്നത്തെ വ്യവസ്ഥിതിക്ക് വേണ്ടിയിട്ടുള്ള കൊട പിടിച്ചു കൊടുക്കലാണല്ല വേണ്ടത്. ഞാൻ ഈ സ്ഥാപനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് മിക്ക ക്ഷേത്രങ്ങളിലും കേരളത്തിൽ ഞാൻ ഇറങ്ങി നടന്നിട്ടുള്ളതാണ്. സർക്കാർ നിയമിച്ച കാലത്ത് തന്നെ ഇറങ്ങി നടന്നിട്ടുള്ളതാണ്. പല സ്ഥലത്തും അടിസ്ഥാനമായിട്ടുള്ളൊരു മന്ത്രാർത്ഥം പോലും അറിയാത്ത കുട്ടികളും ആത്മപൂജ കഴിഞ്ഞിട്ട് ഈ പരുണോരുദ്ര നമ്മൾ പോലുള്ള മന്ത്രങ്ങൾ ചെല്ലുമ്പോൾ ആ ചില ഭാഗങ്ങളൊക്കെ ചെല്ലണ സമയത്ത് ഇതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയില്ല. ഒരു പഠിപ്പിക്കുന്ന സ്ഥലത്ത് ഞാൻ ചെന്നപ്പോൾ ആ കുട്ടി ആ ഭാഗം എത്തിയപ്പോൾ ഞാനതൊന്ന് നിർത്തുമോനെ അതിൻ്റെ അർത്ഥം എന്താ ചോദിച്ചു. അവൻ ഭംഗിയായിട്ട് പറഞ്ഞു ഉടനെ ഞാൻ തിരിഞ്ഞിട്ട് കമ്മിറ്റിയിൽ അന്ന് തന്ത്രവിദ്യയുടെ സെക്രട്ടറി തിയന്നൂരിൽ നിന്ന് ഒരുപാട് ഗുരുവായൂർ മേശാന്തി അദ്ദേഹം ഉണ്ട്, വേറെ രണ്ടുപേരും. ഞാൻ തിരിഞ്ഞിട്ട് ഇവരോട് പറഞ്ഞു, ഇത് ഈ കുട്ടി ഇവിടെ പഠിച്ചതല്ല കേട്ടോ, ഈ കുട്ടി ഇതിവിടെ പഠിച്ചതല്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, മോനത് ആരാ പറഞ്ഞതെന്ന്. എൻ്റെ അച്ഛൻ പഠിപ്പിച്ചതെന്ന്. അല്ലാണ്ട് അവൻ ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വന്നിട്ട് പഠിച്ചതല്ല. അതവിടെ കുടുംബത്തിൽ രക്തത്തിലുള്ളത് കൊണ്ട് അതവന് കിട്ടി, ഇല്ലെങ്കിൽ അത് കിട്ടില്ല. അത്രേ ഉള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ശ്രദ്ധയോട് കൂടിയിട്ട് കേൾക്കാൻ പഠിക്കുക എന്നുള്ളത് വേദത്തിനെന്നല്ല, ജീവിതത്തിലെ നമുക്ക് മറ്റൊരാൾക്ക് പറയാനുള്ള ശ്രദ്ധയോടെ കേട്ടാൽ നമ്മുടെ 99% റിലേഷൻഷിപ്പ് പ്രശ്നങ്ങളും അവസാനിക്കും. ബുധനിലെ ഏറ്റവും നല്ല പരിഹാരമാണ് ബുധൻ പഴിച്ചിട്ടുണ്ടെങ്കിൽ ജാതകത്തിൽ കേൾക്കാൻ പഠിക്കുക. ബുധൻ ആരാ? വേദമൂർത്തിയാണ്. ഗ്രഹങ്ങളിൽ വേദമൂർത്തി ആരാ? ബുധനാ. ബുധനിലാണ് വേദജ്ഞാനം ഇരിക്കുന്നത്. ആ ബുധനെ കൊണ്ട് വേണം വ്യാഴത്തിനെ കിട്ടാൻ. അങ്ങനെയാണെങ്കിൽ ശനിയുടെ പരീക്ഷണത്തിന് അതിജീവിക്കാം. ഇതാണ് അതിൻ്റെ കണക്ഷൻ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക, കാതു കൊടുക്കുക. നാമാണെങ്കിലും മന്ത്രമാണെങ്കിലും അത് അകത്തേക്ക് എടുക്കുക, കുടിക്കുക. നിങ്ങളെല്ലാവരെയും പൊന്നൂരുവായൂരപ്പൻ്റെ രൂപങ്ങളായിട്ട് കണ്ടുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. എൻ്റെ ഈ പ്രഭാഷണത്തിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അറിവുള്ള നിങ്ങൾ പൊറുക്കണം. ഞാൻ എന്തെങ്കിലും നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊന്നൂരുവായൂരപ്പൻ പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാ ആചാര്യന്മാരുടെയും പാദങ്ങളിൽ മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. പൊന്നൂരുവായൂരപ്പനെ സാക്ഷിയാക്കിയിട്ട് ആ ശ്രീധർമ്മശാസ്താവിൻ്റെ പാദങ്ങളിൽ ഈ പ്രഭാഷണത്തിനെ സമർപ്പിക്കുന്നു. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. പൊന്നൂരുവായൂരപ്പ സർവേശ്വര സ്വാമി ശാസ്താവേ സന്തോഷിക്കണേ ഭഗവാനെ. സമസ്താപരാധം ക്ഷമസ്വ 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 ഗുരുനാഥ.